ഞങ്ങൾ ഏറ്റുപറ ഞാൻ പ്രാർത്ഥിച്ച ബ്രദറിനെ കുടുംബത്തെ ഞാൻ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. നന്മ കൊണ്ട് സ്വർഗത്തിലെ ദൈവം നമ്മളെ നിറയ്ക്കുന്നല്ലോ. എല്ലാ മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഒരുമിച്ച് നമുക്ക് ദൈവസന്നിധിയിൽ ഇന്ന് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റുപറഞ്ഞു പ്രാർത്ഥിക്കാം. കാൽവരി ക്രൂശിൽ എൻ്റെ കർത്താവ് എൻ്റെ പാപത്തെയും എൻ്റെ ശാപത്തെയും തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ ഞാൻ നീതിമാനും അനുഗ്രഹിക്കപ്പെട്ടവനും ആണ്. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്കൊന്നിനും മുട്ടുണ്ടാകത്തില്ല. എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ ദൈവത്തിൽ നിന്ന് വരുന്നു. എൻ്റെ രോഗത്തെയും എൻ്റെ ദാരിദ്ര്യത്തെയും കർത്താവ് ക്രൂശിൽ തൻ്റെ ശരീരത്തിൽ വഹിച്ചതിനാൽ രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാക്കൾക്കോ എൻ്റെ മേലോ എൻ്റെ ശരീരത്തിൻ്റെ മേലോ അവകാശം ഇല്ല. ജാതികളുടെ നടുവിൽ എൻ്റെ സന്തതികളെയും വംശങ്ങളുടെ മധ്യേ എൻ്റെ പ്രജയമറിയും. എൻ്റെ തലമുറകളെ കാണുന്നവരൊക്കെയും യഹോവ അനുഗ്രഹിക്കപ്പെട്ട തലമുറയെന്ന് പറയും. പാമ്പുകളെയും തേളുകളെയും ശത്രുവിൻ്റെ സകല ബലത്തെയും ചവിട്ടുവാൻ കർത്താവിൽ എനിക്ക് അധികാരമുണ്ട്. ഒന്നും ഒരിക്കലും ഒരു ദോഷവും എനിക്ക് വരുത്തുകയില്ല. ഭൂലോകത്തിൻ്റെ അറ്റത്തോളം പോയി സകല സൃഷ്ടിയോടും ഇന്ന് സുവിശേഷം പ്രസംഗിപ്പാനും രോഗികളെ ഇന്ന് സൗഖ്യമാക്കുവാനും ഭൂതങ്ങളെ ഇന്ന് പുറത്താക്കുവാനും അത്ഭുതങ്ങളും അടയാളങ്ങളും എന്നിലൂടെ വരുവാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു. ആമേൻ. കർത്താവിൻ്റെ ശ്രേഷ്ഠകേറിയ അഭിഷേകത്തിനായി ഞാൻ നന്ദി നന്ദി കർത്താവെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് ദൈവസന്നിധിയിൽ നന്ദിയോടെ പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. എല്ലാ മേഖലയിലും കർത്താവ് നമ്മളെ സഹായിക്കുന്നല്ലോ. സമസ്ത മേഖലയിലും ദൈവം നമ്മളെ സാക്ഷ്യമാക്കി മാറ്റുന്നല്ലോ. ഓരോ ദിവസവും അനുദിനം കർത്താവിൻ്റെ വചനത്തിലും വിശ്വാസത്തിലും വളരുവാനും അതുമാത്രമല്ല കേൾക്കുന്ന വചനത്തിൻ്റെ ശക്തിയെ കാണുവാനും ദൈവം നമ്മളെ സഹായിക്കുന്നല്ലോ. ആരെങ്കിലും ഒന്നുകൂടെ കൂടെ എല്ലാ ദിവസവും നമ്മുടെ ഗ്രൂപ്പിലേക്ക് പ്രാർത്ഥന തുടങ്ങുമ്പോൾ, പ്രത്യേകിച്ച് നമ്മുടെ ഈ പ്രാർത്ഥന ആരംഭിക്കുമ്പോൾ നമ്മുടെ ലിങ്ക് ഒന്നും കൂടെ നിങ്ങൾ ഇടുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. കർത്താവ് അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ കർത്താവ് സഹായിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഇന്ന് പ്രാർത്ഥിക്കാം. ഒരുമിച്ച് പ്രാർത്ഥനയോടെ തന്നെ മുന്നോട്ട് പോകാം. ഇന്നലെ കേട്ട വചനചിന്ത ഓർമ്മയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞാട്ടെ. പാറമേൽ കുഴിക്കണം, ഓർമ്മയുള്ള ആരുമില്ല? സന്തോഷത്തോടെ കേൾക്കും. പ്രതികൂലം വരുമ്പോൾ പെട്ടെന്ന് പിൻവാങ്ങി പോകും. നമ്മളിന്ന് ഒരു വ്യക്തിയെ പരിചയപ്പെട്ടായിരുന്നു വചനത്തിലൂടെ. നമ്മുടെ വിഷമങ്ങൾ വരുമ്പോൾ, മനസ്സിൻ്റെ അകത്ത് ദുഃഖങ്ങൾ വരുമ്പോൾ എന്ത് ചെയ്യണം എന്നുള്ളത് ആമേൻ. ഇത് മറന്നു പോകല്ലേ. വളരെ വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. നിങ്ങളൊരു വിഷമഘട്ടത്തിലായിരിക്കുമ്പോൾ, നിങ്ങൾ ഏതെങ്കിലുമൊക്കെ പ്രയാസത്തിലൂടെ കടന്നു പോകുമ്പോൾ, നമുക്ക് വിശ്വസിക്കാനോ പ്രാർത്ഥിക്കാനോ പറ്റാത്ത സിറ്റുവേഷനിലൂടെ നാം കടന്നു പോകുമ്പോൾ, ഒരു വചനം കേൾക്കാനോ ഒരു വചനം പറയാനോ പോലും കഴിയാത്ത ഏതെങ്കിലുമൊക്കെ അവസ്ഥയിലൂടെ കടന്നു പോകുമ്പോൾ നിങ്ങൾ നിർബന്ധമായിട്ടും എന്തു ചെയ്യണം? പരിശുദ്ധാത്മാവേ, അങ്ങയുടെ സഹായം എനിക്ക് വേണം. അങ്ങനെ നിങ്ങൾ പറയണം, ഉറപ്പായും പറയണം. അവിടെ നിങ്ങൾ തളർന്നു പോകരുത്. അവിടെ തളരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ വായിൽ നിന്നും പിറുപിറുപ്പുകൾ, നമ്മുടെ ജീവിതത്തിൽ നിരാശകൾ, പരാജയങ്ങളൊക്കെ നമ്മൾ വിളിച്ചു വരുത്തുന്നത് ഈ ഒരു ടൈമിലാണ്. അപ്പോൾ അത് നിങ്ങൾ വളരെ ശ്രദ്ധിക്കണമേ. ഇന്ന് നമുക്ക് പിന്നെയും കർത്താവിൻ്റെ വചനത്തിൻ്റെ അകത്തുനിന്നും ചിന്തിക്കാം. ദൈവപ്രവൃത്തിയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ദൈവവചനം നമ്മുടെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ ഇന്ന് പതിയുവാൻ ഇടയായിത്തീരട്ടെ. ആമേൻ. ഇന്നത്തെ അനുഗ്രഹത്തിനായിട്ട് നമുക്ക് തുടർച്ചയായിട്ട് നമ്മൾ ദൈവത്തിൻ്റെ വചനം കേട്ട് വരുന്നല്ലോ. അതിനായിട്ട് നമുക്ക് ലൂക്കോസ് ലീഹായുടെ സുവിശേഷത്തിൻ്റെ 7-ാം അധ്യായത്തിൻ്റെ ചില ഭാഗങ്ങൾ നമുക്കിന്ന് കേൾക്കാം. ദൈവകൃപയാൽ ഇന്നലെ ഒരു ഷോർട്ട് നോട്ടീസായിരുന്നു അന്യഭാഷാ പ്രാർത്ഥന എന്നുള്ളത്. ഈ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് ശേഷം പെട്ടെന്ന് പ്ലാൻ ചെയ്തതായിരുന്നു. എങ്കിലും വളരെ അനുഗ്രഹമായിരുന്നു. ഏകദേശം 50ഓളം അടുത്ത ആളുകൾ അതിൻ്റെ അകത്ത് പങ്കു ചേർന്നു. രാത്രിയിൽ ഇന്ത്യൻ സമയം നമ്മുടെ പ്രാർത്ഥന കഴിഞ്ഞത് ഏകദേശം ഒരു 5:30 വരെ ആ പ്രാർത്ഥന തുടർന്നു പോയി. അത് വലിയ അനുഗ്രഹമായിരുന്നു. പല രാജ്യത്തു നിന്ന് പങ്കുചേർന്നവരുണ്ട്. അതുമാത്രമല്ല, ഉറക്കം അളച്ച് ഉറക്കം മാറ്റിവെച്ച് അന്യഭാഷാ പ്രാർത്ഥനയിൽ പങ്കുചേർന്നവരുണ്ട്. ഈ ദിവസങ്ങളിൽ വരുന്ന തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ വീണ്ടും അത് ക്രമീകരിക്കാൻ നമ്മൾ ആഗ്രഹിക്കുന്നു. തിങ്കളാഴ്ച ആയിരിക്കാം, അതിന് മുമ്പ് നിങ്ങൾക്ക് ലിങ്ക് അയക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. തിങ്കളാഴ്ച വൈകിട്ടോ നമുക്കിതേപോലെ തന്നെ വീണ്ടും അന്യഭാഷാ പ്രാർത്ഥനയിൽ ഇരിക്കുവാൻ കർത്താവിൽ ആശ്രയിക്കുന്നു. വളരെ അനുഗ്രഹമായിരുന്നു, വളരെ സന്തോഷമായിരുന്നു. ദൈവമക്കളൊക്കെ വളരെ ചാർജായിട്ട്, നമ്മൾ ഉറക്കത്തിൻ്റെ ക്ഷീണങ്ങൾ ഉണ്ടാഞ്ഞിട്ടും
വളരെ ചാർജായിട്ട് അത്രയും സമയം എനിക്ക് തോന്നുന്നു ഞാനായിരുന്നു പിന്നെ അവസാനം ആ പ്രാർത്ഥന ക്ലോസ് ചെയ്യേണ്ടി വന്നത്. കാരണം ഒത്തിരി നമ്മൾ നേരം വെളുക്കാറായതുപോലെ, അല്ലെങ്കിൽ 5:30 എന്ന് പറയുമ്പോൾ തന്നെ നമുക്കൊരു ഇന്ത്യൻ സമയം 5:30 മണി അടുത്തെത്തുമ്പോൾ തന്നെ നേരം വെളുക്കാറായല്ലേ. അങ്ങത്രത്തോളം നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിപ്പാൻ പരിശുദ്ധാത്മാവ് നമ്മളെ ഓരോരുത്തരെയും ശക്തീകരിച്ചു. അത് വളരെ അനുഗ്രഹമായിരുന്നു. ഇന്നത്തെ അന്യഭാഷാ പ്രാർത്ഥന ലോകരാജ്യങ്ങളിൽ ദൈവപ്രവൃത്തി ഉണ്ടാകുവാനും നിങ്ങളുടെ അകത്ത് ആത്മീക വർധന ഉണ്ടാകുവാനും വേണ്ടിയാണ് ഇന്നലെ ആ പ്രാർത്ഥന ക്രമീകരിച്ചത്. വരും ദിവസങ്ങളിൽ തിങ്കളാഴ്ച നമ്മളിത് ക്രമീകരിക്കാൻ ആഗ്രഹിക്കും. ഇതേപോലെ തന്നെ നമ്മുടെ ടൈം നിങ്ങൾക്ക് ഓൾ നൈറ്റ് പ്രയർ രാത്രിയിൽ ഇരിക്കുവാൻ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? അതുപോലെ എൻ്റെ ഭാഷയിൽ അങ്ങനെ ആഗ്രഹമുള്ള എത്ര പേരുണ്ട്? ഓൾ നൈറ്റ് എത്ര പേർക്ക് ആഗ്രഹം? അങ്ങനെയെങ്കിൽ തിങ്കളാഴ്ച നല്ലൊരു അവസരമാണ്. എന്തെങ്കിലും മാറ്റം എൻ്റെ തൊണ്ടെങ്കിൽ ഞാൻ പറയാം. തിങ്കളാഴ്ച നമുക്ക് വൈകിട്ട് അങ്ങനെ ഒരു ക്രമീകരണം ദൈവം ചെയ്യട്ടെ. അപ്പോൾ നമുക്ക് ഉണർന്നിരുന്ന് പ്രാർത്ഥിക്കാം. നിങ്ങൾ വീടിൻ്റെ അകത്തിരുന്നുകൊണ്ട് ആ പ്രാർത്ഥനയിൽ പങ്കുചേരുക. ഒരുമിച്ച് ഉറക്കെ അന്യഭാഷ പറയുക. അന്യഭാഷ ഉറക്കെ പറയാൻ പറ്റിയില്ലെങ്കിൽ അന്യഭാഷ വരമില്ലാത്തവർ ശ്രദ്ധിക്കുക, വരം വേണം നമുക്ക്. അത് ആഗ്രഹിക്കുന്നവരും പങ്കുചേരുക. ആ കൂട്ടത്തിൽ നിങ്ങളുടെ ഉള്ളിലും ബൈബിളൊരു വാക്യമുണ്ട്, ശൗല് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ നിന്നു അവനും പ്രവചിച്ചു എന്നാണ് പറഞ്ഞത്. അപ്പോൾ പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വന്നപ്പോൾ ശൗല് പ്രവചിച്ചുവെങ്കിൽ അന്യഭാഷ പറയുന്നവരുടെ കൂട്ടത്തിൽ വന്ന നിങ്ങളും അന്യഭാഷ പറയും. ആത്മീക വർധനവുണ്ടാകും, വരങ്ങൾ ജ്വലിക്കും, മനുഷ്യൻ ബലപ്പെടും, വിശ്വാസം വർദ്ധിക്കും, ദൈവ പ്രവർത്തികൾ വർദ്ധിക്കും, പിശാചിൻ്റെ പ്രവർത്തികൾ തകർന്ന് തരിപ്പടമായി മാറും. ആമേൻ. സ്വർഗം നമ്മളെ സഹായിക്കുന്നല്ല. ഞാൻ വേഗത്തിൽ വചനത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്നലെ കൂടിയ എല്ലാവരും ഓർത്ത് ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. എനിക്കറിയാം ഷോർട്ട് നോട്ടീസ് ആയതുകൊണ്ട് ആഗ്രഹിച്ച പലർക്കും കയറാൻ പറ്റിയില്ല. അതുകൊണ്ട് ആ കാര്യത്തിൽ മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ക്ഷമിക്കുക. കാരണം ഞാനത് നേരത്തെ അറിയിക്കേണ്ടതായിരുന്നു. എങ്കിലും ദൈവം നമുക്കെല്ലാം ചന്തവും ഉചിതവുമായി നടത്തുന്നല്ലോ. ആമേൻ. ഇനി നമുക്കെതിരെ 17-ാം അധ്യായത്തിൽ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് ഈ അത്ഭുതങ്ങൾ ചെയ്യുന്നത്? പലരും ചോദിക്കാറുണ്ട്, ബ്രദർ എന്തുകൊണ്ടാണ് എപ്പോഴും ഈ അത്ഭുതവും സമൃദ്ധിയും അതും ഇതുമൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുന്നതെന്ന് എന്നെ ചെറിയ രീതിയിൽ വിമർശിക്കുന്ന അല്ലവർ ഒരു ചെറിയൊരു എന്താ പറയുന്നത്, പൊതുവെ ബ്രദർ ഏറ്റവും കൂടുതൽ ഈ ഒരു കാര്യങ്ങളാണ് ഫോക്കസ് ചെയ്യുന്നത്. അത്ഭുതങ്ങൾ, ദൈവപ്രവർത്തികൾ, സമൃദ്ധികൾ, നന്മകൾ, രോഗസൗഖ്യം, പൈശാചികത്തിൽ നിന്നുള്ള ബന്ധനത്തിൽ നിന്നുള്ള മോചനം, ഇങ്ങനൊരു ശുശ്രൂഷയാണല്ലോ ബ്രദർ ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. എന്തുകൊണ്ട് മറ്റു കാര്യങ്ങൾ ബ്രദർ പറയുന്നില്ല എന്നൊരു ചോദ്യമുണ്ട്. ഞാനതിൻ്റെ അർത്ഥത്തിലേക്ക് നമുക്ക് വരാം. യഥാർത്ഥ സുവിശേഷം എന്താണ് എന്ന് നമ്മൾ കേൾക്കാൻ വേണ്ടി പോവാം. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ യേശുക്രിസ്തുവിൻ്റെ പ്രവൃത്തികളിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുപോകുവാൻ ഇടയായിത്തീരും. എൻ്റെ ഉള്ളത്തിൽ തുടക്കത്തിലേ പറഞ്ഞ് പഠിക്കൽ എന്ന് പറയുന്നൊരു വീട്ടുപേര് കർത്താവ് എന്നെ കാണിക്കുക. പഠിക്കൽ, അങ്ങനെ ഒരു വീട്ടുപേരുമായിട്ട് ബന്ധപ്പെട്ട ആരെങ്കിലും സൂമിലോ ലൈവിലോ കേൾക്കുന്നുവെങ്കിൽ പഠിക്കൽ എന്നാണ് ആ വീട്ടുപേര് പറയുന്നത്. അതുമായിട്ട് ബന്ധപ്പെട്ട് യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് കേൾക്കുന്നവർ ആ വീടുമായിട്ട് ബന്ധപ്പെട്ടത് ആരാണോ അത് യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അവരെ ബ്ലസ് ചെയ്ത് പ്രാർത്ഥിച്ചോണേ. ദൈവം ഇന്ന് ആ ഭവനത്തിൻ്റെ മേൽ ഒരു പ്രവൃത്തിയെ ചെയ്യുവാൻ വേണ്ടി പോകുന്നു, നന്മയാക്കി മാറ്റുന്നു. സൂമിലാണെങ്കിൽ നിങ്ങൾക്ക് മ്യൂട്ട് മാറ്റി ആമേൻ പറയാം. ആ കുടുംബത്തിന് വേണ്ടി അല്ല യൂട്യൂബിലോ മറ്റോ കേൾക്കുന്നതെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ചോണേ. നിങ്ങളെ ദൈവം ആ ഭവനത്തിൽ ഒരു സാക്ഷ്യം ആക്കാൻ വേണ്ടി പോകുന്നു, അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ, ഞാനിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവിൻ്റെ സാക്ഷ്യമായി ആ ഭവനം തീരട്ടെ. ഈ മ്യൂട്ട് മാറ്റിയവർ പറയാനാണെങ്കിൽ നിങ്ങൾ പറയുക, അല്ല എങ്കിൽ മൈക്ക് മ്യൂട്ട് ചെയ്താട്ടെ. ഇനി മറ്റ് യൂട്യൂബിലാണെങ്കിൽ അത് സ്വീകരിച്ചോണേ. ദൈവത്തിൻ്റെ വലിയ പ്രവർത്തികളെ കർത്താവ് ചെയ്യും. താങ്ക് യു ഹോളി സ്പിരിറ്റ്. അനാവശ്യമായിട്ട് ആരും മ്യൂട്ട് മാറ്റല്ലേ. ദൈവിക ആലോചന ശ്രദ്ധിച്ചിരുന്നോണേ. ദൈവം നിങ്ങൾ വ്യക്തമായി കേട്ടോണേ. നിങ്ങളുമായിട്ട് ബന്ധപ്പെട്ട ആലോചന, അടയാളങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചോണേ. ഊഹാപോഹമല്ല. നമുക്ക് എങ്ങനെയെങ്കിലും ഈ ഒരു പ്രവചനം ഒപ്പിക്കുക എന്നുള്ള പരിപാടിയില്ല. നിങ്ങളുമായിട്ട് അടയാളങ്ങൾ, ഇടപെടുന്ന കാര്യങ്ങൾ വ്യക്തമായി ശ്രദ്ധിക്കണവേ. കർത്താവ് നിങ്ങളോട് സംസാരിക്കും. ആമേൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇവിടെ നോക്കിക്കേ, ആ പഠിക്കൽ എന്നുള്ള കുടുംബ പേരുമായിട്ട് ബന്ധപ്പെട്ടത് ഏറ്റെടുത്തോണേ. ആ കുടുംബത്തിലേക്ക് ദൈവം നിങ്ങളെ ഒരു സാക്ഷിയാക്കും. ആമേൻ. ഇന്ന് ലൈവിലും സൂമിലും ഫേസ്ബുക്കിലും യൂട്യൂബിലും എല്ലാം ഒരേപോലെ നമ്മുടെ കൂട്ടായ്മയിൽ ചേർന്നിരിക്കുന്നവരെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. വൻ കൃപകളാൽ സ്വർഗം നിറയ്ക്കുന്നല്ലോ.
27-ാം തീയതി നമുക്ക് പ്രാർത്ഥന നടക്കുന്നു, മറക്കരുത്. എല്ലാ ദിവസവും ആ പ്രാർത്ഥനയെ ഓർത്ത് നന്ദി പറയണം. അവിടെ ദൈവം ജനത്തെ തുടങ്ങണം. മദ്യപാനികൾ, വെറിക്കൂത്തുകാർ, തകർന്ന ജീവിത രീതി നടത്തുന്നവർ, കുടുംബജീവിതം തകർന്നവർ, ജീവിതത്തിൽ ആത്മഹത്യയുടെ വക്കിൽ പോകുന്നവർ, പ്രതീക്ഷകൾ അറ്റുപോയ ഒത്തിരി ആളുകൾ അവർ യേശുവിനെ അറിയണം. അതിനുവേണ്ടിയാണ് ആ പ്രാർത്ഥന ക്രമീകരിച്ചിരിക്കുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന വളരെ വളരെ ആവശ്യമാണ്. ദൈവം വൻ കാര്യങ്ങളെ ചെയ്യും. ആമേൻ. ഇവിടെ യേശുക്രിസ്തു എന്തുകൊണ്ടാണ് അത്ഭുതങ്ങൾ ചെയ്യുന്നത്? എന്തുകൊണ്ടാണ് യേശുക്രിസ്തു അത്ഭുതങ്ങൾ ചെയ്യുന്നതിനുള്ള കാരണം ഇവിടെ നോക്കിക്കേ. യേശുക്രിസ്തുവിൻ്റെ ശ്രുതി യഹൂദയിലൊക്കെയും ചുറ്റുമുള്ള നാടെങ്ങും പരന്നു. ഇതൊക്കെയും യോഹന്നാൻ്റെ ശിഷ്യന്മാർ അവനോട് അറിയിച്ചു. എന്നാൽ യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരുടെ 2 പേരെ വിളിച്ചിട്ട് കർത്താവിൻ്റെ അടുക്കിലേക്ക് അയച്ചു. വരുവാനുള്ളവൻ നീയോ അല്ല ഞങ്ങൾ മറ്റാർക്കെങ്കിലും കാത്തിരിക്കണമോ എന്ന് പറഞ്ഞു. അപ്പം യോഹന്നാൻ സ്നാപകൻ നമുക്കറിയാം യേശുക്രിസ്തുവിനെ സ്നാനപ്പെടുത്തിയ ആളാണ്. അവിടെ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, യഹൂദൻ്റെ രാജാവായിട്ടാണ് യേശുക്രിസ്തുവിനെ ബൈബിൾ കാണിച്ചിരിക്കുന്നത്, അല്ലേ? ദാവീദിൻ്റെ അഴിഞ്ഞുപോയ അല്ലെങ്കിൽ തകർന്നു പോയ സിംഹാസനത്തെ പണിയുന്നയാൾ. അപ്പം ഈ ദാവീദ് എന്ന് പറയുന്നത് രാജാവാണല്ലേ. അപ്പം രാജാവായ ദാവീദിൻ്റെ പിൻഗാമി അല്ലെങ്കിൽ ദാവീദിനേക്കാൾ വലിയവനായ ഒരു രാജാവ് വരുമ്പോൾ നമുക്കറിയാം ദാവീദിന് ഭരിക്കുവാൻ ഒരു കൊട്ടാരമുണ്ടായിരുന്നു, ഒരു സിംഹാസനമുണ്ടായിരുന്നു, പടനായകന്മാരുണ്ടായിരുന്നു, അവിടെ വാളും പരിചയം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ യോഹന്നാൻ സ്നാപകൻ യേശുവിനെ അഭിഷേകം ചെയ്തപ്പോൾ സ്നാപക യോഹന്നാൻ ഒരു സംശയം, എന്തുകൊണ്ട് യേശുക്രിസ്തു ഒരു രാജാവിനെ പോലെ പെരുമാറുന്നില്ല? നമുക്കറിയാം രാജാവിൻ്റെ രാജാവെന്ന് പറഞ്ഞാൽ മനുഷ്യൻ്റെ ഇടയിൽ വ്യത്യസ്തനല്ലേ, ഒരു ഭരണകർത്താവിനെ പോലെ അധികാരം പിടിച്ചടക്കി യുദ്ധം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ സ്നാപക യോഹന്നാൻ ഉള്ളത്തിലൊരു സംശയം, വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്നൊരു ചോദ്യം. യേശു തന്നെയാണോ, ഇത് ഒറിജിനൽ ആണോ എന്ന രീതിയിലാണ് ഒരു ചോദ്യം തൻ്റെ ശിഷ്യന്മാരുടെ അടുക്കലേക്ക് പറഞ്ഞ് യേശുവിൻ്റെ അടുക്കലേക്ക് ഈ ചോദ്യവുമായിട്ട് സ്നാപക യോഹന്നാൻ തൻ്റെ ശിഷ്യന്മാരെ അയച്ചു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മറുപടി കേട്ടോണേ. ആ പുരുഷന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നു, വരുവാനുള്ളവൻ നീയോ എന്നുള്ള ക്വസ്റ്റ്യൻ മാർക്ക് കണ്ടോ? അല്ല, ഞങ്ങൾ മറ്റൊരുത്തനെ കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ സ്നാപകൻ ഞങ്ങളെ നിൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ അടുക്കലേക്ക് ഈ ചോദ്യവുമായിട്ട് അവർ വന്നു. അപ്പോൾ അവരുടെ അടുത്തേക്ക് വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും അവിടെയുള്ള മറുപടി നിങ്ങൾ പറ, എങ്ങനെ ആയിരിക്കണം? നീ തന്നെയാണോ രാജാവെന്ന് ചോദിച്ചാൽ മറുപടി എന്തായിരിക്കണം? യേശു ക്രിസ്തുവിൻ്റെ മറുപടി എന്തായിരിക്കണം? ഞാൻ തന്നെയാണ് രാജാവ്. ഞാൻ തന്നെയാണ് രാജാവ്. ഞാൻ തന്നെയാണ് രാജാവെന്നാണ് അവിടെ പറയേണ്ടത്, അല്ലേ? പക്ഷേ ഇവിടെ നോക്കിക്കേ, യേശുക്രിസ്തുവിൻ്റെ മറുപടി വ്യത്യസ്തമായിരുന്നു. അവരുടെ ചോദ്യം, വരുവാനുള്ളവൻ നീയോ ഞങ്ങൾ മറ്റൊരുത്തിന് വേണ്ടി കാത്തിരിക്കണമോ എന്ന് ചോദിപ്പാൻ സ്നാപക യോഹന്നാൻ ഞങ്ങളെ നിൻ്റെ അടുക്കലേക്ക് അയച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവൻ വ്യാധികളും ദണ്ഡനകളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകുകയും ചെയ്തിട്ട് അവരോട്, കുരുടൻ കാണുന്നു, കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമായിരിക്കുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രന്മാരോട് സുവിശേഷം അറിയിക്കുന്നു എന്നിങ്ങനെ നിങ്ങൾ കാണുകയും കേൾക്കുകയും ചെയ്യുന്നത് യോഹന്നാനെ അറിയിപ്പിൻ. എന്നാൽ എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. ഇവിടെ നിങ്ങൾ നോക്കിയേ, നിങ്ങളിപ്പോൾ പറഞ്ഞല്ലോ മറുപടി. സാധാരണഗതിയിൽ നമ്മൾ പറഞ്ഞത് ഞാൻ തന്നെ അല്ലെങ്കിൽ ഞാനാണ് എന്ന് പറയേണ്ട സ്ഥാനത്ത് യേശുക്രിസ്തു പറയുന്ന വാക്ക് നോക്കിക്കേ. കർത്താവ് പറയുകയാണ്, ആ നാഴികയിൽ നോക്കിക്കേ, ആ നാഴികയിൽ യേശു പറഞ്ഞു, ആ രോഗികളെ, മുടന്തൻ തുള്ളുന്നു, ചെകിടൻ കേൾക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമാകുന്നു, വ്യാധികൾ സൗഖ്യമാകുന്നു, മരിച്ചവർ ഉയർക്കുന്നു, ഇത് പോയി യോഹന്നാനോട് പറയാൻ പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്താണ്? ഉത്തരം വ്യത്യസ്തം. യെസ് ആർ നോ എന്നൊരു ക്വസ്റ്റ്യൻ ചോദിച്ചു വന്നയാളോട് വലിയൊരു ഉത്തരം പോലെ യേശു പറഞ്ഞു വിടുവാണ്, നിങ്ങളിത് കാണുന്നതും കേൾക്കുന്നതും പോയി യോഹന്നാനെ അറിയിക്കണം.
എന്തായിരിക്കാം കാരണം? യോഹന്നാനെ താങ്കൾ വിചാരിച്ചത് ഭൂമിയിൽ ദാവീദിനെ പോലെ കുതിരപ്പുറത്ത് വന്ന് എല്ലാവരോടും റോമൻ ഗവൺമെൻറ്റോട് യുദ്ധം ചെയ്ത് എല്ലാവരെയും തോപ്പിച്ച് യഹൂദൻ്റെ അടുക്ക വന്ന് യെരുശലേമിനെ ആസ്ഥാനമാക്കി രാജാവിനെ പോലെ ഭരിച്ച് ദാവീദ് ചെയ്തതുപോലെയൊക്കെ ചെയ്യുമെന്നാണ് ഇദ്ദേഹം വിചാരിച്ചത്. അല്ല, യേശു ലോകത്തിൻ്റെ രാജാവാണ്. യേശു ക്രിസ്തു ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വേണ്ടി വന്നിരിക്കുന്നത് ദൈവരാജ്യമാണ്. ഇനി നിങ്ങൾ താഴേക്ക് വരുമ്പോൾ കാണാൻ പറ്റും, ഒരു വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടൊന്ന് പോണേ. നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വചനത്തിൻ്റെ ശക്തി വലിയ പ്രവൃത്തികളാൽ ദൈവം ചെയ്യുവാനിടയായിത്തീരും. ആമേൻ. എന്നിട്ട് കർത്താവ് കുറേ കാര്യം യോഹന്നാൻ സ്നാപകനെ പറ്റി പറയുവാണ്. എന്നിട്ട് ഒരു വാക്കുകൊണ്ട് എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. നോക്കിക്കേ, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ എന്ന് ഉത്തരം പറഞ്ഞു. എന്നിട്ട് ഏറ്റവും ഒടുവിൽ സ്നാപക യോഹന്നാനെ പറ്റി കുറേ കാര്യം പറഞ്ഞിട്ട് പറയുകയാണ്, സ്ത്രീകളിൽ നിന്നും ജനിച്ചവരിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. കണ്ടോ, സ്ത്രീയിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ വേറെ ആരുമില്ല. പക്ഷേ ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവനോ യോഹന്നാനേക്കാൾ വലിയവനെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. ഇപ്പോൾ ഇവിടെ നോക്കിയേ, ദൈവരാജ്യം അഥവാ കിങ്ഡം. അപ്പം കിങ്ഡം, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ സ്ത്രീയിൽ നിന്നും ജനിച്ചവരെക്കാൾ യോഹന്നാനേക്കാൾ വലിയവനില്ലെങ്കിൽ അവനേക്കാൾ വലിയവനാണ് ദൈവരാജ്യം. അപ്പോൾ യേശു ക്രിസ്തു ഭൂമിയിൽ ദൈവരാജ്യം സ്ഥാപിക്കാൻ വേണ്ടി വന്നയാളാണ്. നിങ്ങൾ ഓർത്തോണേ, ദൈവം ഏദേൻ തോട്ടത്തിൻ്റെ അകത്ത് മനുഷ്യനെ നിർമ്മിച്ചു. ഉൽപ്പത്തി പുസ്തകം നാം വായിക്കുമ്പോൾ ബൈബിൾ ഒരു വാക്യമുണ്ട്, നീ സകലത്തിൻ്റെ മീതെ മൃഗജാതി, ഇഴജാതി, ആകാശത്തിൻ്റെ മേലും പക്ഷികളുടെ മേലും മൃഗത്തിൻ്റെ മേലും സകലത്തിൻ്റെ മീതെ വാഴുക എന്ന് കൽപ്പിച്ചു. റെയിൻ ഓവർ, സകലത്തിൻ്റെ മീതെ നീ വാഴുക എന്ന് പറഞ്ഞു. ഇതൊരു ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനമായിരുന്നു. അതായത് ഏദൻ തോട്ടത്തിൽ ആദത്തിൻ്റെയും ഹവ്വായുടെയും കാൽ കീഴിലായിരുന്നു സകലതും. അതാണ് റെയിൻ ഓവർ എന്ന് പറഞ്ഞാൽ വാഴുക. അത് രാജാക്കന്മാരുപയോഗിക്കുന്ന ഒരു പദവാത്. പറഞ്ഞില്ല, നാട് വാഴുന്നു. നമുക്കൊരിക്കലും നമ്മുടെ പ്രധാനമന്ത്രിയെ പറ്റിയോ ഇന്ത്യൻ പ്രസിഡന്റിനെ പറ്റിയോ മുഖ്യമന്ത്രിയോ രാജ്യം വാഴുന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാര്യം അവൻ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധി ആയതുകൊണ്ട് അവർ ജനത്തെ സേവിക്കുമ്പോൾ ജനത്തെ അവരെന്ത് ചെയ്യുന്നു, നയിക്കുന്നു എന്നാണ് നമ്മൾ പറയുന്നത്, അല്ലേ? പക്ഷേ രാജഭരണമുള്ള സ്ഥലങ്ങളിൽ അവർ വാഴുകയാണ്, രാജാവ് വാഴുന്നു. അപ്പോൾ യേശു ക്രിസ്തു ദൈവരാജ്യത്തിൻ്റെ രാജാവാണ്. ദൈവരാജ്യം ഭൂമിയിൽ സ്ഥാപിക്കാൻ വേണ്ടി വന്നയാളാണ്. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ള എല്ലാ കാര്യങ്ങളെയും ഭൂമിയിൽ കർത്താവ് ഇങ്ങനെ വെളിപ്പെടുത്തുക. യോഹന്നാൻ വിചാരിച്ചത് യേശു കുതിരപ്പുറത്ത് വന്ന് സകലത്തെ പിടിച്ചടക്കുവാണെങ്കിൽ യേശു തൻ്റെ രാജ്യത്തെ ഭൂമിയിൽ സ്ഥാപിക്കുവാൻ വന്നിരിക്കുന്നു. അപ്പോൾ അതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് ഈ കാണുന്ന മൊത്തവും. അപ്പം അതിൻ്റെ അർത്ഥം എന്തുവാണ്? ദൈവരാജ്യം. നിങ്ങളെ വാക്ക് കണ്ടോ, സ്ത്രീകളിൽ നിന്ന് ജനിച്ചതിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല, ദൈവരാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ. നോക്കിക്കേ, അപ്പം ദൈവരാജ്യത്തിൽ അംഗത്വമുണ്ട്, ദൈവരാജ്യത്തിൽ പൗരത്വമുണ്ട്, ദൈവരാജ്യത്തിൽ ജനങ്ങളുണ്ട്. നോക്കിക്കേ, ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത് പോലെ, അമേരിക്ക എന്ന രാജ്യമെന്ന് പറയുന്നത് പോലെ, ബ്രിട്ടൻ എന്ന് പറയുന്ന രാജ്യമെന്ന് പറയുന്നത് പോലെ, ദുബായ് എന്ന് പറയുന്ന രാജ്യമെന്ന് പറയുന്നത് പോലെ ഒരു രാജ്യമാണ് ദൈവരാജ്യം. എന്താ വ്യത്യാസം? ഈ രാജ്യത്തിൽ ഒത്തിരി പ്രത്യേകതയുണ്ട്. ഈ രാജ്യത്തിലുള്ളവൻ രോഗത്തെ പേടിക്കേണ്ട, ഈ രാജ്യത്തിൽ ആരോഗ്യമാണുള്ളത്. കണ്ടോ? ഈ രാജ്യത്തിലുള്ളവൻ ഭൂതത്തെ പേടിക്കേണ്ട, ഈ രാജ്യത്തിലുള്ളവൻ പിശാചുക്കളുടെ മേൽ അധികാരമുള്ളവനാണ്. ഈ രാജ്യത്തിലുള്ളവൻ ദരിദ്രനല്ല, ഈ രാജ്യത്തിലുള്ളവൻ സമ്പന്നനാണ്. ഈ രാജ്യത്തിലുള്ളവൻ കരയേണ്ടവനല്ല, ഈ രാജ്യത്തിലുള്ളവൻ മഹാസന്തോഷം. യേശു ജനിച്ച സമയത്ത് നമുക്കറിയാം, മാലാഖമാരിങ്ങനെ പറഞ്ഞാൽ, അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. ദാവീദിന്റെ പട്ടണത്തിൽ ഇതാ ഒരു മഹാസന്തോഷം ജനിച്ചിരിക്കുന്നു. കണ്ടോ? മഹാസന്തോഷം. അപ്പം ഈ സന്തോഷം, ഈ സമാധാനം, ഈ നന്മ, ഇതെല്ലാം അടങ്ങിയിരിക്കുന്ന ഒരു പാക്കേജുള്ള രാജ്യം യേശു ഭൂമിയിൽ വരികയാണ്. നമുക്കറിയാം, നമ്മുടെ നാട്ടിലൊക്കെ ഒരു പ്രോഡക്റ്റ് വിൽക്കാൻ വേണ്ടി ആദ്യമായി ലോഞ്ച് ചെയ്യുന്ന ഒരു പ്രോഡക്റ്റ്, ഞാനൊക്കെ ഓർക്കുന്നുണ്ട്, നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്തൊക്കെ ഈ മാഗി കമ്പനി അവരാദ്യമായിട്ട് ആ പ്രോഡക്റ്റ് ഇറക്കുന്ന സമയത്ത് സ്കൂളുകളിലൊക്കെ കൊണ്ടുവന്ന് ഫ്രീ മാഗി കൊടുക്കുമായിരുന്നു, സൗജന്യമായിരുന്നു. നിങ്ങൾ ഓർക്കുന്നുണ്ടോ എനിക്കറിയത്തില്ല. സ്കൂളുകളിലെല്ലാം കൊണ്ടുവന്ന് മാഗി ഫ്രീ ആയിട്ട് കൊടുക്കും.
അപ്പോൾ ഒരു പൈസയും കൊടുക്കണ്ട, എത്ര വേണമെങ്കിലും നമുക്ക് പെറുക്കിയെടുക്കാം. ആദ്യം കയ്യൂക്കൊള്ളവൻ കാര്യക്കാരെന്ന് പറയുന്നത് പോലെ തന്നെ എത്ര പെറുക്കാവോ അത്രയും പെറുക്കുന്നവന് കുഴപ്പമില്ല, ഒരു പെട്ടി കൊണ്ട് വെച്ചിരിക്കുക. പിന്നെ കടകളിലേക്ക് അത് വന്നപ്പം അതിന് വില കിട്ടും അല്ലേ. ആദ്യം അത് എല്ലാ കുഞ്ഞുങ്ങൾക്കും അത് ഫ്രീ ആയിട്ട് കൊടുത്തു, പിന്നീട് അതിനൊരു വിലയിട്ടു, പിന്നെ ഓരോ കാര്യം കഴിയുമ്പോഴേക്കും അതിന് വില കൂട്ടിക്കൊണ്ടുവന്നു. അപ്പോൾ എന്തിനാണ് ഇത് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത്? ഫ്രീ ആയിട്ട് കൊടുത്തിട്ട് നമ്മൾ ആദ്യം ചിലപ്പോൾ ഈ പ്രോഡക്റ്റ് ലോഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർക്കൊരു പേടി, ഇതെന്തോ ഇങ്ങനെ ഇരിക്കുന്നു, നമ്മൾ ചോറും കറിയും കഴിച്ചു വന്നോണ്ടിരിക്കും, നമുക്ക് ആൾക്കാർക്ക് പെട്ടെന്ന് ഈ നൂഡിൽസ് എന്നൊക്കെ പറയുമ്പോഴേക്കും ഒരു പേടിയല്ലേ. അപ്പോൾ ആദ്യം അവർ ഫ്രീ കൊടുത്തിട്ട് ഇതിൻ്റെ ടേസ്റ്റ് മനസ്സിലാക്കിയിട്ട് പയ്യെ എന്ത് ചെയ്തു, ആളുകളെ വില കൊടുത്ത് മേടിക്കാൻ വേണ്ടി തുടങ്ങി. അപ്പോൾ എല്ലാ പ്രോഡക്റ്റിൻ്റെ അകത്തും ഒരു സാമ്പിൾ ഉണ്ടല്ലേ. ആ സാമ്പിൾ നോക്കിയിട്ടാണ് അകത്തും ഒരു സാമ്പിൾ ഉണ്ട്. ഇതേപോലെ തന്നെ യേശുക്രിസ്തു ദൈവരാജ്യത്തെ വെളിപ്പെടുത്തുന്നു. ഒന്നാമത്തെ അടയാളം, രോഗിയെ കാണുമ്പോൾ യേശു വിളിച്ചു പറയുകയാണ്, ദൈവരാജ്യത്തിൽ രോഗികളില്ല, ദൈവരാജ്യത്തിൽ ആരോഗ്യമുണ്ട്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആൾക്കാരും മൈൻഡ് ചെയ്യുന്ന കാര്യം എന്തുവാ, അവർ ഹോസ്പിറ്റലിൽ പോകാൻ വേണ്ടി നിൽക്കുമായിരിക്കും. അവരിങ്ങനെ രോഗിയായി മരിക്കാൻ വേണ്ടി റെഡിയായിട്ടിരിക്കുമ്പോൾ യേശു പ്രസംഗിക്കുമല്ല. പ്രോഡക്റ്റ്, ഞാൻ പറഞ്ഞല്ലോ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞ് ക്ഷമിക്കണേ, നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയാ. യേശു ദൈവരാജ്യത്തിൽ സൗഖ്യമുണ്ടെന്നും ആരോഗ്യമുണ്ടെന്നും വെറുതെ പ്രസംഗിക്കുമല്ല, ഇറങ്ങിച്ചെന്നിട്ട് രോഗിയുടെ മേൽ കൈവച്ചിട്ട് പറയും, ഞാൻ ദൈവരാജ്യത്തിൽ നിന്ന് വന്നയാളാ. കണ്ടോ, ഞാൻ ദൈവരാജ്യത്തിൽ നിന്ന് വന്നയാളാ. ദൈവരാജ്യത്തിൽ നിന്ന് വന്നവർക്ക് രോഗികളെ സൗഖ്യമാക്കുവാൻ കഴിയും. ദൈവരാജ്യത്തിൽ വന്നവന് ഭൂതങ്ങളുടെ മേൽ അധികാരമുണ്ട്. ദൈവരാജ്യത്തിൽ നിന്ന് വന്നവർക്ക് ദൈവത്തിൻ്റെ സമാധാനമുണ്ട്. ദൈവരാജ്യത്തിൽ നിന്ന് വന്നവർക്ക് ദൈവത്തിൻ്റെ സന്തോഷമുണ്ട്. നമുക്കറിയാം, നമ്മൾ ഈ ഏലിയൻസിനെ പറ്റി പഠിക്കാറുണ്ട് അല്ലേ. ഏലിയൻസ്, നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ട് ഏലിയൻസിനെ പറ്റി? അതായത് അന്യഗ്രഹ ജീവികളെ പറ്റി എത്ര പേര് കേട്ടിട്ടുണ്ട്? നമുക്കെല്ലാവർക്കും ഒത്തിരി കേട്ടല്ലേ. നമുക്കെല്ലാവർക്കും കൗതുകമുള്ള, അവിടെ ഇവിടെയൊക്കെ അതും ഇതുമൊക്കെ ഉണ്ടെന്നും പറക്കും തളിയൊക്കെ ഉണ്ടെന്നൊക്കെ നമ്മളിങ്ങനെ കേട്ട് ഉള്ളതാണോ ഇല്ലതാണോ നമുക്കറിയാത്ത വലിയൊരു സബ്ജക്റ്റ്. എങ്കിലും നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉള്ളതല്ലേ. നമ്മളെക്കാൾ കഴിവുള്ള, ഒരു സൂപ്പർ നാച്ചുറൽ എബിലിറ്റിയുള്ള, വികൃത രൂപികളായിട്ടുള്ള, പ്രകാശത്തിൻ്റെ വേഗതകളിൽ മേൽ സഞ്ചരിക്കാൻ കഴിയുന്ന കുറേ കൂട്ടം ആളുകളല്ലേ. അപ്പം യഥാർത്ഥത്തിൽ അങ്ങനെ ആൾക്കാരുണ്ട്, നമുക്കറിയത്തില്ല. സയൻസ് പറയുന്നു ഉണ്ടെന്നും ഇല്ലെന്നും പറയുന്നു. എന്നാൽ നക്ഷത്ര മണ്ഡലങ്ങളിൽ ജീവനുണ്ട്. വീണ് പോയ ദൂതന്മാരിവിടെ താമസിക്കുന്നുണ്ട്. നോക്കിക്കേ, വീണ് പോയ ദൂതന്മാരിവിടെ വാസം ചെയ്യുന്നുണ്ടെന്ന് നമുക്കവിടെ അറിയാം. ബൈബിളിൽ പല ഭാഗങ്ങളിൽ അതിനെപ്പറ്റി കോട്ട് ചെയ്യുന്നുണ്ട് അല്ലേ. അപ്പം ഇതേപോലെ ദൈവരാജ്യത്തിൻ്റെ അകത്തുള്ളവൻ ആകാശമണ്ഡലങ്ങളെയും ഭൗതിക മണ്ഡലങ്ങളെയും സകലത്തിൻ്റെ മേൽ അതുകൊണ്ടാണ് ഈ ഭൂമിയിൽ ഇങ്ങനെ ഒരു പിശാചിൻ്റെ ഇൻഫ്ലുവൻസ് ഉള്ളതുകൊണ്ടാണ് ഈ കൂടോത്രങ്ങളും ആഭിചാരങ്ങളും മന്ത്രവാദങ്ങളും ഒക്കെ ഫലിക്കുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ കേട്ടിട്ടില്ലേ? കൂടോത്രം ചെയ്യുന്നു, ആഭിചാരം ചെയ്യുന്നു, മന്ത്രവാദം ചെയ്യുന്നു, അത് ചെയ്യുന്നു, ഇത് ചെയ്യുന്നു. അപ്പം ഇതൊക്കെ ഫലിക്കുന്നതിൻ്റെ കാരണം ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന ലോകത്തിൻ്റെ പ്രോഡക്റ്റ് അല്ലാത്തൊരു സംഭവം. നമ്മൾ ഇന്നേ വരെ പിശാചിനെ കണ്ടിട്ടില്ല. പക്ഷേ പിശാചുക്കൾ വിട്ടുപോയി. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഒത്തിരി പേരുടെ വിടുതൽ കണ്ടിട്ടുണ്ട്. ദുരാത്മാക്കൾ അവരുടെ ശരീരത്തിൽ നിന്ന് വിട്ടുപോയി ഇൻസ്റ്റൻ്റായിട്ട് അവർ സൗഖ്യപ്പെട്ട സാക്ഷ്യങ്ങൾ ഞാൻ നിരവധി കണ്ടിട്ടുണ്ട്. അതായത് ഭൂതം ഒരു കുഴപ്പമില്ലാത്ത ആൾക്കാരാണ്, പ്രാർത്ഥിക്കുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ നിന്നും ഭൂതം ഇളകി മാറുന്നു. ആ ഭൂതം വിട്ടുപോയ ഉടനെ വർഷങ്ങളായിട്ടുണ്ടായിരുന്ന രോഗവും സൗഖ്യമായിരിക്കുന്നു. ഇതെനിക്ക് ആദ്യമൊക്കെ വലിയ അതിശയമായിരുന്നു. ഇതെന്ത് പരിപാടിയാ? അവരുടെ ശരീരത്തിൽ നിന്നോ എന്തോ ഒന്ന് ബഹളം വെച്ച് ഇറങ്ങിപ്പോയപ്പോൾ വർഷങ്ങളായിട്ടുള്ള രോഗവും വിട്ടങ്ങ് പോയി. കണ്ടോ? അപ്പം നമ്മുടെ ലോകത്തിന് അത് എക്സ്പീരിയൻസ് അല്ലാത്ത ഒരു കാര്യം. അപ്പം ഈ ദുരാത്മാക്കൾക്കൊരു ലോകമുണ്ട്, അത് മനുഷ്യൻ്റെ മേൽ അവർക്ക് അധികാരമുണ്ട്. പക്ഷെ യേശു പ്രസംഗിക്കുന്ന ദൈവരാജ്യത്തിൽ മനുഷ്യൻ്റെ മേലും പിശാചുക്കളുടെ മേലും സകലത്തിൻ്റെ മേലും അധികാരമുണ്ട്. അപ്പം ഈ രാജ്യത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുവാനും ഈ രാജ്യത്തിലേക്ക് നമ്മളെ കയറ്റുവാനും വേണ്ടിയാണ് യേശു മനുഷ്യനായി ഇറങ്ങി വന്നത്. എന്നിട്ട് മനുഷ്യനെ പോലെ പ്രസംഗിക്കുകയാണ്. നോക്കിക്കേ, വീണ്ടും ജനിച്ചാൽ നിങ്ങൾക്കും ഈ രാജ്യത്തിൽ കയറാം. ഈ രാജ്യത്തിൽ ഏറ്റവും ചെറിയവൻ യോഹന്നാൻ, അതായത് സ്ത്രീകളിൽ നിന്നും ജനിച്ച യോഹന്നാൻ പ്രവാചകനേക്കാൾ വലിയവനാണ് ഈ രാജ്യത്തിലെ ഏറ്റവും ചെറിയവൻ. ആമേൻ. അപ്പോൾ നോക്കിക്കേ, അതുകൊണ്ടാണ് നിങ്ങൾ രോഗം വന്നാൽ
രോഗം അല്ല നിങ്ങളുടെ രാജ്യം. നിങ്ങളിത് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫ് എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലേ. പലപ്പോഴും ഞാൻ വിശ്വാസ ജീവിതത്തിൽ വന്നപ്പം ഞാൻ നിങ്ങളെപ്പോലെ തന്നെ കയ്യടിയും പ്രാർത്ഥനയും സ്തോത്രവും ഹാലേലുമായിട്ട് ഞായറാഴ്ച പ്രാർത്ഥനയ്ക്ക് പോകുന്നു, ഇനി എവിടെയെങ്കിലുമൊക്കെ വെള്ളിയാഴ്ച പ്രാർത്ഥന ഉണ്ടെങ്കിൽ അതും കൂടുന്നു, ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്ന ഒരു സാധാരണ വിശ്വാസിയായിരുന്നു. അപ്പോൾ എൻ്റെ അകത്തൊരു ചോദ്യമുണ്ടായി, ഇങ്ങനെ ഈ പാട്ടും പാടി മാത്രം നടന്നാൽ പോരല്ലോ, ദൈവവചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നത് മുഴുവനും എങ്ങനെയാണ് കാണുന്നത്? അസാധാരണമായ കാര്യങ്ങളെപ്പറ്റി പറയുന്നത് മോശയിലൂടെയും ഏലിയാവിൻ്റെ കൂടെയും ഈ യോശുവയുടെ കൂടെയൊക്കെ സംഭവിച്ചു. എന്തുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഇത് കാണാൻ പറ്റുന്നില്ല? നമ്മൾ കൈയടിക്കുന്നുണ്ട്, സ്തോത്രം പറയുന്നുണ്ട്, യേശു വേഗം വരുമെന്ന് പറയുന്നുണ്ട്, ഇതെന്തുകൊണ്ട് പ്രാക്ടിക്കൽ ലൈഫിലേക്ക് നമുക്ക് വരുന്നില്ല? അത് നല്ലൊരു ചോദ്യമായിട്ട് ഞാൻ ഇന്ന് വിശ്വസിക്കുന്ന കാര്യം. ആ ചോദ്യമാണ് നമ്മളെ ഇന്ന് വലിയൊരു കൂട്ടായ്മയിലേക്ക് പരിശുദ്ധാത്മാവ് കൊണ്ടുവരുവാൻ ഇടയായി തീർന്നത്. യൂട്യൂബിലൊക്കെ ലൈവിൽ കാണുന്നവർ, ഫേസ്ബുക്കിൽ കാണുന്നവർ, നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷനിലോ കമൻറ്റ് ബോക്സിലോ എവിടെയെങ്കിലും പ്രാർത്ഥനയുടെ ഒരു ലിങ്ക് ഉണ്ട്, അതിൽ പ്രസ് ചെയ്യുക, അല്ലെങ്കിൽ പാസ്വേഡ് കൊടുക്കുക, നേരെ ഇങ്ങോട്ട് കയറിപ്പോരുക. ആമേൻ, ഹല്ലേലൂയ. നോക്കിക്കേ, ഇവിടെ സ്ത്രീകളിൽ നിന്നും ജനിച്ചവനിൽ യോഹന്നാനേക്കാൾ വലിയവൻ ആരുമില്ല. ഇനി ദൈവരാജ്യത്തിൻ്റെ പ്രത്യേകത യേശു പറഞ്ഞല്ലോ. അവിടെ യേശു ആദ്യം പരിചയപ്പെടുത്തുക, നിങ്ങൾ ഈ വാക്യത്തിലേക്ക് മറന്നു പോകരുത്, നമ്മുടെ ജീവിതത്തിലേക്ക് എങ്ങനെ ഇത് കൊണ്ടുവരാം. യേശു പറയുന്നു, കുരുടൻ കാണുന്നു, മുടന്തൻ നടക്കുന്നു, കുഷ്ഠരോഗി ശുദ്ധമാകുന്നു, ചെകിടൻ കേൾക്കുന്നു, മരിച്ചവർ ഉയർത്തെഴുന്നേൽക്കുന്നു, ദരിദ്രൻ സുവിശേഷം കേൾക്കുന്നു എന്നിങ്ങനെ നീ യോഹന്നാനെ പോയി അറിയിക്കണം. നോക്കിക്കേ, ഇവിടെ അടുത്ത വാക്കുണ്ടോ, അവൻ വ്യാധികളും ദണ്ഡനകളും ദുരാത്മാക്കളും പിടിച്ച പലരെയും സൗഖ്യമാക്കുകയും. കണ്ടോ, വ്യാധികൾ, അതായത് രോഗങ്ങൾ, ദണ്ഡനകൾ, ദണ്ണിക്കുക എന്ന് പറഞ്ഞാൽ ശരീരത്തെ ദണ്ണിപ്പിക്കുന്ന ഭ്രാന്ത് പോലെയുള്ള രോഗങ്ങളുണ്ട്. അതെൻ്റെ എല്ലാം പിന്നിൽ ദുരാത്മാവ് കേട്ടോ, ഡിപ്രഷനൊന്നുമല്ല, ഇതിനെല്ലാം കൊണ്ടുവരുന്ന ദുരാത്മാക്കളാണ്. ഭ്രാന്ത്, ഡിപ്രഷൻ വേറെ നമുക്കറിയാം. ഇതെല്ലാം കൊണ്ടുവരുന്ന ദുരാത്മാക്കളുണ്ട്. അപ്പോൾ ഇതിനെല്ലാം എന്ത് ചെയ്തു? അതിനെ പലരെയും യേശു സൗഖ്യമാക്കുകയും പല കുരുടന്മാർക്ക് കാഴ്ച നൽകും. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, കണ്ണാടി വെക്കുന്നവരും കാഴ്ചയില്ലാത്തവരും ഒക്കെ കൈവച്ചുകൊണ്ട് പറഞ്ഞോണേ, യേശുവിൻ്റെ ദൈവരാജ്യത്തിൽ കാഴ്ചയില്ലാത്തവരില്ല, ദൈവരാജ്യത്തിൽ രോഗികളിൽ, എൻ്റെ കൂടെ പറഞ്ഞാൽ ദൈവരാജ്യത്തിൽ രോഗിയുമില്ല, ദരിദ്രനുമില്ലെന്ന് പറ. ആമേ. പിന്നെ നമുക്ക് ദൈവരാജ്യം നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിലേക്ക് എങ്ങനെ വരും? ഞാൻ ആദ്യം തന്നെ പറഞ്ഞല്ലോ, നമ്മൾ ഈ ജനിച്ചു വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു ജീവിതം നമുക്കുണ്ട്. നമ്മുടെ ഉള്ളത്തിൽ നമ്മൾ ഈ യേശുക്രിസ്തുവിനെ, കർത്താവിനെ വചനത്തിൽ കണ്ടിട്ടില്ല, നമ്മൾ യേശുക്രിസ്തുവിനെ നേരി കണ്ടിട്ടില്ല. ദൈവത്തിൻ്റെ ഈ ലിൻസ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് ആരെങ്കിലും സൂമിലോ ലൈവിലോ കേൾക്കുന്നുണ്ട്, ലിൻസ് എന്ന് പറയുന്ന ചെറുപ്പക്കാരനുമായിട്ട് ബന്ധപ്പെട്ട് ലിൻസ് എന്നാണ് അവനെ വിളിക്കുന്നത്. ആ ലിൻസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു ചെറുപ്പക്കാരനെ കർത്താവ് സ്പർശിക്കുന്നതായിട്ട് പറയുന്നു. എൻ്റെ ഉള്ളത്തിൽ പറഞ്ഞുകൊണ്ടിരുന്നപ്പം ലിൻസിനെ ദൈവം സ്പർശിക്കുവാൻ വേണ്ടി പോകുന്നു. യേശുവിൻ്റെ നാമത്തിൽ ഞാൻ ബ്ലെസ് ചെയ്യുന്നപ്പം ഇന്ന് സൂമിലോ ലൈവിലോ ആ മകനുമായിട്ട് ബന്ധപ്പെട്ടത് ലിൻസാണ് പേര്. ആ ലിൻസിനെ ദൈവം സ്പർശിക്കാൻ വേണ്ടി പോകുന്നു. ആ കുടുംബത്തിൻ്റെ അകത്തുനിന്നും ദുഃഖ വാർത്തകൾ വിട്ടുപോകുന്നു, അത്ഭുത പ്രവൃത്തികൾ സംഭവിക്കുന്നു. ഈ ദൈവരാജ്യം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് വീണ്ടും പറയുന്നു, ഈ കൈക്കകത്ത് വേദന ഉള്ള ആരെങ്കിലും ഇപ്പോൾ എന്നെ കേൾക്കുന്നെങ്കിൽ പെട്ടെന്ന് കൈയെടുത്ത് വെച്ച്, കൈയുടെ അവിടെ ഭയങ്കര വേദന, 2 കൈയാണെങ്കിലും കൈവച്ചു. യേശുവിൻ്റെ നാമത്തിൽ ഇന്ന് വേദനകൾ ഇപ്പോൾ സൗഖ്യമാകുന്നു. കൈവച്ച് എന്നിട്ട് പറഞ്ഞു, യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ആ രോഗത്തെ ഞാൻ സ്വീകരിക്കുന്നില്ല, സൗഖ്യത്തെ ഞാൻ സ്വീകരിക്കുന്നു. കർത്താവിൻ്റെ അടിപ്പിണരുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. കൈ അവിടെ വെച്ചു. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ വേദന അവിടെ നിന്ന് വിട്ടു മാറുക കേട്ടോ. ഈ സൂമിലാണ് ആ സൗഖ്യം അനുഭവിക്കുന്നുണ്ടെങ്കിൽ ചെക്ക് ചെയ്യണേ, കൈയൊക്കെ ഒന്ന് കറക്കി നോക്കണേ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ അത്ഭുതത്തെ റിലീസ് ചെയ്യുന്നു, അത്ഭുത സൗഖ്യത്തെ റിലീസ് ചെയ്യുന്നു, അത്ഭുത വിടുതലിനെ റിലീസ് ചെയ്യുന്നപ്പോൾ യേശുവേ അങ്ങ് സ്പർശിക്കുന്നല്ലോ, അങ്ങ് അത്ഭുതം ചെയ്യുന്നല്ലോ, അങ്ങ് തൊടുന്നല്ലോ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം മ്യൂട്ട് മാറ്റി പറയാവേ. സൂമിൽ പറയാൻ വേണ്ടിയാണ് സ്ട്രേ. അതെ ബ്രദർ, എന്റെ ഇടത് കൈക്ക് ഷോൾഡർ മുതൽ ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. ഒരു മിനിറ്റ് പറഞ്ഞോട്ടെ. 6-7 മാസത്തിലേറെയായി എന്റെ ഷോൾഡർ മുതൽ കൈ കഴട്ട് വേദനയായിരുന്നു.
ആ അതിപ്പോ എനിക്ക് കൈക്ക് എങ്കിലും എന്നും പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷെ ഇന്ന് എനിക്കിപ്പോ പറഞ്ഞപ്പോ ഇപ്പൊ എന്റെ ഇടത് കൈയുടെ മുട്ടിന് ഇച്ചിരി വേദനയെല്ലാം മാറി. ഞാൻ കൈയൊക്കെ പൂർണ്ണമായിട്ടും താഴ്ത്തി മാറി, നോക്കും. ഇപ്പൊ വേദനയില്ല. വെയിറ്റ് തൂക്കുന്നതാ ഞാൻ, ബക്കറ്റും പാലും ഒക്കെ എടുക്കുന്നത് റബ്ബറിന്റെ. 6-7 മാസമായിട്ടുള്ള വേദനയായിരുന്നു. അതെ അതെ അതെ. ഇപ്പൊ ദൈവത്തിന് പ്രാർത്ഥിച്ചപ്പോ എന്നാ മഹത്വം. സംഭവിച്ചത്? ഇപ്പൊ എന്നാ സംഭവിച്ചത്? കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചു കൈ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചു നോക്കിയപ്പോ വേദനയില്ല. ഓ സ്വോത്രം. 6-7 മാസം ഉണ്ടായിരുന്ന വേദനയായിരുന്നു. റബ്ബർ പാൽ എടുക്കുന്ന ആളല്ലേ, അങ്ങനെയല്ലേ പറഞ്ഞത്? അത് ബക്കറ്റ് ഓ തൂക്കുകയൊക്കെ ചെയ്യണം. കർത്ത, ഇതാണ് ദൈവരാജ്യം, ഇതാണ് ദൈവരാജ്യം പറഞ്ഞിട്ട് 6-7 മാസമായിട്ട് ബക്കറ്റ് തൂക്കുന്ന ആളാണ്. ആ വേദന അവിടെ ഉണ്ട്. അതിപ്പോൾ കറക്കിയും തിരിച്ചും ഒക്കെ നോക്കി വേദന അവിടെ ഇല്ല. അനുഭവിക്കുന്ന മറ്റാരെങ്കിലും ഉണ്ടോ? യേശുവിൻ്റെ സൗഖ്യം നമ്മുടെ അവകാശമുണ്ടോ? ഇത് കേട്ടോണ്ടിരിക്കുമ്പോൾ തന്നെ പറഞ്ഞു പറഞ്ഞു ചാടി പറഞ്ഞു. ആ ഒരു മാസം കൊണ്ട് ഞാനും ഷോൾഡർ തൊട്ട് വേദന അനുഭവിക്കുമായിരുന്നു. എത്ര നാള്? ഷോൾഡർ മുതൽ കൈ വരെ ഒരു മാസമായി. എന്റെ തോള് ഇങ്ങനെ കൈ പൊക്കാൻ പോലും വയ്യാത്തൊരിതായിരുന്നു. ബെൽറ്റ് പോലൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കുറെ നാൾ നടന്നു. അപ്പൊ കഴിഞ്ഞ ദിവസം എനിക്ക് ഇങ്ങനെ സൗഖ്യമായപ്പോ ഞാൻ പറയാനായിട്ട് ഒരുങ്ങിയതായിരുന്നു. അപ്പോഴത്തേനും സമയം കഴിഞ്ഞു. അതുകൊണ്ട് ഞാൻ വീണ്ടും ഇപ്പൊ എങ്ങനെയുണ്ട്? വേദന എങ്ങനെയുണ്ട്? ഇപ്പം ചെറിയ ഒരു ഇതുണ്ട് ഇടയ്ക്ക്. ഓ പോരാ പോരാ പോരാ, പൂർണ്ണ സൗഖ്യം വേണം. പോരാ, പൂർണ്ണ കൈവച്ചു നിർത്തരുത്. ആശ്വാസമല്ല, അത്ഭുതമാണ് നമ്മുടെ അവകാശം. പൂർണ്ണ സൗഖ്യമാണ്. കൈവച്ചു. എനിക്കത് പൂർണ്ണമാക്കണമെന്ന് യേശുവിന് അത് കൽപ്പിച്ചു. സൗഖ്യം നമ്മുടെ അവകാശമാണ്. നന്ദി യേശു. മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? പൂർണ്ണ സൗഖ്യം. പറഞ്ഞു. ഒരു കൊല്ലം നല്ല ബ്രദർ, ഒരു 1.5 കൊല്ലം മറ്റായി. Does she want any pain medicine? They ordered some pain medicine. ഒരു മിനിറ്റ്, നിങ്ങളിങ്ങനെ ഒരാൾ പറയുമ്പോൾ ഒന്ന് മ്യൂട്ട് ചെയ്ത്, എല്ലാവരും ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത് പറഞ്ഞു സൗരി. പറഞ്ഞു. എവിടുന്ന് വീണതായിരുന്നു? ബൈക്കിന്ന് വീണതായിരുന്നു. വീണിട്ട് കഴുത്ത് കൈക്ക് ഇപ്പൊ ഡോക്ടർ കാണിച്ചപ്പോ പറഞ്ഞു മസിലൊക്കെ ബെൽറ്റ് വിട്ടതാണ്, അത് ഓപ്പറേഷൻ ചെയ്യണമെന്ന് പറഞ്ഞതായിരുന്നു. പക്ഷെ വേദന ഇപ്പം കുറെ ദിവസമായിട്ട് ബ്രദർ പ്രാർത്ഥിക്കുമ്പോ വേദന അവിടുന്ന് പോകും. പിന്നെ നാളെ സാക്ഷ്യം പറയണമെന്ന് പറയുമ്പോൾ ആ വേദന അവിടുന്ന് പിന്നെ എനിക്ക് അവിടെ ഉള്ളിൽ നിന്ന് ഒരു കുത്തിപ്പറിയുണ്ടാവും. പക്ഷെ ഇപ്പം പൂർണ്ണമായിട്ട് എന്റെ കൈ പൂർണ്ണ സൗഖ്യമാണ്. എങ്ങനെ മനസ്സിലായത്? സൗഖ്യമാണ് എങ്ങനെ മനസ്സിലായി? വേദന അതിനൊന്ന് ഈ ഷോൾഡറിന്റെ ഉള്ളിൽ നിന്ന് കുത്തിപ്പറിക്കുന്ന വേദനയാ ബ്രദർ. അത് എനിക്ക് എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? 1.5 കൊല്ലം നല്ല ബ്രദർ, അതിലും മേലെയായി 2 ഓ നോക്കിക്കേ, 1.5 കൊല്ലമായിട്ട് വണ്ടിയെന്ന് വീണല്ലേ, ബൈക്കേന്ന് വീണല്ലേ? ബൈക്കേന്ന് വീണ നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു. ഇപ്പൊ സൗരി പറയാണ്, പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ കയ്യിൽ നിന്ന് വേദന മാറിപ്പോയി. ദൈവരാജ്യത്തിൻ്റെ രോഗികളില്ല, ആരോഗ്യമാണ് ദൈവരാജ്യത്തിൽ. നന്ദി യേശുവേ, കൊടുത്ത സൗഖ്യത. മറ്റാരെങ്കിലും ഈ അനാവശ്യമായിട്ട് വർത്താനം പറയുന്നവരൊന്ന് ലെഫ്റ്റ് ചെയ്തേ. അനാവശ്യമായിട്ട് വർത്താനം പറയുന്നവരെല്ലാം ഒന്ന് ലെഫ്റ്റ് ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ പിന്നെ എപ്പോഴെങ്കിലും കേട്ടാൽ മതി. ഇവിടെ ആഗ്രഹിക്കുന്നവർ യേശുവിൽ നിന്ന് വലിയ പ്രവൃത്തിയെ സ്വീകരിക്കുവാൻ തയ്യാറായവർ മാത്രം നിൽക്കുക. ഞാൻ ദേഷ്യപ്പെട്ട് പറയുകയല്ല, നിങ്ങൾ ഇത് നമ്മൾ തമാശ കളിയല്ല, ദൈവരാജ്യവുമായിട്ടാണ് നിൽക്കുന്നത്. ദൈവരാജ്യത്തിൻ്റെ വലിയ പ്രവൃത്തികളെ കാണാനും അനുഭവിക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കും. ചുമ്മാ വചനം കേൾക്കാൻ വേണ്ടി വരല്ലേ, നിങ്ങൾ അനുഭവിക്കാൻ ആഗ്രഹിക്കുന്നു. ഇന്നൊരു അത്ഭുതം എനിക്ക് വേണമെന്ന് ആഗ്രഹിക്കുന്നവരുണ്ടോ? അവർ മാത്രം നിന്നോ, ഒരു കുഴപ്പമില്ല. നമ്മളുടെ എണ്ണം തികയ്ക്കുമല്ല, യേശുവായിട്ടിരിക്കുകയാണ്, കർത്താവിൻ്റെ കൂടെ ഇരിക്കുകയാണ്. അതുകൊണ്ട് അനാവശ്യമായിട്ടും വീട്ടുമായിട്ടും ഉറക്കം മാറ്റുകയും ഞാൻ 1-2 സാക്ഷ്യം കൂടെ ഉള്ളെങ്കിൽ വേഗത്തിൽ പറഞ്ഞു. ഇപ്പം വലിയ സൗഖ്യം നടന്നുകൊണ്ടിരിക്കുക. നിങ്ങൾ സ്വീകരിച്ചു. ദൈവരാജ്യം പ്രസംഗിക്കുന്നിടത്ത് അത്ഭുതം നടന്നിരിക്കും. മറ്റാരെങ്കിലും ഉണ്ടോ ശരീരത്തിൽ അനുഭവിക്കുന്നവർ ആ വേദന? പറഞ്ഞു. എന്നാ പറ്റിയത് സിസ്റ്ററെ? പിന്നെ എന്റെ ഭർത്താവിന് മെയ് മാസം വീണിട്ട് കൈക്ക് വേദന വന്നിരുന്നു. അപ്പൊ ആ വേദന ഇപ്പം പോയി. എത്ര നാളായിട്ടുള്ള ബുദ്ധിമുട്ടായിരുന്നു? കഴിഞ്ഞ മെയ് മാസം. എത്ര നാളായി? ഞാൻ 5 മാസം. മെയ് ജൂൺ 5 മാസമായി പോയി. അതായത് വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു. വീഴ്ച. ഇപ്പൊ പ്രാർത്ഥിച്ചപ്പോ എന്താ സംഭവിച്ചത്? വേദന അവരുടെ പറയണ്ട, ഉറക്കെ പറഞ്ഞു, പേടിക്കണ്ട. ഇപ്പൊ വേദന ഇല്ല അവിടെ. ഓ യേശുവേ, 6-7 മാസമായിട്ട് ആ വീഴ്ച നിമിത്തം ഉണ്ടായ വേദനയായിരുന്നു. ഇന്ന് ദൈവരാജ്യം പ്രസംഗിച്ചപ്പോൾ രോഗസൗഖ്യം. ഞാൻ പറഞ്ഞു, ചില നിയോഗങ്ങൾക്കകത്ത് നിൽക്കുമ്പോൾ ചാടി പിടിച്ചോണേ. അത്ഭുത സൗഖ്യത്തിന് നന്ദി, വേദന വിട്ടുമാറി കൃപയ്ക്ക് നന്ദി. ചാടി പറഞ്ഞു. നിങ്ങൾ ഈ സാക്ഷ്യം പറയുമ്പോൾ യേശുവിനെ ഉയർത്തും. ഒരു നാണക്കേടും വേണ്ട. പിശാചിന്റെ പ്രവർത്തികൾ അഴിക്കുകയാണ് അവിടെ.
നന്ദി യേശു. മറ്റാരും കൂടെ ഉണ്ടോ? ഞങ്ങൾക്ക് നമുക്ക് അടുത്ത സ്റ്റെപ്പിലോട്ട് കയറാൻ വേണ്ടി പോവാണ്. അടുത്ത ദൈവപ്രവൃത്തിയിലേക്ക് കയറാൻ വേണ്ടി പോകേണ്ട വേണ്ടിയാണ്. മറ്റാരെങ്കിലും ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ടോ? ഇന്ന് ആ വേദനകൾ വിട്ട് മാറിയെന്ന് പൂർണ്ണമായും അത് അനുഭവിക്കുന്നവരാരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേ, ഒന്ന് ബോഡി ചെക്ക് ചെയ്തേ. യേശുവിൻ്റെ അത്ഭുതത്തെ ഒന്ന് സ്വീകരിച്ച് ആ വേദനയോട് പറ, നിനക്ക് എൻ്റെ മേൽ അവകാശമില്ല. ഒന്ന് അനുഭവിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തേ, ബോഡി ഒന്ന് ചെക്ക് ചെയ്തേ. പറഞ്ഞു സിസ്റ്ററെ. ബ്രദറെ, എനിക്ക് 2 ഷോൾഡറിനും ഈ കൈക്കും ഒക്കെ ഭയങ്കര വേദനയായിരുന്നേ. അപ്പൊ ഇഞ്ചക്ഷൻ എടുത്ത പോലുള്ള വേദനയായിരുന്നു എന്റെ 2 കൈക്കും ഒരു 4 മാസമായിട്ട്. അപ്പം ഈ കിടക്കാനൊന്നും എനിക്ക് പറ്റത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ എന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. ഇന്ന് കൈ വെച്ച് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോ എനിക്ക് വിടുതലായി. എനിക്ക് സ്വല്പം വേദന ഉണ്ടായിരുന്നു. ഞാൻ ഇത്രയും നേരം പറഞ്ഞിരുന്നു. ഇപ്പം എനിക്ക് പൂർണ്ണമായിട്ടും വിടുതലായി. ഓ യേശുവേ, ഞങ്ങളുടെ അത്ഭുതകരത്തിന് നന്ദി, അത്ഭുതകരത്തിന് നന്ദി. യേശുവിൻ്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞിട്ട് പറഞ്ഞ 4 മാസമായിട്ട് സൂചി കുത്തുന്നത് പോലെ വേദനയായിരുന്നു. ഇന്ന് കിടക്കാൻ പോലും ബുദ്ധിമുട്ടായിരുന്നാണ് പറഞ്ഞത്. പക്ഷെ ഇന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് പൂർണ്ണ സൗഖ്യം. നോക്കിക്ക്, ദൈവരാജ്യം. നിങ്ങൾ ഈ വചനം വായിച്ച് നോക്കി. ആ നാഴികയിൽ യേശു വ്യാധികളും ദണ്ഡനകളും ദുരാത്മാക്കൾ പിടിച്ച പലരെയും സൗഖ്യമാക്കി. കണ്ടോ? നമ്മളുടെ വചനം കർത്താവ് നമ്മളെ തുറക്കുകയും ഇതിൻ്റെ അകത്ത് നിങ്ങൾ കേട്ടോ, ഈ ദാരിദ്ര്യത്തിൻ്റെ അകത്തിരിക്കുന്നവർ, കടഭാരത്തിൻ്റെ അകത്തിരിക്കുന്നവർ, സമാധാനമില്ലാതെ ഭാരപ്പെടുന്നവർ, തലമുറയോർത്ത് വ്യാകുലപ്പെടുന്നവർ എന്നെ കേട്ട് ഇന്ന് നിങ്ങൾക്കൊരു അത്ഭുതം വേണോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, എപ്പോഴും പറയത്തില്ല ബ്രദർ എന്തോ എപ്പോൾ നോക്കിയാലും ഈ അത്ഭുതം പറഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ പറയുന്നതല്ല. യോഹന്നാൻ സ്നാപകൻ നേരെ ചൊവ്വേ നല്ലൊരു ക്വസ്റ്റ്യനായിട്ട് വന്നതാ, വരുവാനുള്ളവൻ നീയോ? യെസ് ആർ നോ? യേശു പറഞ്ഞത് എന്തുവാ? നീ പോയി പറ, ദൈവരാജ്യം ഞാൻ ഭൂതങ്ങളെ ഓടിക്കുന്നു, രോഗികളെ സൗഖ്യമാക്കുന്നു, പൈശാചിക ബന്ധനങ്ങളെ അഴിക്കുന്നു, ദുരാത്മാക്കളെ ഓടിക്കുന്നു, ദണ്ഡിന അനുഭവിക്കുന്നവരെ വിടുവിക്കുന്നു. ഇത് പോയി യോഹന്നാനോട് പറഞ്ഞീ. കണ്ടോ? അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം കേൾക്കുന്ന വ്യക്തിക്കും ഇത് സംഭവിക്കും എന്നതിൻ്റെ ഡെമോൺസ്ട്രേഷനാണ് നമ്മളിപ്പോൾ കണ്ടത്. കണ്ടോ? നിങ്ങൾ കണ്ടു നോക്കിയേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ കണ്ടില്ലേ ഇൻസ്റ്റൻ്റായിട്ടുള്ള മാസങ്ങളും വർഷങ്ങളുമായിട്ടുള്ള രോഗങ്ങൾ വിട്ടുമാറുന്നത്. ഇത് നിങ്ങൾ കൈവിടരുതേ. പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നേ കിഡ്നി സംബന്ധമായുള്ള രോഗങ്ങൾ ഇപ്പോൾ പുതിയ അവയവം വരും ദൈവരാജ്യത്തിൽ നിന്ന്. ചുമ്മാ പറയുമല്ലോ കേട്ടോ. യേശു ആ നിലത്ത് തുപ്പി ചേറുണ്ടാക്കി കണ്ണിപ്പുരട്ടി ശിലോഹം കുളത്തിൽ കൊണ്ട് കഴുകാൻ പറഞ്ഞപ്പോൾ എന്നാ സംഭവിച്ചത്? ആ കാഴ്ചയില്ലാത്തവന് പുതിയ കണ്ണുണ്ടായി വന്നു. ജന്മനാ കുരുടനായവനാ. ഒരു ഓപ്പറേഷൻ ചെയ്തില്ല, യേശുവിന് കാഴ്ച കൊടുത്തു. ഇനി കേട്ടെ, ലാസർ മരിച്ചുപോയി. യേശു പറഞ്ഞു, മരിച്ചവൻ ഉയർക്കുന്നു, പോയി പറ യോഹന്നാനോട്. 4 ദിവസമായി നാറ്റം വന്ന മനുഷ്യൻ്റെ പേര് പറഞ്ഞു, ലാസർ ഇങ്ങ് കയറിപ്പോര്, മരിച്ചവൻ എണീറ്റു വന്നുവെങ്കിൽ. പ്രിയരെ, നിങ്ങൾ ഇരിക്കുന്നത് ഇവിടെയാണ്, ദൈവരാജ്യത്തിലാണ്. കാറിൻ്റെ അകത്തല്ല, വീടിൻ്റെ അകത്തല്ല. പിന്നെ എവിടെ ഇരിക്കുന്നത്? ദൈവരാജ്യത്തിലാണ്. പക്ഷെ നിങ്ങളത് വിശ്വസിക്കണം. ഈ അത്ഭുതങ്ങൾ അതിനൊരു തെളിവാണ്. അത്ഭുതങ്ങൾ എപ്പോഴും തെളിവുകളാണ്. ഒരിക്കലും അത്ഭുതം വേണ്ടെന്ന് ആരെങ്കിലും പ്രസംഗിച്ചാൽ ഇറങ്ങി ഓടിക്കോ അവരോട്. അതേ ഒറ്റ മാർഗ്ഗമുള്ളൂ, അവിടുന്ന് ഓടിക്കോണം. ആമേൻ. പൊത്തിഫറുടെ വീട്ടിൽ നിന്നും യോസേഫ് ഇറങ്ങി ഓടിയതുപോലെ ഓടിക്കോണം. ആമേൻ. കാര്യം അവർ ദൈവരാജ്യത്തിൻ്റെ വക്താക്കളല്ല, പകരം ലോകരാജ്യത്തിൻ്റെ വക്താക്കളാണ്. ഇനി ഞാൻ അടുത്ത ഭാഗത്തിലേക്ക് പോവുകയാണേ. നമ്മൾ രക്ഷിക്കപ്പെട്ട വ്യക്തി. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം ഒരു സൗകര്യം ചോദിച്ചത്, ബ്രദറെ സ്നാനം നിർബന്ധമാണോ? സ്നാനം നിർബന്ധമാണ്. സ്നാനം എനിക്ക് ഒരു കോൺഷ്യസിലേക്ക് കൊണ്ടുവരുന്നു. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുനാളിൽ ലഭിക്കുന്നതല്ല സ്നാനം. എൻ്റെ തിരിച്ചറിവ് ഇതാണ് ഞാൻ കാണുന്നത്. നമ്മുടെ ഈ മൈൻഡ്, അതായത് നമ്മൾ കേൾക്കാൻ പോകുന്ന വിഷയം തിരിച്ചറിവാണ്. അതായത് യേശു ക്രിസ്തുവിലായിരിക്കുന്ന രക്ഷിക്കപ്പെട്ട വ്യക്തി, നിങ്ങൾ രക്ഷിക്കപ്പെടുമ്പോൾ ഒരു സഭയിലോട്ട് കയറുവല്ല, നിങ്ങൾ കയറുന്നത് ദൈവരാജ്യത്തിലേക്കാണ്. എഫേസ്യ ലേഖനം പറയുന്നു, ഇരുട്ടിൻ്റെ അധികാരത്തിൽ നിന്നും നമ്മെ വിടുവിച്ച് പുത്രൻ്റെ രാജ്യത്തിലേക്ക് നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നു. അപ്പം രക്ഷിക്കപ്പെട്ടവൻ എന്താ പറഞ്ഞത് വിശ്വാസിയാകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇരുട്ടിൻ്റെ രാജ്യത്തിൽ നിന്നും ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു. നോക്കിക്കേ, അപ്പം ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്ന നിങ്ങൾ ഈ ഭൂമിയിൽ ബസ്സിലോ ഓട്ടോറിക്ഷയിലോ കാറിലോ ബൈക്കിലോ നടന്നോ ഒക്കെ പോകുന്നവരാ. നിങ്ങൾ ഈ ലോകത്തിൽ കേരളത്തിൽ ജീവിക്കുന്നവരാ. ഓണവും ക്രിസ്മസും ബക്രീദും അതും ഇതുമൊക്കെ കാണുന്നവരാ നിങ്ങൾ. എല്ലാ പെരുന്നാളുകളും ഉത്സവങ്ങളും ഒക്കെ കാണുന്നവരാ നമ്മൾ. എല്ലാ മനുഷ്യരും കാണുന്നത് പോലെ നമ്മളും കാണുന്നു. എല്ലാവരും നോക്കുന്നത് പോലെ നമ്മളും നോക്കുന്നു. എന്താ ബ്രദറെ ഇവിടെ വ്യത്യാസം? എന്താണ് രക്ഷിക്കപ്പെട്ട എൻ്റെ ജീവിതത്തിലെ വ്യത്യാസം? നിങ്ങളുടെ വ്യത്യാസം ദൈവരാജ്യത്തിലുള്ളതൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ കാണണം. അതിനൊന്നാമത്തെ അടയാളമാണ് ദൈവരാജ്യത്തിൻ്റെ ഭാഷ, അന്യഭാഷ.
രണ്ടാമത്തെ ഭാഷ അല്ലെങ്കിൽ ഒന്നാമത്തെ ഭാഷയാണ്, ഞാൻ രണ്ടാമത് പറഞ്ഞു, ഒന്നും രണ്ടും അങ്ങനെ വ്യത്യാസമില്ല. ഒരിക്കലും ഒരു കൃപാവരവും ഒരത്ഭുതവും ഒന്നും രണ്ടുമില്ല, എല്ലാം ഒന്നാണ്. ഒരു ഓർഡറിലങ്ങ് പറയുക. ഒന്നാമത്തെ ഭാഷയാണ് വിശ്വാസം. രണ്ടാമത്തെ ഭാഷയാണ് അന്യഭാഷ. അന്യഭാഷ തന്നെ 2 തരമുണ്ട്. ദൂതന്മാരുടെ ഭാഷയുണ്ട്, ദൈവത്തിൻ്റെ ഭാഷയുണ്ട്, 3 തരമുണ്ട്, മനുഷ്യൻ്റെ ഭാഷയുണ്ട്. അതിലേക്ക് ഞാൻ പോകണില്ല. അപ്പോൾ നിങ്ങൾ നമ്മുടെ കോൺഷ്യസ് മൈൻഡിലേക്ക് ദൈവരാജ്യം കൊണ്ടുവരണം. ഇനി ശ്രദ്ധിച്ചോണേ, ചിലർ പറയും, ബ്രദറെ ഞാൻ വചനം പറയുന്നുണ്ട്, എനിക്ക് അത്ഭുതം കാണാൻ പറ്റുന്നില്ല. പക്ഷെ ചിലർ പറയുന്നത്, ബ്രദറെ ഞാൻ ആ വചനം ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ, അവിടെ അത്ഭുതം ഉണ്ടായി. നിങ്ങൾക്ക് ആർക്കെങ്കിലും അങ്ങനെ സംശയം ഉണ്ടായിട്ടുണ്ടോ? ചിലർ വചനം പറയുമ്പോൾ പെട്ടെന്ന് അത്ഭുതവും, ചിലർ വചനം പറയുമ്പോൾ പെട്ടെന്ന് അത്ഭുതം നടക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കാം? ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴേലും നോക്കിയിട്ടുണ്ടോ? ഉണ്ട് ബ്രദറെ, ഉണ്ട്. ആമേൻ. നമ്മൾ പലപ്പോഴും, ഞാനും പലപ്പോഴും ഓർത്ത്, കർത്താവേ എൻ്റെ ദൈവമേ, ചില ആൾക്കാർ പെട്ടെന്ന് അവർ വചനം പറയുന്നു. അവർ പറയും, ബ്രദറെ ഞാൻ ആ വചനം പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരത്ഭുതം, ഞാൻ ആ വചനം ഏറ്റു പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ ഒരു ദൈവപ്രവൃത്തി. എന്നാൽ മറ്റു ചിലർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും അവർ മടുക്കുന്നു, ക്ഷീണിക്കുന്നു, അവർ നിരാശപ്പെടുന്നു. ശ്രദ്ധിച്ചോണേ, ഈ ദൈവരാജ്യത്തിനൊരു പ്രത്യേകതയുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞല്ലോ, ഒന്നാമത്തെ ഭാഷയാണ് വിശ്വാസം. ഈ വിശ്വാസം നിങ്ങളിൽ പ്രവർത്തിക്കുന്ന സ്ഥലമാണ് ഹൃദയം അഥവാ മനസ്സും. സ്നാപക യോഹന്നാൻ ഒരു സംശയം ഉണ്ടായി, വരുവാനുള്ളവൻ നീയോ അതോ ഞങ്ങൾ മറ്റാർക്കെങ്കിലും വേണ്ടി കാത്തിരിക്കണോ? യേശുക്രിസ്തുവിൻ്റെ മറുപടി, എങ്കിൽ ഇടറിപ്പോകാത്തവൻ ഭാഗ്യവാൻ. നോക്കിക്കേ, അപ്പോൾ ഇടറിപ്പോകുക, കൺഫ്യൂഷൻ ആകുക, നിങ്ങൾക്കകത്ത് സംശയങ്ങൾ വരിക, അങ്ങനെ എന്തെങ്കിലും വരുന്നവൻ ഭാഗ്യവാനല്ല, ഇടറിപ്പോകാത്തവൻ. യോഹന്നാൻ സ്നാപകൻ യേശുവിനെ സ്നാനപ്പെടുത്തി, ശരിയാണ്. പക്ഷെ അദ്ദേഹത്തിൻ്റെ അകത്തൊരു സംശയം, ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ സംശയം. അപ്പോൾ ഈ സംശയം വരുന്നത് എവിടെയാണ്? യഥാർത്ഥത്തിൽ നമുക്ക് സംശയവും വിശ്വാസവും ഉണ്ടാകുന്ന സ്ഥലം എവിടെയാണ്? ഒന്ന് പറയാൻ പറ്റും? സംശയവും വിശ്വാസവും വരുന്ന സ്ഥലം ഇനി കേട്ടോണേ, ഇനി ശ്രദ്ധിച്ച് കേട്ടോണേ, ഇനി കേട്ടോണേ. ഇപ്പം നിങ്ങളിത് പ്രസംഗിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒത്തിരി സംശയം വന്നു, ബ്രദറെ ഞങ്ങൾ കേട്ട പ്രസംഗങ്ങൾ പലതും അങ്ങനെയല്ല. രോഗം വന്നാൽ സാരമില്ലെന്ന് പാട്ട് പാടാൻ ഞങ്ങൾ പഠിച്ചേക്കുന്നത്. ഒരു പ്രതികൂലം വന്നാൽ ഇതെല്ലാം കഷ്ടതയാണെന്നും പിശാചിൻ്റെ ബന്ധനമാണെന്നും അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെയാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. ഒരു പ്രതികൂലം വന്നാൽ അത് സാരമില്ല, ദൈവരാജ്യത്തിൽ ഇങ്ങനെയൊക്കെയാണെന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണേ, ദൈവരാജ്യം ഇങ്ങനെയൊന്നും അല്ല. ഒന്നാമത്, ദൈവരാജ്യം നിർമ്മിച്ചിരിക്കുന്നത് തന്നെ റോമർക്ക് എഴുതിയ ലേഖനം പറയുന്നു, നീതി, പാപമല്ല, നീതി, സമാധാനം, പരിശുദ്ധ ആത്മാവിൻ്റെ സന്തോഷം. ഇത് 3 ചേരുന്നതാണ് ദൈവരാജ്യം. നമ്മൾ വീട് പണിയുമ്പോൾ പറയത്തില്ല, കട്ട, മണ്ണ്, ഭിത്തി, പെയിൻറ്റ്. ഇതേപോലെ ദൈവരാജ്യം നിർമ്മിച്ചിരിക്കുന്നത് റീത സോരിട്ടുണ്ട് 14-ാം അധ്യായം റോമാലേഖനം 14:7. നീതിയാണ്, സമാധാനമാണ്, പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷമാണ്. ഇത് 3 ചേരുന്നതാണ് ദൈവരാജ്യം. അപ്പം നീതിയുടെ പ്രത്യേകത, പിശാചിൻ്റെ ഏറ്റവും വലിയ ആയുധമാണ് പാപം. പാപം ചെയ്യുന്നവനെയാണ് ഇവന് ഫോളോ ചെയ്യുന്നത്. പാപമാണ് ഇവൻ്റെ ആയുധം. നിങ്ങൾ യേശുവിനെ കർത്താവായി സ്വീകരിക്കുമ്പോൾ ദൈവം നിങ്ങളെ നീതിമാന്മാരാക്കിയിട്ട് ദൈവരാജ്യത്തിലോട്ട് കയറ്റും. അതിൻ്റെ അർത്ഥം ഇനി പിശാചിന് നിങ്ങളെ തൊടാൻ കഴിയത്തില്ല. അതാണ് രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം എന്നൊക്കെ പറയുന്നതിൻ്റെ കാരണം. പിശാച് നിങ്ങൾക്ക് തൊടാൻ കഴിയത്തില്ല, അവന് നിങ്ങളെ പിടിക്കാൻ പറ്റത്തില്ല. കാര്യം പാപിയുടെ മേലെ അവനെ തൊടാൻ പറ്റത്തുള്ളൂ, നീതിമാനെ തൊടാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് വചനം പറഞ്ഞത്, നീതിമാൻ്റെ ശ്രദ്ധയോടെയുള്ള പ്രാർത്ഥന ഏറെ ബലിക്കും. നീതിമാന്റെ പ്രാർത്ഥനയിൽ യഹോവ ചെവി കൊടുക്കും. നീതിമാൻ എന്നേക്കും ഓർമ്മയിലിരിക്കും. നീതിമാന്റെ സന്തതി ഭൂമിയിൽ ബലപ്പെട്ട് നിൽക്കും. ഇതെല്ലാം നോക്കിക്കേ. അപ്പോൾ നീതിമാൻ എന്ന് പറഞ്ഞാൽ ദൈവവുമായിട്ട് ബന്ധത്തിലേക്ക് വരിക, അവിടെ തൊഴാൻ പറ്റത്തില്ല. ഒന്ന്, അപ്പോൾ യേശുക്രിസ്തു നമ്മളെ കയറ്റുമ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാപമോചനം നടത്തിയിട്ടാണ് കയറ്റുന്നത്, ഒന്നാമത്. രണ്ടാമത്തത് സമാധാനം. ഈ സമാധാനം 2 സമാധാനമാണ്. ബൈബിൾ പറയുന്നു, ശത്രുക്കളായിരിക്കുമ്പോൾ തന്നെ പുത്രൻ്റെ മരണത്താൽ ദൈവം നമ്മോട് നിരപ്പിച്ചു. ക്രൂശിൽ ചൊരിഞ്ഞ രക്തം കൊണ്ട് സമാധാനത്തെ ഉണ്ടാക്കി. ഇരുപക്ഷത്തെയും ദൈവം ഒന്നാക്കി, ഏകാത്മാവിനാൽ ഒന്നാക്കി. അതായത് ദൈവവുമായിട്ട് ഇനി നിങ്ങൾക്ക് സമാധാനമാണ്. അപ്പോൾ ഒന്നാമത്തത്, യേശു പറഞ്ഞു, ഞാൻ പോകുന്നു, എൻ്റെ സമാധാനം നിങ്ങൾക്ക് തന്നേച്ചു പോകുന്നു. ഇനി 3, പരിശുദ്ധയാത്മാവിൻ്റെ സന്തോഷം. ഇതെല്ലാം ശ്രദ്ധിച്ചോണേ, ഇതെല്ലാമായിട്ട് നിങ്ങൾ ദൈവരാജ്യത്തിൽ പ്രവേശിച്ചിരിക്കുന്നു.
പക്ഷെ ഇതെല്ലാം കേട്ട് ആമേൻ പറഞ്ഞു കഴിയുമ്പോഴേക്കും നിങ്ങൾ നോക്കുമ്പം നിങ്ങളുടെ വിഷയങ്ങൾ അവിടെ തന്നെ ഇല്ലേ? നിങ്ങളുടെ രോഗം അവിടെ തന്നെ കാണുന്നുണ്ടല്ലോ, നിങ്ങളുടെ പ്രശ്നങ്ങൾ അവിടെ തന്നെ കാണുന്നുണ്ടല്ലോ. ബ്രദർ പറഞ്ഞത് വേറെ, ഞങ്ങൾ അനുഭവിക്കുന്നത് വേറെ. ഇതെന്താ ബ്രദറെ രണ്ട് തരത്തിൽ നിൽക്കുന്നത്? ഇതിനെങ്ങനെയാണ് വചനത്തിൽ എഴുതപ്പെട്ടിരിക്കുന്നതിലേക്ക് നമുക്ക് പ്രവേശിക്കാൻ കഴിയുന്നത്? ഇവിടെയാണ് ശ്രദ്ധിക്കേണ്ടത്. ദൈവരാജ്യത്തിൻ്റെ ബേസ് എന്ന് പറഞ്ഞാൽ വിശ്വാസമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ബേസ് വിശ്വാസമല്ല. നിങ്ങൾക്ക് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ നിങ്ങൾ പറയും ഞാൻ ഇന്ത്യക്കാരനാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ത്യയിൽ നമുക്ക് ജീവിക്കാൻ പറ്റത്തില്ല. നിങ്ങൾ പറയും എന്നെ കണ്ടോ, ഞാൻ മലയാളം പറയുന്നു, ഹിന്ദി പറയുന്നു, കന്നഡ പറയുന്നു, തെലുങ്ക് പറയുന്നു, കണ്ടോ ഞാൻ ഇന്ത്യക്കാരനാണ്. ഒരിക്കലും പറ്റത്തില്ല. നിങ്ങൾ പറഞ്ഞു ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഇന്ത്യനാണ്, നടക്കത്തില്ല. ഇന്ത്യൻ പാസ്പോർട്ട് വേണം, ഇന്ത്യൻ ID കാർഡ് വേണം, ഇന്ത്യൻ പൗരത്വം വേണം. ഇങ്ങനെ ഒത്തിരി ഫോർമാലിറ്റികൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു വ്യക്തിക്ക് ഇന്ത്യക്കാരനെന്ന് പറയാൻ പറ്റൂ. നിങ്ങൾ സ്വയം പറയുക ഞാൻ ഇന്ത്യനാണ്. ഇപ്പോൾ ബ്രിട്ടീഷ് പാസ്പോർട്ട് എടുത്തൊരു വ്യക്തി, അമേരിക്കൻ പാസ്പോർട്ട് എടുത്ത വ്യക്തി പറയുക ഞാൻ വലിയ ഇന്ത്യനാണ് എന്ന് പറഞ്ഞ കാര്യമൊന്നുമില്ല. നിങ്ങളിപ്പോൾ ഇന്ത്യക്കാരനല്ല. കാഴ്ചയിൽ മാത്രമേ ഇന്ത്യക്കാരനുള്ളൂ. നിയമപ്രകാരം നിങ്ങൾ മറ്റൊരു പൗരനായിരിക്കുന്നു. അപ്പം നമ്മുടെ ലോകം നടക്കുന്ന സിസ്റ്റം എന്ന് പറഞ്ഞാൽ ഡിമാൻഡുകളും ഡോക്യുമെൻറ്റുകളും ഇതെല്ലാം ക്രോഡീകരിച്ചിട്ടുള്ളൊരു രാജ്യത്താണ് നമ്മൾ നിൽക്കുന്നത്. പക്ഷെ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം ഡോക്യുമെൻറ്റ്സ് അല്ല. അപ്പോൾ ദൈവരാജ്യത്തിൻ്റെ അടിസ്ഥാനം ഡോക്യുമെൻറ്റ്സ് അല്ല, ബൈ ഫെയ്ത്ത് ആണ്. അതായത് ഞാൻ ദൈവത്തിൻ്റെ മകനാണ് എന്ന് പറയുമ്പോൾ റേഷൻ കാർഡ് പറയുന്ന അല്ല നിങ്ങൾ ഇന്നയാളുടെ മോളാണ്, അല്ല ഞാൻ യേശുവിൻ്റെ മകനാണ്, ദൈവത്തിൻ്റെ മകനാണ്. അപ്പോൾ ചോദിക്കുക എന്നാ തെളിവ്? നീ ഇന്നയാളുടെ മോനാന്നുള്ള തെളിവാണല്ലോ. റേഷൻ കാർഡ് നോക്കിക്കേ, ഇനിഷ്യൽ നോക്കിക്കേ, സർനെയിം നോക്കിക്കേ. പിന്നെ എങ്ങനെ ദൈവരാജ്യത്തിൽ ദൈവത്തിൻ്റെ മകളും മകനുമാകുന്നത്? ബൈ ഫെയ്ത്ത്. യേശുവിനെ കൈക്കൊണ്ട് കർത്താവിൻ്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവ മക്കളാകുവാൻ അവൻ അവകാശം കൊടുത്തു. കണ്ടോ, ബൈ ഫെയ്ത്ത്. അപ്പോൾ വിശ്വാസം പ്രവർത്തിക്കുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. ഇവിടെ തന്നെയാണ് ഈ അവിശ്വാസവും പിറുപിറുപ്പും വേദനകളും കണ്ണുനീരുകളും നിരാശകളും പാപചിന്തകളും ഒക്കെ പ്രവേശിക്കുന്ന സ്ഥലമാണ് നമ്മുടെ മനസ്സ്. കണ്ടിട്ടില്ലേ? നമ്മുടെ മനസ്സ് വെറുതെ ഇരിക്കത്തില്ല, എപ്പോഴും എന്തേലുമൊക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കും. ഉറങ്ങുമ്പോൾ പോലും ഈ പുള്ളി സ്വപ്നത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കും. കണ്ടോ, ഈ മനസ്സിങ്ങനെ നമ്മളെപ്പോലെ മടിയനല്ല, ഇതിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കും. ഈ മനസ്സിൻ്റെ അകത്താണ്, ഹൃദയത്തിൻ്റെ അകത്താണ് വചനത്തെ നിങ്ങൾ സ്റ്റോർ ചെയ്യുന്നത്. കേട്ടോണേ. അപ്പോൾ നിങ്ങൾ ഒരു തവണ വചനം പറഞ്ഞു, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ വചനം ചെല്ലുമ്പോൾ, ലൂക്കോസ്ലീഹായുടെ സുവിശേഷം നമ്മൾ ഇന്നലെ കേട്ടു, ദൈവത്തിൻ്റെ വചനം മുള്ളിനിടയിൽ വീണ വചനമുണ്ട്. മുള്ളിനിടയിൽ വീണ വചനം. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ മുള്ള്, ഈ വിത്ത് ഇങ്ങനെ വളർന്നു വരുന്ന സമയത്ത് മുള്ള് അതുകൊണ്ട് കുത്തും. മുള്ള് കുത്തി 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 എന്ത് ചെയ്യും? ഈ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നതിനെ അവിടെ എന്ത് ചെയ്യും? നശിപ്പിച്ച് കളയും. ഇതേപോലെ നമ്മുടെ ഹൃദയത്തിൽ മുള്ളുകളുണ്ട്, നമുക്കറിയത്തില്ല കേട്ടോ. ഈ മുള്ള് എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങൾ ഈ വചനം പറയുന്ന സമയത്ത് ഈ മുള്ള് കുത്തും. ഞാൻ പറയാം, ലൂക്കോസിൻ്റെ സുവിശേഷം 8-ാം അധ്യായം അതെടുത്തിട്ടോ അങ്ങോട്ടോ, അല്ലെങ്കിൽ നിങ്ങൾ ചിലപ്പം സംശയം വരും. ലൂക്കോസ് 8-ാം അധ്യായത്തിൻ്റെ 7-ാം വാക്യത്തിലേക്ക് ഒന്ന് പോയിട്ട് ഓടി വരാവേ. യേശു പറഞ്ഞ ദൈവരാജ്യം എങ്ങനെയാണ് നമ്മുടെ പ്രാക്ടിക്കൽ ലൈഫിൽ കൊണ്ടുവരുന്നത്? 8-ാം വാക്യം അല്ലേ, ലൂക്കോസിൻ്റെ സുവിശേഷം. ഒരു മിനിറ്റ്. ആമേൻ. ഒരു സെക്കൻഡ്, ഒന്ന് സൂം കൂടിപ്പോയി. ഈ ദൈവരാജ്യത്തിൻ്റെ ഒരു മർമ്മങ്ങളെ നമുക്കൊന്ന് കാണാം. നോക്കിയേ, ഇവിടെ നിങ്ങൾ നോക്കിയേ, മറ്റു ചില നല്ല നിലത്ത് വീണു, മുള്ള് മുളച്ച് തൊട്ട് മുളത്തെ വാക്കി മുള്ളിനിടയിൽ വീണു. മറ്റു ചിലത് പാറമേൽ വീണു, മുളച്ച് നനവില്ലാതെ കൊണ്ട് ഉണങ്ങിപ്പോയി. മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു. കണ്ടോ, മറ്റു ചിലത് മുള്ളിനിടയിൽ വീണു, മുള്ളും കൂടെ മുളച്ചു, അതിനെ ഞെരുക്കിക്കളഞ്ഞു. അപ്പം നിങ്ങൾ ഈ വചനം പറയുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മുള്ളുകളുണ്ട്. ഈ മുള്ളുകൾ എന്ത് ചെയ്യുമെന്നറിയാമോ? ഈ മുളച്ചു വരുന്ന വചനത്തെ ഇങ്ങനെ ഞെരുക്കും. അതെന്താണ് ഈ മുള്ളെന്ന് ഞാൻ പറഞ്ഞു തരാം. മുള്ള് അടുത്ത വാക്യത്തിൽ പറയുന്നു, മുള്ളിനിടയിൽ വീണതോ വചനം കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും, കണ്ടോ, ചിന്തകളാലും ധനത്താലും സംസാരഭോഗങ്ങളാലും ഞെരുങ്ങി പൂർണ്ണമായും ഫലം കൊടുക്കാത്തവർ. കണ്ടോ, അപ്പം ഈ നമ്മുടെ ഉള്ളത്തിൽ ബൈബിൾ വചനം നമ്മൾ പറഞ്ഞുകൊണ്ട് നമ്മുടെ അകത്ത് ചിന്തകൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നമ്മൾ ഭയങ്കര
ചിന്തകൾ വരുന്ന ഹൃദയമുള്ള ആരെങ്കിലും ഉണ്ടോ? എപ്പോഴും ദുഃഖ ചിന്തകളാണ് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? എപ്പോഴും ദുഃഖത്തിൻ്റെ ചിന്തകൾ, നിരാശയുടെ ചിന്തകൾ, ഭയചിന്തകൾ, ഇങ്ങനെ വരുന്ന ആൾക്കാരെങ്കിലും ഉണ്ടോ? എപ്പോഴും നിരാശ ചിന്തകൾ വരുന്ന ആൾക്കാർ. ഉണ്ട് ബ്രദർ, ഉണ്ട്. നിങ്ങൾ പറയത്തെ എനിക്കിങ്ങോട്ട് സന്തോഷിക്കാൻ പറ്റുന്നില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? അങ്ങോട്ട് എനിക്കിങ്ങൊന്നും മനസ്സ് തുറന്ന് ചിരിക്കാൻ പറ്റുന്നില്ല. ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ കാരണം നിങ്ങളുടെ അകത്ത് ചിന്തകളുണ്ട്, അതിനകത്ത് മുള്ളുകളുണ്ട്. അപ്പോൾ ഈ മുള്ള് കടക്കുമ്പോൾ എന്നാ പറ്റുമെന്ന് വെച്ചാൽ നിങ്ങൾ വചനം പറയുന്നതെങ്കിലും നമ്മുടെ ചിന്ത വളരെ പ്രധാനപ്പെട്ടതാണ് വിശ്വാസ ജീവിതത്തിൽ. ഈ ചിന്തകൾ ഇതിനെ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഈ മുള്ളുകൊണ്ട്, ഈ മുള്ളാകുന്ന ചിന്തകൾ ധനത്താലും സംസാരബോഹങ്ങളാലും ഞെരുക്കിക്കളയും കേട്ടോ. നമ്മൾ പല അവിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുമ്പോഴും ചിന്തകളാലും ഈ പല കാര്യങ്ങൾ ഇതിനെ ഞെരുക്കിക്കളയും, ഇതിനെ മുള്ളുകൊണ്ട് കുത്തും. അപ്പോൾ ഇതെന്താ സംഭവിക്കുന്നത് വെച്ചാൽ നമുക്ക് വചനം നമ്മൾ പറയുന്നതെങ്കിലും നമ്മൾ പറയത്തില്ലേ, ഈ നമ്മൾ ചില ആൾക്കാർ മൊബൈലിൽ നോക്കിക്കൊണ്ട് നടക്കുമ്പോഴേക്കും അവർ സിഗ്നൽ നോക്കത്തില്ല, ഒന്നും നോക്കത്തില്ല, വേറെ ഏതോ ലോകത്താണ് ജീവിക്കുന്നത്. അവർ മൊബൈലും പിടിച്ചുകൊണ്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഇടിച്ചാലൊന്നും അവരറിയത്ത് പോലുമില്ല. വണ്ടി ഇടിക്കുമ്പോഴവരറിയുന്നത് വണ്ടി ഇടിച്ചു എന്ന്. അയ്യോ, ഞാൻ വഴി ക്രോസ് ചെയ്യുവാണോ? അപ്പോൾ അവരുടെ മനസ്സ് വേറെ എങ്ങോട്ടും, യാത്ര വേറെ എങ്ങോട്ടുമാണ്. നമ്മൾ വചനം പറയുമ്പോൾ നമ്മുടെ മനസ്സും ചിന്തകളും ഒരേപോലെ എത്തുന്ന ടൈമിലാണ് ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. ഒന്നുകൂടെ ഞാൻ പറയാം, മനസ്സും ചിന്തയും ഒരേപോലെ എപ്പോഴാണോ വർക്ക് ചെയ്യുന്നത് അവിടെയാണ് ഫെയ്ത്ത് വർക്ക് ചെയ്യുന്നത്. ആവർത്തന പുസ്തകം 6-ാം അധ്യായത്തിൽ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്, 6:6 പറയുന്നു, ഇന്ന് ഞാൻ നിന്നോട് കൽപ്പിച്ചിരിക്കുന്ന ഈ വചനമൊക്കെ നിന്റെ ഹൃദയത്തിൽ ഇരിക്കണം. നോക്കിക്കുക, അപ്പോൾ ഹൃദയത്തിൽ മുള്ളുള്ള ആരും മറക്കരുതേ. ഹൃദയത്തിൽ മുള്ളുണ്ട്, ഈ വചനം ഹൃദയത്തിൽ ഇരിക്കണം. അവയെ നിന്റെ മക്കൾക്ക് നീ ഉപദേശിച്ചു കൊടുക്കണം. നീ വീട്ടിലിരിക്കുമ്പോഴും വഴി നടക്കുമ്പോഴും എഴുന്നേൽക്കുമ്പോഴും അവയെപ്പറ്റി സംസാരിക്കണം. നോക്കി, അവയെ പറ്റിയേ സംസാരിക്കാവുള്ളൂ. അപ്പോൾ ഈ മുള്ളുള്ളവർക്ക് എന്ത് സംബന്ധം? മുള്ള് കുഴപ്പമല്ല, നിങ്ങൾ കുഴപ്പക്കാരെന്നല്ല ഞാനീ പറയുന്നത്. ഈ ചിന്തകൾ നമ്മുടെ അകത്തോട്ട് വരുമ്പം നമ്മൾ പറയുന്ന വചനത്തെ ഇത് കുത്തിക്കൊണ്ടിരിക്കും. ഇത് കുത്തുമ്പം നമുക്ക് വചനം പറയുമ്പോൾ നമുക്ക് ആവശ്യം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസം പ്രവർത്തിക്കണമെങ്കിൽ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. നമ്മൾ കാണണം. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളെ പറ്റിയുള്ള ഉറപ്പ് കയറണം. അപ്പോൾ ഈ ചിന്ത കയറിയിട്ട് നമ്മളെ അത് ബ്ലോക്ക് ചെയ്യും. അതുകൊണ്ടാണ് ആവർത്തന പുസ്തകത്തിൽ പറഞ്ഞ വാക്ക് നോക്കിക്കേ, നീ ആദ്യം ചെയ്യേണ്ടത് അവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ ആദ്യം സംസാരിക്കേണ്ടത് എന്നറിയാവോ? ഇപ്പം നിങ്ങൾ ഉദാഹരണമായിട്ട് പറയുക, നിങ്ങൾ തലമുറയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ആളുകൾ, നിങ്ങൾ ആദ്യം പറയണം, ഞാൻ ബൈബിൾ പറയുന്നു ഉദരഫലം ദൈവം തരുന്ന അവകാശമാണ്. ഇപ്പം മനസ്സ് പറയും നിനക്ക് തലമുറ ഉണ്ടാകാത്തത് എന്തോ വലിയ കുറവാണ്, എന്തോ വലിയ കുഴപ്പമാണ്. ഇതാണ് ചിന്തകൾ. നമ്മുടെ മനസ്സിങ്ങനെ നമ്മളോട് സംസാരിച്ചുകൊണ്ടിരിക്കും. ഇതിങ്ങനെ മുള്ളുപോലെ കുത്തും. ഉടനെ നിങ്ങൾ എന്ത് ചെയ്യണം? അവയെപ്പറ്റി സംസാരിക്കണം. എവയെപ്പറ്റി? ഹൃദയത്തിലിരിക്കുന്ന വചനത്തെപ്പറ്റി പറയണം. എന്താ പറയുന്നത്? എൻ്റെ ഒരു കുറവും എൻ്റെ അനുഗ്രഹത്തിന് തടസ്സമല്ല. ഞാൻ തലമുറയെ കാണും. പക്ഷെ വചനം പറയുന്നുണ്ടെങ്കിലും കാണാൻ പറ്റുന്നില്ല. എന്തുകൊണ്ടാണ് കാണാൻ പറ്റാത്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളത്തിൽ ഈ വചനവുമായി ബന്ധപ്പെട്ട് വിശ്വാസം ഒന്ന് വർദ്ധിക്കേണ്ടതുണ്ട്. അതായത് ചില മുള്ളുകൾ ഒടിയേണ്ടതുണ്ട്. ഈ മുള്ളിൻ്റെ മൊനയൊടിഞ്ഞെങ്കിൽ മാത്രമേ, മുള്ളിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ ആ മുള്ളിൻ്റെ ഷാർപ്പായിട്ടുള്ള എൻഡ് അല്ലേ, ആ ഷാർപ്പ് എൻഡ് ഒടിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ മുള്ളിന് വിലയില്ല അല്ലേ. ആ മുള്ളിൻ്റെ ശക്തി എന്ന് പറഞ്ഞാൽ അത് കൂർത്തിരിക്കുന്നതാണ്. ഇതെന്ന് ഒടിയുന്നോ അതെന്ത് ചെയ്യണം? അവിടെ നിങ്ങൾ പിന്നെ നമുക്ക് ഈസി ആയിട്ട് തലോടാൻ പറ്റും അല്ലേ. ഇതേപോലെ നിങ്ങൾ വചനം പറയുമ്പോഴും ചിന്തകളും മറ്റു കാര്യങ്ങളും എന്തു ചെയ്യും? ആ വചനം വളരുക എന്ന് പറഞ്ഞാൽ വിശ്വാസമായത് മാറുക. വചനം മാറുകയല്ല, ഞാൻ പറഞ്ഞല്ലോ, വചനത്തിന് രൂപമാറ്റം ഉണ്ടാവും. നമ്മൾ മലയാളത്തിൽ വായിച്ച വചനം ഹൃദയത്തിൽ ചെല്ലുമ്പം അത് അക്ഷരങ്ങളായിട്ടല്ല, പകരം അതിന് രൂപം മാറും. അത് വചനം ജീവനായി മാറും, ജീവൻ വിശ്വാസമായി മാറും. അപ്പോൾ അത് വിശ്വാസമായി വരുമ്പോഴാണ് സയൻസ് ആൻഡ് വണ്ടർ ഉണ്ടാകുന്നത്. അവിടെ നമുക്ക് ഇമാജിനേഷൻ ആവശ്യമാണ്. നമ്മൾ പറഞ്ഞതുപോലെ വിശ്വാസത്തിൻ്റെ ആക്ഷനുകൾ ആവശ്യമാണ്. ആമേൻ. അപ്പോൾ ഈ മുള്ള എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഉയർന്നു വരുന്ന ഈ വാക്കുകളെ ഇടിക്കും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ദൈവരാജ്യത്തിൻ്റെ മെയിൻ കീ എന്ന് പറയുന്നത് ഫെയ്ത്ത് ആണ്. വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. വിത്തൗട്ട് ഫെയ്ത്ത് ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പ്ലീസ് ഗോഡ് എന്ന് പറയുന്നത്. ദൈവത്തെ പ്രസാദിപ്പിക്കണമെങ്കിൽ വിശ്വാസം വേണം.
അപ്പം ഇത് നമ്മുടെ അകത്ത് വളർത്തിയെടുക്കുവാണ് വചനത്താൽ ദൈവം. പക്ഷെ മുള്ളുകൾ എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലൂക്കോസിൻ്റെ സുവിശേഷത്തിൽ പറയുന്നു, മുള്ള് ഇതിനെ ഇങ്ങനെ കുത്താൻ വേണ്ടി വരും. അപ്പോൾ നിങ്ങൾ ഈ വചനം പറയുമ്പോൾ ചിലർക്ക് പെട്ടെന്ന് ഈ മുള്ളൊടിഞ്ഞു പോവും. ചിലരുടെ മുള്ള് ഇച്ചിരി കട്ടിയുള്ള മുള്ളായിരിക്കും, മനസ്സിലായോ? ചില മുള്ളിന് കട്ടി കുറവായിരിക്കാം, ചില മുള്ളിന് കട്ടി കൂടുതലുണ്ടായിരിക്കാം. അപ്പോൾ അവർ പറഞ്ഞപ്പോൾ പെട്ടെന്ന് ആ മുള്ളൊടിഞ്ഞു പോയി. മനസ്സിലാകുന്നുണ്ടോ? ചില മുള്ള് കട്ടി. അപ്പോൾ ഈ മുള്ളെന്ന് പറയാൻ മനസ്സിലാക്കിക്കോണേ, നമ്മുടെ ഹൃദയത്തിൻ്റെ അകത്ത് നമ്മൾ വിളിക്കാതെ കയറി വന്നിരിക്കുന്ന ഒത്തിരി സംഭവമുണ്ട് ഹൃദയത്തിൻ്റെ അകത്ത്. ഈ ഹൃദയത്തിൻ്റെ അകത്തോടാണ് ഈ വചനം ചെല്ലുന്നത്. വചനത്തിന് നിറയണം. ഹൃദയം നിറയുന്നതല്ലോ, കണ്ടോ, ഹൃദയം നിറയുന്നതല്ലോ വായ പ്രസ്താവിക്കുന്നത്. അപ്പോൾ ഹൃദയത്തിൽ നിറയണം വചനം. അപ്പോൾ ഹൃദയത്തിൽ വചനം നിറയണമെങ്കിൽ വചനത്തിൽ ഇരിക്കാൻ സ്ഥലം വേണം. അതിൻ്റെ അകത്ത് നിങ്ങൾ എന്ത് ചെയ്യണം? വചനത്തെ നിങ്ങൾ നിറയ്ക്കണം. അതുകൊണ്ടാണ് 6:6 പറയുന്നു, ഈ വചനങ്ങൾ നിൻ്റെ ഹൃദയത്തിൽ ഇരിക്കണം. ആമേൻ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു ചോദിച്ചു കഴിഞ്ഞാൽ, നിങ്ങളുടെ ഉള്ളത്തിൽ മുള്ളുകൾ ഉള്ളത് കൊണ്ട് പലപ്പോഴും നിങ്ങൾ വചനം പറയുമ്പം മറ്റൊരാൾക്ക് ഇതേ വിഷയമായിട്ട് പോകുന്നവർക്ക് ഒറ്റയടിക്ക് അത്ഭുതം, നിങ്ങൾക്ക് അത്ഭുതം നടക്കുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് നിരാശ വന്നല്ലേ? ആരോ പറഞ്ഞത് പിശാചിൻ്റെ ബന്ധനമാണ്, ഭയങ്കര വലിയ പാടാണ്, ഇത് ഭയങ്കര വലിയ 40 ദിവസം ഉപവാസ പ്രാർത്ഥന നടന്നെങ്കിലേ കെട്ട് പൊട്ടത്തോളം എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പേടിച്ചിരിക്കുക. അപ്പോൾ നിങ്ങളിങ്ങനെ ഭാരപ്പെട്ടിങ്ങനെ സങ്കടപ്പെട്ടിരിക്കുകയാണ്. കാര്യം മനസ്സിലായോ? മുള്ളൊടിക്കാഞ്ഞിട്ടാ വിഷയം. മുള്ളൊടിയണമെങ്കിൽ മുള്ളിനേക്കാൾ നിറവ് വചനമകത്തോട്ട് കയറണം. ഹല്ലേലൂയ. ഇവിടെ നിങ്ങൾ യേശു പറയുന്ന വാക്ക് കണ്ടു നോക്കിയേ. ഇവിടെ നമുക്ക് പെട്ടെന്ന് വരാവേ. ലൂക്കോസ് ശ്ലീഹായുടെ സുവിശേഷത്തിൽ ആ വാക്ക് നോക്കിക്കേ. മുള്ളിൽ ഇടയിൽ വീണതോ എങ്കിൽ അവർ വചനം കേൾക്കുന്നവരെങ്കിലും പോയി ചിന്തകളാലും ധനത്തിൻ്റെ ഭോഗങ്ങളാലും ഞെരുക്കുക. കണ്ടോ, അവരുടെ ഹൃദയം, നമ്മൾ മനഃപൂർവ്വമല്ല, നമ്മുടെ മനസ്സിലില്ലങ്ങോട്ട് ഞെരുക്കുക. ഇതിനെ വചനത്തെ പിടിച്ച് ഞെരുക്കാൻ നോക്കുക ചിന്തകൾ. അപ്പോഴാണ് നമ്മൾ വാക്കുകൊണ്ടൊക്കെ അതുകൊണ്ടാണ് 6:6 പറഞ്ഞിരിക്കുന്നത്, അവർ പൂർണ്ണമായും ഫലം കൊടുക്കാത്തവരാ. അപ്പോൾ നിങ്ങളുടെ കുഴപ്പമായിട്ടല്ല യേശു അവിടെ പറയുന്നത്, നമുക്കിത് മനസ്സിലാക്കി തരുവാണേ. 6:6 പറയുന്നു, നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത്, നിങ്ങൾ ആദ്യം അവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ ഈ സംസാരിക്കുമ്പോഴെന്താ സംഭവം എന്ന് ഞാൻ പറഞ്ഞാൽ, നമ്മൾ എന്ത് കാര്യം സംസാരിക്കുന്നുവോ നമ്മുടെ അറ്റൻഷൻ അങ്ങോട്ട് പോകും. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? നിങ്ങൾ ഒരു കാര്യം നിങ്ങൾ പറയുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അറ്റൻഷൻ നമ്മൾ പറയുന്ന വാക്കുകളിലേക്ക് തന്നെ പോകും. അതിൻ്റെ കാര്യം എന്നറിയാവോ? നമ്മൾ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ നമ്മുടെ ബ്രെയിൻ അതിനെ റിസീവ് ചെയ്യും. അതാ പ്രത്യേകത. നമ്മൾ പല കാര്യം നമ്മൾ മനസ്സിൽ പറയുന്നത്, നമ്മൾ എന്തൊക്കെയോ കാര്യം മനസ്സിൽ ശ്രദ്ധിക്കാറുണ്ട് നമ്മൾ ഇല്ല. പക്ഷെ വാഗൊണ്ട് പറയുന്നത് നമ്മൾ പലപ്പോഴും ശ്രദ്ധിക്കുന്നുണ്ടല്ലേ? വാഗൊണ്ട് നമ്മൾ ശബ്ദം കേൾക്കുമ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് നോക്കുന്നുണ്ടോ? നിങ്ങളിപ്പം പെട്ടെന്ന് നിങ്ങൾ മൊബൈൽ നോക്കിക്കൊണ്ടിരിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്തുകൊണ്ടിരിക്കുക, പെട്ടെന്നൊരു ശബ്ദം കേട്ടു അടുക്കളയിൽ നിന്നുകൊണ്ട്, ഉടനെ നിങ്ങൾ തിരിഞ്ഞു നോക്കിയില്ലേ? അതിൻ്റെ കാര്യം എന്തുവാ? ശബ്ദത്തിന് നിങ്ങളുടെ ശ്രദ്ധയെ തിരിക്കുവാൻ കഴിയും. അപ്പോൾ നിങ്ങൾ സംസാരിക്കുമ്പോൾ നിങ്ങൾ പോലും അറിയാതെ നിങ്ങളുടെ ശ്രദ്ധ അങ്ങോട്ട് പോകും. ആമേൻ. നിങ്ങളുടെ മനസ്സ് അങ്ങോട്ട് കേൾക്കും. നമ്മുടെ മനസ്സിങ്ങനെ പ്രവർത്തിക്കുന്നത് കൊണ്ടാണ് ഈ ഭയമൊക്കെ വരുന്നത് അല്ലേ? പെട്ടെന്നൊരു പാത്രം താഴെ വീണ്, നിങ്ങളിങ്ങനെ ഒരു പാട്ടൊക്കെ പാടിയിരിക്കുമായിരുന്നു, താഴെ എന്തോ വലിയൊരു ശബ്ദം കേട്ടു, പാത്രം വീഴുന്നു വെച്ചാൽ പെട്ടെന്ന് ഞെട്ടിയില്ല, കണ്ടോ? മനസ്സിലൊരു ഭയം വന്നില്ലേ? അപ്പോൾ ആരാ ഈ അറ്റൻഷൻ കൊടുക്കുന്നത്? മനസ്സിൽ നിന്നത് വരുന്നത്. ചെവി കൊണ്ട് കേട്ടിട്ട് മനസ്സിൻ്റെ അകത്തൊരു പേടി വന്നു. ഇതേപോലെ നിങ്ങൾ പറയുമ്പോൾ മനസ്സിതിനെ റിസീവ് ചെയ്യുന്നു. അപ്പം മനസ്സിൽ ഈ മുള്ളിങ്ങനെ പൊങ്ങി നിൽക്കുക. മുള്ളു പറയുന്നു, ഇങ്ങോട്ട് വാ, ഞാൻ ഇപ്പം കുത്തിപ്പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുക. പക്ഷേ വചനത്തിൻ്റെ ശക്തിയുടെ പ്രത്യേകത, ഇത് മുള്ളിൻ്റെ മൊനയെ ഒടിക്കുന്നതാ. അതുകൊണ്ടാണ് വചനം ദൈവത്തിൻ്റെ വചനം ജീവനുള്ളതും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വടിനേക്കാൾ ഇതിന് മൂർച്ചയുള്ളതും, അത് പ്രാണനെയും ആത്മാവിനെയും സദ്ധി മജ്ജകളെയും വേർപിടിക്കും വരെ തുളഞ്ഞു ചെല്ലും. നിങ്ങളുടെ ചിന്തകളെയും നിലവുകളെയൊക്കെയും അറിയുന്നതാ വചനം. കണ്ട, ചിന്തകളെ. ആമേൻ. അപ്പോൾ യേശുക്രിസ്തു വന്നിട്ട് ദൈവരാജ്യം ഉണ്ടെന്ന് പ്രസംഗിക്കുവല്ല, പകരം യേശുക്രിസ്തു പ്രസംഗിച്ച ഉടനെ ആ രോഗിയോട് പറഞ്ഞു, ദേ ഇങ്ങോട്ട് വാ, നിന്റെ രോഗം ഇപ്പം ഞാൻ മാറ്റാൻ വേണ്ടി പോകും, കാര്യം ഞാൻ ദൈവരാജ്യത്തിലുള്ളവരാ. ഇതൊന്ന് ഡെമോൺസ്ട്രേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇപ്പം നമ്മൾ തുടക്കത്തിൽ എന്ത് ചെയ്തത്? ദൈവരാജ്യത്തെ പറ്റി പറഞ്ഞപ്പോൾ ജസ്റ്റ് നമ്മളെ രോഗസൗഖ്യത്തെ ഇപ്പോൾ കണ്ടോ? ആ സഹോദരിമാർ പറഞ്ഞില്ലേ? ഒന്ന് ആലോചിച്ച് നോക്കി. ബ്രദർ ഏതോ ഒരു കോണിലിരിക്കുക, നിങ്ങളോ ഏതോ ഒരു കോണിലിരിക്കുക. നമ്മൾ രണ്ടുപേരും എവിടെയോ ഇരിക്കുക. ആശുപത്രിയിലൊന്നുമല്ല, ബ്രദർ ഡോക്ടറും അല്ല, ഒന്നുമല്ല. പക്ഷെ അവിടെ ഇരുന്നോട്ട് കൈവെക്കും, ഇപ്പം ദൈവരാജ്യം വെളിപ്പെടാൻ വേണ്ടി പോവാന്ന് പറഞ്ഞു. ഉടനെ സഹോദരിമാർ കൈവച്ചു. ഇതിൻ്റെ പേരാ വിശ്വാസം. കണ്ടോ?
ഏതോ ഒരു ബ്രദർ ഇരുന്നുകൊണ്ട് പറയുക കൈവെക്ക് ഇപ്പം രോഗം മാറുന്നു പറഞ്ഞപ്പോൾ നിങ്ങളാണ് എന്നെ പറഞ്ഞത്, ചുമ്മാ പുള്ളി എന്തൊക്കെയോ പറയുക. പക്ഷേ അച്ചായൻ പറഞ്ഞു 6-7 മാസമായിട്ട് വീഴ്ച നിമിത്തം വേദനയായിട്ടിരിക്കുമായിരുന്നു, അവർ കൈയെടുത്തങ്ങ് വെച്ചു. എന്തുകൊണ്ടാണ് കൈ വെച്ചത്? ബൈ ഫെയ്ത്ത്. കണ്ടോ, വിശ്വാസമുള്ളത് കൊണ്ടാണ് വേദനയുടെ മേൽ കൈവച്ചത്. ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായി എങ്ങനെയാണ് ഈ ഭാഷ കൈകാര്യം ചെയ്യുന്നത്. ആ സഹോദരി പറഞ്ഞില്ലേ, ബൈക്കിൽ നിന്ന് വീണ് 1.5 വർഷമായിട്ട് വേദന കൊണ്ടിരിക്കുക, കൈയെടുത്ത് അവിടെ വെച്ചു. ബൈ ഫെയ്ത്ത്. കണ്ടോ, ബ്രദർ അത് പറഞ്ഞപ്പോൾ അതെൻ്റെ രോഗം മാറാൻ വേണ്ടിയാന്ന് പറഞ്ഞ് വിശ്വാസത്താൽ ആക്ഷൻ ചെയ്തു. സ്വന്തം കൈയെടുത്ത വേദനയുള്ള ഭാഗത്തോട്ട് വെച്ചു. ബൈ ഫെയ്ത്ത് അവിടെ ഡിക്ലെയർ ചെയ്ത്. കണ്ടോ, ഇൻസ്റ്റൻ്റ് അവിടെ സംഭവിച്ചു. ഇൻസ്റ്റൻറ്റ് ക്രിയേറ്റീവ് മിറക്കിൾസ് അവിടെ റിലീസായി. അതിൻ്റെ കാരണം എന്നാണെന്നറിയാവോ? ബൈ ഫെയ്ത്ത്. അപ്പോൾ ദൈവരാജ്യം പ്രവർത്തിക്കുന്നത് വിശ്വാസത്തിൻ്റെ ബ്ലേസിലാണ്. വിശ്വാസത്തിന് ഇപ്പം ഞാൻ ഇവിടുന്നുകൊണ്ട് പ്രവചിക്കുക, നിങ്ങളുടെ ഹൃദയത്തിലുള്ള വിഷയങ്ങൾ, നിങ്ങളുടെ കാര്യങ്ങൾ, നിങ്ങളുടെ ഓരോ കാര്യങ്ങൾ. പലരും പറയും, പണ്ടൊരു സഹോദരി പറഞ്ഞില്ല, ബ്രദർ യൂട്യൂബിൽ കേട്ട്, നിങ്ങളത് കേട്ടെന്ന് എനിക്ക് ഓർമ്മയില്ല, ഞാനത് ഓർക്കുന്നുണ്ട്. ആ സഹോദരി പറഞ്ഞു, ഈ ബ്രദർ ഇങ്ങനെ വല്ലതും ഡ്രാമ വല്ലതാണ്, നാടകം വല്ലതാണ്. കാര്യം അവിടെ ഇരുന്ന് ഓരോരുത്തരുടെ വീടിൻ്റെ അകത്തിരിക്കുന്ന കാര്യങ്ങൾ പറയുന്നു, അവരുടെ വിഷയങ്ങൾ പറയുന്നു. അവർ പറഞ്ഞത് ശരിയാ, എൻ്റെ പേരാണ്, എൻ്റെ വിഷയമാണ്, ഇത് സത്യമാണോ എന്നറിയാൻ വേണ്ടി ആ സഹോദരി എനിക്കൊന്ന് യൂട്യൂബിൽ വെച്ചോ സൂമിൽ വെച്ചോ എപ്പോഴോ കേട്ടു. ആ സഹോദരിയുടെ വീട്ടിലെ ഡീറ്റെയിൽസുകളെ ഇതേപോലെ വെളിപ്പെട്ടു. ആ സഹോദരി പറഞ്ഞു, എനിക്ക് വിശ്വാസമായി എന്ന് പറഞ്ഞ സാക്ഷ്യം നമ്മൾ കുറേ കാലം മുമ്പ് കേട്ടായിരുന്നു അല്ലേ. പലർക്കും സംശയങ്ങൾ വരുന്നു. ഇതിൻ്റെ കാര്യം ദൈവരാജ്യമാണ് നമ്മൾ ഓപ്പറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് യേശു ചെയ്യുന്നതും ഇന്നലെ ചെയ്തതും ഇന്നും ചെയ്യുന്നതും ഇനി ചെയ്യാൻ വേണ്ടി പോകുന്നതും. ആമേൻ. അപ്പോൾ നമ്മുടെ ഹൃദയത്തിൽ മുള്ളുള്ളത് കൊണ്ട് ഈ മുള്ളാണ് ലോകത്തിൻ്റെ ചിന്തകൾ. ഇത് നമ്മൾ ചിലപ്പോൾ നിങ്ങൾക്ക് അറിയത്തില്ല, ബ്രദർ എൻ്റെ മനസ്സിൽ അങ്ങനെയൊന്നും ഇല്ല എന്ന് പറഞ്ഞാലും മനസ്സ് നമ്മുടെ കൺട്രോളിലല്ല. അതുകൊണ്ടാണ് ഇന്നലെ ഒരു ബ്രദർ ചോദിച്ചില്ല, ബ്രദറെ പലപ്പോഴും മനസ്സിൽ പല ചിന്തകൾ വരുന്നു, പാപചിന്തകൾ വരുന്നു. അദ്ദേഹം പറഞ്ഞില്ലേ, നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം നിങ്ങളുടെ കൺട്രോളിലല്ല മനസ്സ്. കയ്യെ നമുക്ക് കൺട്രോൾ ചെയ്യാം അല്ലേ, കൈ കൊണ്ട് കെട്ടിവെക്കാം, പക്ഷേ മനസ്സിനെ കെട്ടിവെക്കാൻ പറ്റത്തില്ല. നമ്മൾ പോലും അറിയാതെ നമ്മുടെ മനസ്സിൽ ഒത്തിരി മുള്ള് കിടപ്പുണ്ട്. എൻ്റെ ഉള്ളിലും കാണും, നിങ്ങളുടെ ഉള്ളിലും കാണും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ആ വ്യക്തി ഒരു പ്രാവശ്യം വചനം പറഞ്ഞു, ബ്രദറെ ഞാൻ 10 പ്രാവശ്യം പറഞ്ഞിട്ടും ആ വചനം കാണാൻ പറ്റുന്നില്ല. ആ വ്യക്തിയുടെ ഒറ്റ പ്രാവശ്യം പറഞ്ഞപ്പോൾ എനിക്ക് അത്ഭുതം. ഞാനാണെങ്കിൽ 11 പ്രാവശ്യം പറഞ്ഞിട്ട് പോലും എനിക്ക് അത്ഭുതം നടക്കുന്നില്ല. ശ്രദ്ധിച്ച്, അതിൻ്റെ അർത്ഥം ചില മുള്ളുകളുടെ മൊനകൾ ഒടിയേണ്ടതുണ്ട്. ആമേൻ. അപ്പോൾ ഈ മുള്ളെന്ന് പറഞ്ഞാൽ എന്തുവാണ്? നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് കിടക്കുന്ന ചിന്ത, ആകുലതകൾ, ഇതുവരെ നമുക്ക് ഉത്തരം കിട്ടാത്ത ചില നമ്മൾ പോലും അറിയാതെ കയറിക്കൂടിയ തടസ്സമെന്ന് വേണേ പറയാം. അങ്ങനെ ചില മുള്ളുകൾ കിടപ്പുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഒന്ന് പറഞ്ഞ് കണ്ടില്ല എങ്കിൽ നിങ്ങളുടെ ഹൃദയത്തെ നിറച്ചുകൊണ്ടേയിരിക്കണം. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, കുറച്ചും കൂടെ നിറയാനുണ്ട്, കുറച്ചും കൂടെ വചനം നിറയാനുണ്ട്. ആര് ഫില്ല് ചെയ്യും? ഒന്ന് പറ. ആരായിരിക്കണം ഈ വചനം ഫില്ല് ചെയ്യേണ്ടത്? ഒന്ന് പറ. നിറയ്ക്കേണ്ട ചുമതല ആരുടെയാണ്? നിങ്ങളാണ് ഫില്ല് ചെയ്യേണ്ടത്. അപ്പോൾ നിങ്ങൾ പറയാം, ബ്രദറെ ഞാൻ പ്രാർത്ഥനയ്ക്ക് കൂട്ടിക്കൊണ്ട് വന്ന സഹോദരി എന്നെക്കാളും മുമ്പ് അത്ഭുതം കിട്ടി, ഞാനാണ് എങ്ങനെ ഇരിക്കുക? അയ്യോ സഹോദരി, കുറവല്ല കേട്ടോ, ആ സഹോദര ചെറിയ മുള്ളായിരുന്നു, നിങ്ങൾക്ക് വലിയൊരു മുള്ളുണ്ട്. അയ്യോ ബ്രദറെ ഞാൻ ഒന്നും ചെയ്യണ്ട, വെയിറ്റ് കൂട്ടിയാൽ മതി വചനത്തിൻ്റെ. ആ മുള്ളിൻ്റെ മൊന ഒടിഞ്ഞോളും. ആമേൻ. വെയിറ്റ് കൂട്ടും തോറും മുള്ളിൻ്റെ മൊന ഒടിയും. നോക്കിക്കേ, ഇവിടെ ആവർത്തന പുസ്തകം പറയും, നിങ്ങൾ അവയെപ്പറ്റി സംസാരിക്കണം. അപ്പോൾ യേശു എന്ത് ചെയ്തു? യേശു വന്നിട്ട് പറയണം, ഞാൻ ഇവിടെയുള്ള അറിയാവോ, നമുക്ക് ആ യോസേഫ് പിതാവിനെ അറിയാവോ, ആ മറിയേനെ അറിയാവോ, ഞാൻ ആ കുടുംബത്തിലെ കേട്ടോ, എന്നാ കാര്യം, ഞാൻ ഇച്ചിരി ഭജനമൊക്കെ പഠിച്ച ആളാ, എനിക്ക് ഒരു അവസരം എന്നല്ല യേശു പറഞ്ഞു. ഞാൻ ദൈവത്തിൻ്റെ മകനാന്ന് പറഞ്ഞുകൊണ്ട് യേശു വന്നത്. കണ്ടോ, ആൾക്കാർ ചിരിച്ചു, ദൈവത്തിൻ്റെ മകനോ? എനിക്കറിയാലോ, ഇതാ യോസെഫിൻ്റെയും യോഹന്നാൻ്റെയും സഹോദരനായ എനിക്കറിയാവുന്ന യേശു അല്ലേ എന്ന് പറഞ്ഞപ്പോൾ ഉടനെ യേശു എന്ത് ചെയ്തു? അവിടെ നിന്ന് 2 രോഗികളെ സൗഖ്യമാക്കിയിട്ട് പറ, നീ പറ, ഇവിടെ ഇത് തച്ചൻ്റെ മകനായ യേശുവിന് ചെയ്യാൻ പറ്റുമോ? ഇല്ല. കണ്ടോ, ഭൂമിയിൽ നിന്നും ജനിച്ച ഏതെങ്കിലും മനുഷ്യന് മരിച്ചുപോയ നാറ്റം വന്ന ബോഡീനെ എണീപ്പിക്കാൻ പറ്റുമോ? ഇല്ല. ബൈബിൾ പറയുന്ന ഒരു വിധവയുടെ മകൻ മരിച്ചു, ചെറുപ്പക്കാരനായിരുന്നു, അവൻ്റെ മഞ്ചലുമായിട്ട് നിലവിളിയോടെ വലിയൊരു റാലി വരിക, മരണയാത്ര വരിക. യേശു എതിരെ വന്നു. ലോകത്തിലെ ഒരു മനുഷ്യനും അവിടെ എന്ത് ചെയ്യാൻ പറ്റത്തില്ല, മാറിക്കൊടുക്കുക എന്നല്ലാതെ ഒന്നും ചെയ്യാനില്ല. ആ വിലാപയാത്ര വരുമ്പോൾ നമ്മൾ എന്നെ സൈഡിലോട്ട് മാറിക്കൊടുക്കും അല്ലേ? പക്ഷേ യേശു കുറുകെ നിന്നു, അതിനെതിരെ നിന്നു. എന്നിട്ട് പറഞ്ഞു, മഞ്ചൽ തൊട്ടു,
മരിച്ചവൻ എണീറ്റ് സംസാരിക്കാൻ തുടങ്ങി. കണ്ടോ, ഇത് സാധാരണക്കാരനെ കൊണ്ട് പറ്റത്തില്ല, ദൈവരാജ്യത്തിലുള്ളവനെ കൊണ്ടേ പറ്റത്തുള്ളൂ. ആമേൻ. അപ്പോൾ ദൈവരാജ്യം നിങ്ങൾ അറിയണം. എനിക്കറിയാം, ഒട്ടുമുക്കാലും ആളുകൾ, ഞാൻ ഉൾപ്പെടെ പണ്ട് പഠിച്ചിരുന്നത്, ഈ രക്ഷിക്കപ്പെടുന്നത് സഭയിൽ നിന്ന് വേറെ സഭയിലോട്ട് ചാടുന്ന പരിപാടിയാണ്. ഓക്കെ, ഇതാണ് രക്ഷയെന്നാണ് ഞാൻ പഠിച്ചിരുന്നത്. പിന്നെയാണ് മനസ്സിലായത്, ബൈബിൾ വായിക്കുമ്പോൾ ദൈവം പ്രകാശനം തന്നുകൊണ്ടാണ് മനസ്സിലായത്, നാം ദൈവരാജ്യത്തിലേക്ക് പ്രവേശിച്ചിരിക്കുന്നു. പക്ഷേ ഇങ്ങോട്ട് വന്നെങ്കിലും നമ്മൾ ജീവിക്കുന്നത് ഇപ്പോൾ ഏത് രാജ്യക്കാരനെ പോലെ? ഇന്ത്യക്കാരനെ പോലെ, അല്ലെങ്കിൽ അമേരിക്കക്കാരനെ പോലെയാ, സാധാരണക്കാരനെ പോലെയാ? അല്ല, നിങ്ങൾ പഠിക്കണം. ഈ രാജ്യത്തിലെ ഫെസിലിറ്റികളെ പറ്റി പഠിക്കണം. രോഗം വരുമ്പോൾ ഈ ലോകരാജ്യത്തിലുള്ളവൻ രോഗം വന്ന് മരിക്കുമ്പോൾ ദൈവരാജ്യത്തിലുള്ളവൻ ആരോഗ്യമുണ്ട്. ദൈവരാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണ് ആരോഗ്യം. ദൈവരാജ്യത്തിൻ്റെ പ്രോഡക്റ്റാണ് ധനവും മാനവും പുരാതന സമ്പത്തും സമൃദ്ധിയും. ദൈവരാജ്യത്തിൻ്റെ അവകാശമാണ് ഭൂതങ്ങളുടെ മേൽ ജയം. ഇതൊക്കെ നിങ്ങൾ ദൈവരാജ്യം പഠിക്കും. നമ്മൾ പലപ്പോഴും പ്രസംഗം കേട്ടിരിക്കുന്നത് ദൈവരാജ്യം സമീപിച്ചിരിക്കാൻ മാനസാന്തരപ്പെട്ട് സൂര്യത്ത് വിശ്വസിക്കുക, ഇത്രയുള്ളൂ നമ്മൾ കേട്ടിരിക്കുന്നത്. ഇതിൻ്റെ ബാക്കി ഭാഗം ഉണ്ട് കേട്ടോ. ഇതാണ് സ്നാപക യോഹന്നാനോട് പറഞ്ഞത്, നീ ആദ്യം പോയി എന്നിൽ ഇടറാത്തവൻ ഭാഗ്യവാന. ഓ യേശുവേ, ഇവിടെ കൊണ്ട് നിർത്തുക ഇന്ന്. ആമേൻ. അപ്പം നിങ്ങൾക്ക് തുടക്കമാണിത്, നമ്മൾ തുടർമാനമായിട്ടിത് ചിന്തിക്കും. ഹല്ലേലൂയ. മറന്നു പോകരുതേ, ദൈവരാജ്യത്തിലാണ് രക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒത്തിരി സാധ്യതകളുണ്ട്. നമ്മൾ പറയും, നിങ്ങൾ ഏത് സ്ഥലത്താണെങ്കിലും നിങ്ങൾ ഇതിനെ ഓപ്പറേറ്റ് ചെയ്യാൻ പഠിക്കുക. നമ്മൾ ഈ ദിവസം ഇതിങ്ങനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പഠിച്ചു. ഇപ്പം കണ്ടില്ലേ, നമ്മൾ വളരെ സിമ്പിളായിട്ടല്ലേ രോഗം സൗഖ്യമായത്? ആണമല്ലേ? നിങ്ങൾ പറയും, എന്തേലും സ്ട്രഗിൾ ചെയ്തോ? 40 അതിന് വേണ്ടി ഉപവസിച്ചോ? വല്ലതും ചെയ്തോ? നമ്മൾ ആ രോഗസൗഖ്യം കാണാൻ വേണ്ടി വല്ലതും ചെയ്തോ? ബ്രദർ വല്ല കഴിവ് ഉപയോഗിച്ചോ? നിങ്ങൾ വല്ല കഴിവ് ഉപയോഗിച്ചോ? ഇല്ല. ദൈവരാജ്യത്തെ പറ്റി കേട്ടപ്പോൾ നിങ്ങൾ വിശ്വസിച്ചു, കൈവച്ചു, സിമ്പിളായിട്ടൊരു സൗഖ്യമായി. കണ്ടോ, ഇത്രയേ ഉള്ളൂ രോഗം, ഇത്രേ ശക്തിയുള്ളവന്. കണ്ടോ, സൗകര്യം പറഞ്ഞു, 1.5 വർഷമായിട്ട് വീഴ്ച നിമിത്തം വേദന, 1.5 വർഷത്തിൻ്റെ പാരമ്പര്യമുള്ള രോഗമാണ് അത്. പക്ഷെ എന്നാ ഈസി ആയിട്ടാണ് കൈവച്ചു, സിമ്പിളായിട്ടാണ് വേദന പോയി. എത്ര നേരം നമ്മൾ പ്രാർത്ഥിച്ചു? 1-2 സെക്കൻഡ്, അത് മാറിപ്പോയി. കണ്ടോ, ഇത്രേ ശക്തിയുള്ളൂ. ദൈവരാജ്യത്തിൻ്റെ അറിവ് ഒരാളുടെ അകത്ത് കയറിയാൽ നിങ്ങളുടെ പ്രതിസന്ധികൾക്ക് ഇത്രേ സമയമേ ഉള്ളൂ വിട്ടുപോകാൻ. പക്ഷെ ഈ അറിവകത്തോട്ട് കയറണം. ഇതിന് നിങ്ങൾ എന്ത് ചെയ്യണം? ദൈവരാജ്യത്തിൻ്റെ റേഷൻ കാർഡിലോട്ട് നിങ്ങൾ മാറണം. ഞാൻ ഇന്ന് ഇതിവിടെ സ്റ്റോപ്പ് ചെയ്യുന്നു. തുടർമാനമായിട്ട് നിങ്ങൾക്കത് കേൾക്കാം. ഇന്നത്തെ നമ്മുടെ ക്ലാസ് ഒത്തിരി സമയം ഇന്ന് കയറിപ്പോയി. എൻ്റെ കൂടെ ഒന്ന് വിശ്വസിച്ചേ. പരിശുദ്ധാത്മാവേ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി നന്ദി പറയുന്നപ്പാ, അങ്ങയുടെ വലിയ കൃപയ്ക്കായി സ്തുതിക്കുന്നപ്പാ. പരിശുദ്ധാത്മാവേ, താങ്ക് യു ജീസസ് ക്രൈസ്റ്റ്. യേശുവിൻ്റെ നാമത്തിൽ ഞാനൊരു വ്യക്തി കാണുന്ന ഒരു കാഴ്ച ഞാൻ കാണുവാണ്. ആ വ്യക്തി നോക്കുമ്പോൾ സോപാനം എന്നെഴുതിയിരിക്കുന്ന ഒരു വീട്ടുപേര്, സോപാനം എന്നെഴുതിയിരിക്കുന്ന ഒരു വീട്ടുപേര് ഒരു വ്യക്തി കണ്ടിട്ട് അതിലെ ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു കാഴ്ച കർത്താവ് എന്നെ കാണിക്കുകയാണ്. സോപാനം എന്നെഴുതിയൊരു വീട്ടുപേരാണ് ഞാൻ കാണുന്നത്. ആ വ്യക്തി ആ വീട്ടുപേര് കണ്ടിട്ട് ഇങ്ങനെ പാസ് ചെയ്ത് പോകുന്നൊരു കാഴ്ച എൻ്റെ ഉള്ളത്തിൽ കർത്താവ് ഇങ്ങനെ കാണിക്കുകയാണ്. എന്നാൽ എൻ്റെ ഉള്ളത്തിൽ കർത്താവ് പറയുന്നു, ആ ഭവനത്തിൻ്റെ മേൽ ദൈവപ്രവൃത്തികളെ തുറക്കുവാൻ ദൈവം നിങ്ങളെ ഉപയോഗിക്കാൻ വേണ്ടി പോകുന്നു എന്ന് പറയുന്നു. ആ വ്യക്തിയുമായിട്ടോ ഭവനവുമായിട്ടോ ബന്ധപ്പെട്ടത് ആരാണോ, യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞു സ്വീകരിച്ചോണേ. ദൈവം നിങ്ങളെ ആ കുടുംബത്തിൽ മാനിക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ, നന്ദി കർത്താവേ. ഈ ഇടുപ്പിൻ്റെ ഭാഗത്ത് വേദനയാൽ പല സമയങ്ങളിൽ ഭയങ്കര വേദന, ഇടുപ്പിൻ്റെ ഭാഗത്ത് ഭയങ്കര വേദനയാണ്. ആ ശരീരത്തിൻ്റെ ആ ഭാഗത്ത് വേദനയുള്ളവർ കൈയെടുത്ത് വെച്ച് ഇപ്പോൾ ദൈവത്തിൻ്റെ സൗഖ്യം ശരീരത്തിൻ്റെ മേൽ നിറയുക. ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഓ യേശുവേ കർത്താവേ, ഭയങ്കര ഈ ശരീരത്തിൽ പുകച്ചിൽ പോലെ ചില അനുഭവങ്ങൾ വരുന്ന വേദനയുണ്ട്, പുകച്ചിലും വരും, ഭയങ്കര പുകച്ചിലുകൾ. ഇപ്പോൾ യേശുവിൻ്റെ നാമത്തിൽ ആ ശരീരത്തിൽ കൈയെടുത്ത് വെച്ച് എന്നിട്ട് പറ, ദൈവരാജ്യത്തെപ്പറ്റി ഞങ്ങളിപ്പോൾ കേട്ടതേ ഉള്ളൂ, ഇവിടെ രോഗത്തിന് മേൽ ജയമുണ്ട്, സൗഖ്യം എൻ്റെ അവകാശമാണ്. ഉറക്കെ പറഞ്ഞേ, രക്ഷിക്കപ്പെട്ടവരെ, ഒരു മടിയും വേണ്ട. ഇന്ത്യ മഹാരാജ്യത്ത് ജീവിക്കുന്ന വ്യക്തിക്ക്
കേരളത്തിൽ ജീവിക്കുക എന്നുള്ളത് അയാളുടെ അവകാശമാണെങ്കിൽ, ദൈവരാജ്യത്തിൽ രക്ഷിക്കപ്പെട്ടവൻ വിളിച്ചു പറ, സൗഖ്യം എൻ്റെ അവകാശമാണ്, ആരോഗ്യം എൻ്റെ അവകാശമാണ്, സമാധാനം എൻ്റെ അവകാശമാണ്, സന്തോഷം എൻ്റെ അവകാശമാണ്. യേശു എനിക്ക് വേണ്ടി നേടിത്തന്നതാണ്, ക്രൂശിലൂടെ സാധ്യമാക്കി തന്നതാണ്. ഉറക്കപ്പറ. ഇപ്പോൾ ആ രോഗബന്ധനങ്ങൾ, ഈ സമയത്ത് രോഗികളായി ഭാരപ്പെടുന്നവർ, ആരും മ്യൂട്ട് മാറ്റണ്ട, ആരും ഇപ്പം മ്യൂട്ട് മാറ്റണ്ട, ആരും മ്യൂട്ട് മാറ്റണ്ട. യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ ഇപ്പം ആരും മ്യൂട്ട് മാറ്റണ്ട. ഇപ്പം എല്ലാവരും മ്യൂട്ട് ചെയ്ത് എന്നിട്ട് പറഞ്ഞ്, യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു പറഞ്ഞ്, സൗഖ്യം എൻ്റെ അവകാശമാണ്. യേശുവേ നന്ദി കർത്താവേ. ആ രോഗബന്ധനങ്ങൾ ഇപ്പോൾ തന്നെ ശരീരം വിട്ട് മാറിയ ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ. ആ കണ്ണിൻ്റെ മേൽ കൈവച്ച് എന്നിട്ട് പറ, വർഷാവർഷം കണ്ണാടിയുടെ പവർ കൂട്ടാൻ പറ്റത്തൊന്നുമില്ല, ഇന്ന് ഇവിടെ ഞാൻ സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാഴ്ച വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു, കേൾവി വർദ്ധിക്കാൻ വേണ്ടി പോകുന്നു. നടക്കാൻ കഴിയാത്ത ആരെങ്കിലും എന്നെ കേട്ടോണ്ടിരിക്കുന്നുണ്ടെങ്കിൽ ഒന്ന് ആ കൈയെടുത്തൊന്ന് വെച്ച്, ഇനി കൈയും കാലും ചലിക്കത്തില്ലെങ്കിൽ സ്വന്തമായിട്ടൊന്ന് കേട്ടെ, ഉറക്കെ ഒന്ന് പറയാൻ പറ്റി. ഇനി പറയാൻ പറ്റത്തില്ലെങ്കിൽ ഹൃദയത്തിൽ വിളിച്ചു പറ, യേശു ഞാൻ ഓടാനും ചാടാനും നടക്കാനും ജീവിക്കാനും വേണ്ടിയുള്ള വേല ക്രൂശിൽ കൊടുത്തിരിക്കുന്നു. പറ, രോഗത്തിനോ രോഗശക്തിക്കോ രോഗത്തിൻ്റെ ദുരാത്മാവിനോ എൻ്റെ മേൽ അവകാശമില്ല. സൗഖ്യം എൻ്റെ അവകാശമാണ്, അത്ഭുതം എൻ്റെ അവകാശമാണ്. ഇപ്പോൾ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ, യേശുവിൻ്റെ നാമത്തിൽ സൗഖ്യത്തെ സ്വീകരിക്കുന്നു, അത്ഭുതത്തെ സ്വീകരിക്കുന്നു, അത്ഭുതത്തെ സ്വീകരിക്കുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ അസാധാരണമായ ദൈവപ്രവൃത്തികൾ, അസാധാരണമായ ദൈവപ്രവൃത്തികൾ സംഭവിക്കുന്നു. ഒന്ന് ചെക്ക് ചെയ്ത്, ബോഡിയിൽ ഒന്ന് ചെക്ക് ചെയ്ത്, വേദന വിട്ടുമാറുക, ആ രോഗങ്ങൾ, മുഴകൾ, ശരീരത്തിലെ മുഴകൾ വിട്ടുമാറുക, നടക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടുകൾ ഒന്ന് ചാടിക്കുക യേശുവിൻ്റെ നാമത്തിൽ, ഒന്ന് ഓടിക്കുക യേശുവിൻ്റെ നാമത്തിൽ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, ഇൻ ദ നെയിം ഓഫ് ജീസസ്. ഒന്ന് ചെക്ക് ചെയ്തേ, ബോഡിയിൽ ചെക്ക് ചെയ്തേ. ബിജു എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഭവനത്തിൽ 1994 ജനിച്ച ഒരു തലമുറ, ബിജു എന്ന് പറയുന്ന വ്യക്തിയുടെ ഭവനത്തിൽ 1994 ജനിച്ച ആൺ തലമുറയുടെ മേൽ യേശു ക്രിസ്തുവിൻ്റെ സ്പർശനം വെളിപ്പെടുന്നു. അവൻ്റെ ഭാവിയെ അടയ്ക്കുവാൻ നോക്കിയ ദുഷ്ടപിശാചിൻ്റെ പ്ലാനുകൾ ആ കുടുംബം വിട്ട് മാറിപ്പോകുന്നു. ആ കുടുംബം ഇന്ന് എന്നെ കേൾക്കുന്നുവെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സൂമിലോ ലൈവിലോ ആമേൻ പറഞ്ഞ് ആ ആലോചനയെ സ്വീകരിച്ചു. ദൈവം നിങ്ങളുടെ ഭവനത്തെ അത്ഭുതമാക്കാൻ വേണ്ടി പോകുന്നു. യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. നന്ദി പരിശുദ്ധാത്മാവേ, നന്ദി പരിശുദ്ധാത്മാവേ. ഇൻ ദ നെയിം ഓഫ് ജീസസ്, യേശുവിൻ്റെ നാമത്തിൽ. അനാവശ്യമായിട്ട് നിങ്ങൾ മൈക്ക് മ്യൂട്ട് മാറ്റല്ലേ. അല്ലാത്തവരെല്ലാം ആലോചനയിൽ ബന്ധപ്പെട്ടവർ സൂമിലുണ്ടെങ്കിൽ, നിങ്ങളുമായിട്ടത് ബന്ധപ്പെട്ടെങ്കിൽ മാത്രം നിങ്ങളല്ലേ ഞാൻ റിമൂവ് ചെയ്യേണ്ടി വരും കേട്ടോ. അല്ലാതെങ്കിൽ റിമൂവ് ചെയ്താൽ പിന്നെ വലിയ ബുദ്ധിമുട്ട് കയറാൻ. ആലോചനയുമായിട്ട് ബന്ധപ്പെട്ടവരുണ്ടെങ്കിൽ, സൂമിലുണ്ടെങ്കിൽ അത് സ്വീകരിച്ചു യേശുവിൻ്റെ നാമത്തിൽ. ഇന്ന് ആ തലമുറയെ ദൈവം തൊടുക. അല്ല, യൂട്യൂബിലാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചോ. ആ തലമുറ അടുത്തുണ്ടെങ്കിൽ അവൻ്റെ മേൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ഇല്ല എങ്കിൽ അവൻ്റെ പേര് പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ സ്വീകരിച്ചു. ഇൻ ദ നെയിം ഓഫ് ജീസസ് ക്രൈസ്റ്റ്, യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞങ്ങളിത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ നന്മയായി അത്ഭുതമായി തീർന്നല്ലോ. ശരീരത്തിൻ്റെ അകത്തൊന്ന് ചെക്ക് ചെയ്ത്, ആ ബോഡിയിലൊന്ന് ചെക്ക് ചെയ്ത്, ആ സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ, ഈ സൂമിലുണ്ടെങ്കിൽ, ഈ പറയാൻ പറ്റുന്നവർ സൂം മ്യൂട്ട് മാറ്റി, പലരും പരാതി പറഞ്ഞു മ്യൂട്ട് മാറ്റാൻ പറ്റുന്നില്ല എന്നുള്ളത്. മ്യൂട്ട് മാറ്റാൻ പറ്റുന്നവരുണ്ടെങ്കിൽ, ശരീരത്തിൽ അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്തേ. ശരീരത്തിൽ എന്താണ് നിങ്ങളുടെ മേലുണ്ടാകുന്ന വ്യത്യാസം? ആ വേദനകൾ, രോഗങ്ങൾ വിട്ടു മാറി പൂർണ്ണ സൗഖ്യം. ഒന്നുകൂടെ ഞാൻ പറയുന്നു, ആശ്വാസമല്ല കേട്ടോ, അത്ഭുതമാണ്. അത്ഭുതം ശരീരത്തിൽ അനുഭവിക്കുന്നുവെന്ന് 100% ഉറപ്പുള്ളവർ മൈക്ക് മ്യൂട്ട് മാറ്റിക്ക്. അതിൻ്റെ ഒപ്പം തന്നെ ഈ ദത്തൻ എന്ന് പേരുള്ള ഒരു വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ എൻ്റെ ഉള്ളം പറയും. ദത്തൻ, നിങ്ങൾ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റുന്നവരൊക്കെ ഒന്ന് മൈക്ക് മ്യൂട്ട് ചെയ്ത്. ഈ മ്യൂട്ട് മാറ്റി വെച്ചിരിക്കുന്നവരൊക്കെ വല്ലതും പറയാൻ വേണ്ടിയാണോ? പറഞ്ഞോ. എനിക്ക് ഇങ്ങനെ ഇരുന്നപ്പോൾ എനിക്ക് തലയുടെ ഞരമ്പിന് ഭയങ്കരമായ വേദനയായിരുന്നു. ഞാൻ എന്നാ ചെയ്യും, മീറ്റിങ്ങിന് ഇരിക്കണോ എന്നോ കിടന്നോണ്ട് കേൾക്കണം എന്നൊക്കെ ചിന്തിച്ചു. എന്നിട്ട് ഞാൻ ഇവിടെ ഇരുന്ന് കേട്ടു. അത് കഴിഞ്ഞ് ആ വേദന എപ്പം മാറിയെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇപ്പം വേദനയില്ല, ഞരമ്പിന് ഇപ്പം വേദനയില്ല, അത് മാറി. പിന്നെ എൻ്റെ ഇടുപ്പിന് വേദനയുണ്ടായിരുന്നു. ഇപ്പം ഞാൻ കൈ വെച്ച് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞ് ഞാൻ ഇങ്ങനെ ടെസ്റ്റ് ചെയ്ത് നോക്കിയപ്പം വേദനയില്ല. എത്ര വർഷമായിട്ട് ഇടുപ്പിന്, എത്ര നാളുടെ ബുദ്ധിമുട്ടാണ് ഇടുപ്പിന്?
എനിക്കൊരു 4-5 മാസമായിട്ട് അങ്ങനെ ഒരു വേദനയുണ്ട്. എനിക്കതുകൊണ്ട് ഒരു വലിയ ഭാരം ഉണ്ടായിരുന്നു. എന്നതാന്നൊക്കെ ഓ, ഓർത്തിരുന്നു. പക്ഷേ ഭയം പിശാചിന്റെ ആയുധമാണ്. ഇപ്പൊ വേദന, ഇടിപ്പിന് എങ്ങനെയുണ്ട്? വേദന ഉണ്ടോ സിസ്റ്റർക്ക് ഇപ്പം? ഇപ്പൊ ഇല്ല, ഞാൻ നോക്കിയപ്പോ വേദന ഇല്ല. ഓ, നന്ദി യേശുവെ. പൂർണ്ണ സൗഖ്യത്തിൽ നന്ദി കർത്താവേ. അങ്ങ് തൊട്ട 2 ഞരമ്പിനെയും ആ ഇടിപ്പിന്റെ വേദനയും സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി. സിസ്റ്റർ പറഞ്ഞത് തന്നെ വലിയൊരു ഭയമായത് കണ്ടോ, പിശാചിന്റെ തന്ത്രം കണ്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഹൃദയത്തിന്റെ ആലോചനകളെ നമ്മുടെ മൈൻഡിലേക്ക് കൊണ്ടുവരുമ്പോൾ ഓർത്തോണേ, അവന്റെ തന്ത്രമാണ്. ആമേൻ. ഗോഡ് ബ്ലെസ് യു. മറ്റാരെങ്കിലും സൗഖ്യം അനുഭവിക്കുന്നവരുണ്ടോ? സൗഖ്യം അനുഭവിക്കുന്നവർ? ആ ബ്രദർ, എന്റെ വലത് ഭാഗത്തെ ചെവിന്റെ സൈഡിൽ തലേന്റെ അവിടെ ഒരു മുഴ പോലെ ഉണ്ടായിരുന്നു ബ്രദർ. അത് 2 ആഴ്ചയിലധികമായി. ഞാൻ ഡോക്ടറെ കാണിച്ചിട്ട് ആ മുഴ അവിടെ, വേദന പോയിട്ടുണ്ട്, മുഴ അവിടെ ഇരുന്നത്. പക്ഷെ ഇപ്പൊ ആ മുഴ അവിടെ ഇല്ല ബ്രദർ. ഓ, അതായത് ഇത്ര നേരം മുഴ അവിടെ ഉണ്ടായിരുന്നു ബ്രദർ. ഞാൻ 2 ഭാഗത്തും കൈവച്ചു. കാരണം ഒരു ഭാഗത്ത് മുഴയുണ്ടായിരുന്നു, ഒരു ഭാഗത്തില്ല. ഓ, ഇത് വലിയൊരു അത്ഭുതം. ഓ യേശുവേ, ഓ നിങ്ങൾ കേട്ടോ, ഇതാണ് ദൈവരാജ്യം. അറിയുന്നു ബ്രദർ. ശരിക്കും എന്റെ ശരീരം വൈബ്രേഷൻ അടിക്കുക ഇപ്പോഴും. ഓ, പരിശുദ്ധാത്മാവ് തൊട്ടതാ കേട്ടോ, പരിശുദ്ധാത്മാവിന്റെ സ്പർശനം അത്. ഒരു മിനിറ്റ് സിസ്റ്റർ. ഓ, സിസ്റ്ററുടെ ശരീരത്തിന്റെ മേൽ പരിശുദ്ധാത്മാവിന്റെ ശക്തിയുടെ സ്പർശം. സിസ്റ്ററെ, അന്യഭാഷ വരത്തിന് ഇപ്പൊ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പറഞ്ഞു. ഓ, അന്യഭാഷ വരം പ്രവർത്തിക്കുക. യേശുവേ, ഞങ്ങളുടെ ശക്തിയുടെ വ്യാപാരം, ഭയങ്കര ദൈവശക്തി വ്യാപരിക്കുക കേട്ടോ. ഓ യേശുവേ, പരിശുദ്ധാത്മാവ് തൊടുന്നു കേട്ടോ. ശരീരത്തിൽ നിങ്ങളുടെ മുഴ അപ്രതീക്ഷമായി പോയി. അത് മാത്രമല്ല, ശരീരം വൈബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുക. ആത്മാവിന്റെ ശക്തിയുടെ ഫ്ലോയാണ് അവിടെ വ്യാപരിക്കുന്നത്. ഈ സമയത്ത് നിങ്ങളും പ്രാർത്ഥിച്ചു, നിങ്ങളുടെ ശരീരത്തിന്റെ മേൽ വലിയ സൗഖ്യം നിറയുക, അത്ഭുതങ്ങൾ നിറയുക, അത്ഭുതങ്ങൾ യേശുവിന്റെ നാമത്തിൽ. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നിറയുക. ഓ യേശുവേ, അഭിഷേകം നിറയട്ടെ. പരിശുദ്ധാത്മാവെ ഒഴുകണേ, ആ കുടുംബത്തിന് മേലെ അങ്ങ് ഒഴുകണമേ യേശുവേ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻ ദ നെയിം ഓഫ് ജീസസ് ഒഴുകട്ടെ, ഒഴുകട്ടെ, ഒഴുകട്ടെ. ഇൻ ദ നെയിം ഓഫ് ജീസസ് ആത്മാവിന്റെ ഒഴുക്കുണ്ടാകട്ടെ, ആത്മാവിന്റെ ഒഴുക്കുണ്ടാകട്ടെ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഇൻസ്റ്റന്റ് ക്രിയേറ്റീവ് മിറക്കിൾ. ഓ നന്ദി യേശുവേ. പ്രിയ സഹോദരി പറഞ്ഞത് കേട്ടോ, ആ മുഴ ചെവിയുടെ അവിടെ ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ തപ്പി നോക്കിയപ്പോൾ മുഴ അവിടെ ഇല്ല. ആ മുഴ അപ്രതീക്ഷമായി പോയിരിക്കുന്നു. അത് മാത്രമല്ല, ശരീരത്തിൻ്റെ മേൽ പരിശുദ്ധാത്മാവിൻ്റെ സ്പർശനം, ശരീരം വൈബ്രേറ്റ് ചെയ്തു വന്നു. നിൽക്കാൻ പോലും കഴിയാത്ത രീതിയിൽ ആത്മസാന്നിധ്യം വന്നു. നന്ദി യേശുവേ, നന്ദി യേശുവേ. ആത്മാവിൻ്റെ ശക്തിക്കായി നന്ദി, ആത്മാവിൻ്റെ ശക്തിക്കായി നന്ദി യേശുവിൻ്റെ നാമത്തിൽ. ഞാനൊരു MG യൂണിവേഴ്സിറ്റിയുടെ ഒരു സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ദിവ്യ എന്ന് പറയുന്ന ഒരു മോളുടെ സർട്ടിഫിക്കറ്റ് കർത്താവ് എന്നെ കാണിക്കുക. ആ സർട്ടിഫിക്കറ്റുകളുമായി ബന്ധപ്പെട്ട് ദൈവാത്മാവ് പറയുന്നു, ഒരു ഡോർ ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണേ. അതെടുത്ത് ഓടിപ്പോയി യേശുവിൻ്റെ നാമത്തിൽ ഫയലിൽ നിന്ന് പുറത്തെടുത്ത് കൈയെടുത്ത് വെച്ച് പ്രാർത്ഥിച്ചു. അത് റിലേറ്റ് ചെയ്തിട്ട് ഒരു ബ്ലെസ്സിങ് തുറക്കാൻ വേണ്ടി പോവാണ്. ആർക്കും തുറക്കാത്ത വാതിൽ ദൈവമക്കൾക്ക് വേണ്ടി തുറക്കുന്നൊരു ദൈവമുണ്ട്. ഇപ്പം തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആ മകളുമായിട്ട് ഈ സർട്ടിഫിക്കറ്റുമായിട്ട് ബന്ധപ്പെട്ട് ആരാണോ യേശുവിൻ്റെ നാമത്തിൽ കൈവച്ചു, ദൈവത്തിൻ്റെ അത്ഭുത സാക്ഷ്യത്തെ കർത്താവ് തുറക്കാൻ വേണ്ടി പോകുന്നു. നന്ദി യേശുവേ. ഓ യേശുവേ, താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാനത് റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പാ. അത്ഭുത സാക്ഷ്യമായി ആ വിഷയത്തെ സ്വർഗം തീർക്കുന്നതിന് നന്ദി പറയുന്നപ്പാ. താങ്ക് യു ജീസസ്, താങ്ക് യു ജീസസ്. ഈ സമയത്ത് വീണ്ടും ഞാൻ പറയുന്നു, രോഗം ശരീരത്തിൽ സൗഖ്യം ആയെന്ന് അനുഭവിക്കുന്നവർ വേറെ ആരെങ്കിലും ഉണ്ടോ? കഥ പറയാൻ വേണ്ടി നിൽക്കുന്നവരല്ലാതെ മറ്റാരെങ്കിലും ഉണ്ടോ? സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്നവർ നിങ്ങൾ കൈവിട്ട് കൊടുക്കരുതേ. നിങ്ങളുടെ അവകാശമാണ് അത്ഭുതം. യേശു ക്രിസ്തു ഭൂമിയിൽ വന്നത് എന്നെ രോഗിയാക്കാനല്ല, രോഗം എന്താണെന്ന് അറിയാൻ വേണ്ടിയല്ല, എൻ്റെ രോഗത്തെ സൗഖ്യമാക്കേണ്ടതിന്. ഓ പിതാവേ, പറഞ്ഞു. ഇപ്പോൾ എന്റെ കൈയുടെ വെള്ളയില് ഒരു മാസത്തോളമായിട്ട് കൈയുടെ വെള്ള, അതായത് നിലത്തിരുന്ന് പ്രാർത്ഥിച്ചിട്ട് കൈ കുത്തി എഴുന്നേൽക്കുമ്പോഴാ വേദന എനിക്ക് മനസ്സിലാകുന്നു. അപ്പൊ ഞാൻ ഇങ്ങനെ ചിന്തിച്ചു, വല്ല മുള്ളുമായിരുന്നു. 1 മാസം കൊണ്ട് ഞാൻ തടവിയൊക്കെ നോക്കുന്നു, എനിക്കിത് ടെൻഡർമൈറ്റിസ് എന്ന് പറഞ്ഞതായിരിക്കാം. അപ്പൊ ഞാൻ മനസ്സിലിങ്ങനെ ഓർത്തിട്ട്, ദൈവം ഇത് സൗഖ്യമാക്കാൻ ദൈവത്തിന് സാധിച്ചിരുന്നെങ്കിൽ, അല്ലെങ്കിൽ ഇത് ഡോക്ടറെ കാണിക്കേണ്ടി വന്ന അവർ ഓപ്പറേഷൻ പറയും, പിന്നെ വെച്ച് കെട്ടി നടക്കണം. ഇപ്പം ബ്രദർ പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പോ പറഞ്ഞ് കൈയുടെ വെള്ളയിൽ വെയിൻ ഉള്ളവർ വെക്കാൻ. ഞാൻ അവിടെ പെന്നെ പിടിച്ചു വെച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കുറെ സമയം കൊണ്ട് ഞാൻ ചെക്ക് ചെയ്യുന്നു, ഞാൻ കുത്തിയിരുന്ന് എഴുന്നേറ്റ് നോക്കുന്നു, ഞെക്കി നോക്കുന്നു. ഇപ്പൊ തമ്പുരാൻ ദൈവകൃപയാൽ എന്റെ ആ പെയിൻ മാറിയിരിക്കുന്നു. ഓ യേശുവിന്റെ നാമത്തിൽ അത്ഭുതം, അത്ഭുതം. കർത്താവ് അങ്ങ് തൊട്ട
വിടുതലിന് സൗഖ്യത്തിന് നന്ദി അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. മറ്റാരെങ്കിലും ഇതേപോലെ പൂർണ്ണ സൗഖ്യമാണേ? ഒന്ന് ചെക്ക് ചെയ്തേ. പറഞ്ഞു. ഈ അനാവശ്യമായിട്ട് മ്യൂട്ട് മാറ്റുന്നവരെ നിങ്ങളോട് ഇനി എങ്ങനെയാ പറഞ്ഞത് എനിക്ക് അറിയത്തില്ല. ഇതൊരു ആത്മീയ കൂട്ടായ്മയാണേ, ശ്രദ്ധിച്ചേ. മറ്റാരെങ്കിലും ഉണ്ടോ അനുഭവിക്കുന്നവർ, സൗഖ്യം അനുഭവിക്കുന്നവർ? പറഞ്ഞു. ഞാൻ എനിക്ക് 2-3 ദിവസം എനിക്ക് തൊണ്ടയ്ക്ക് എന്താണ്ടോ ഇരിക്കുന്ന പോലെയായിരുന്നു, നെഞ്ചിനും തൊണ്ടയ്ക്കും. ഈ പ്രാർത്ഥന കഴിഞ്ഞു, ഞാൻ വിശ്വസിച്ച് പ്രാർത്ഥിച്ചു, ഞാൻ വചനം ഏറ്റു പറഞ്ഞു. പാസ്റ്ററുടെ ഈ പ്രാർത്ഥനയോട് എനിക്കിപ്പോ ഒത്തിരി കഫം തുപ്പി ഒത്തിരി ചുമയായിട്ട് പോയി. ഒത്തിരി ദിവസമായി. ഇപ്പൊ ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഒരു ബുദ്ധിമുട്ട്. ഓ നന്ദി കർത്താവ്, യേശുവിൻ്റെ നാമത്തിൽ അങ്ങ് സൗഖ്യമാക്കി കൃപയ്ക്ക് നന്ദി അപ്പ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ? പറഞ്ഞു. എനിക്ക് ഇതുപോലെ പുറത്തിന് ഭയങ്കര വേദനയും പള്ളിക്ക് കുറച്ച് ദിവസമായിട്ട് ഭയങ്കര വേദനയായിരുന്നു. പ്രാർത്ഥനയുടെ മധ്യത്തിൽ എനിക്കും പൂർണ്ണമായിട്ട് സൗഖ്യം തന്നു. നന്ദി കർത്താവെ, അങ്ങ് വിടിവിച്ച കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? മറ്റാരെങ്കിലും ഉണ്ടോ സൗഖ്യം അനുഭവിക്കുന്നവര്? ബ്രദറെ 2 മാസമായിട്ടുണ്ട് കൈയുടെ ഒരത്തിന്റെ വേദന പൂർണ്ണമായിട്ടും മാറി. ഇപ്പൊ വേദന അവിടെ ഇല്ല? ഇല്ല, ഇപ്പൊ വേദനയില്ല. ഓ നന്ദി യേശുവെ, അങ്ങ് അത്ഭുതം ചെയ്ത കൃപയ്ക്ക് നന്ദി, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു ബ്രദറെ. മറ്റാരെങ്കിലും ഉണ്ടോ? ഒന്ന് ചെക്ക് ചെയ്തുകൊണ്ടിരുന്നേ. കുറച്ചു മുമ്പ് സൗകര്യം പറഞ്ഞല്ലോ, മുഴയൊക്കെ ഒന്ന് തപ്പി നോക്കിക്കേ, വിശ്വാസത്താൽ തപ്പിക്കേ, ഒന്ന് കണ്ടേ. യേശുവിൻ്റെ നാമത്തിൽ ആ വേദനകൾ ഉള്ളവിടത്തൊക്കെ ഒന്ന് ചെക്ക് ചെയ്തേ. നന്ദി യേശുവേ. പറഞ്ഞു. ഓ യേശുവേ, നന്ദി കർത്താവേ. സൗഖ്യം ശരീരത്തിൽ അനുഭവിക്കുന്ന ഒരു വ്യക്തി പോലും പറയാതെ പോകരുതേ. യേശുവിൻ്റെ നാമത്തെ മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിക്കുന്ന ഒരു അവസരമാണ്. മറ്റൊരാളെ സൗഖ്യമാക്കുവാനുള്ള കർത്താവിലുള്ള എനിക്ക് ഇന്നലെ കുറച്ചു ദിവസമായി എൻ്റെ വലതുവശത്ത് പെടലി ഇങ്ങനെ ഭയങ്കര തിരിക്കാൻ മേലപ്പ്, രാത്രിയിലൊക്കെ കിടക്കാൻ മേലപ്പ്. ഇന്നലെയൊക്കെ ബ്രദർ പ്രാർത്ഥിക്കുമ്പോൾ എനിക്ക് ഒരു കുറവില്ലായിരുന്നു. അപ്പൊ ഇന്ന് ഞാൻ പകല് മുഴുവനും യേശുവിന്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം വന്നു എന്ന് ഞാൻ പകല് മുഴുവനും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഇന്നത്തെ പ്രാർത്ഥന കഴിഞ്ഞപ്പം എനിക്ക് പെടലി തിരിക്കാം, നല്ലപോലെ തിരിക്കാം. എനിക്കിപ്പം വേദന ഒരു 3/4 ഭാഗവും മാറി. പോരെ 3/4 പോരാ, നമുക്ക് പൂർണ്ണ സൗഖ്യം. ഇപ്പം തന്നെ പറഞ്ഞു കർത്താവേ, എനിക്ക് 3/4 പോരാ, എനിക്ക് പൂർണ്ണ സൗഖ്യം വേണം. യേശുവിൻ്റെ അടിപ്പിണരാൽ എനിക്ക് അത്ഭുതം വന്നിരിക്കുന്നു വചനം പറയുന്നല്ലോ. യേശുവേ, അങ്ങയുടെ സൗഖ്യത്തിനായി നന്ദി, അങ്ങയുടെ സൗഖ്യത്തിനായി നന്ദി, അങ്ങയുടെ അത്ഭുതത്തിനായി നന്ദി. യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ അത്ഭുത സാക്ഷ്യമായി തന്നെ തീരട്ടെ. നന്ദി യേശുവേ, നന്ദി കർത്താവേ. നമുക്ക് ഒരുമിച്ച് പിന്നെയും പ്രാർത്ഥനയോടെ തന്നെ നമുക്ക് ദൈവസന്നിധിയിൽ മുന്നോട്ട് പോകാം. കർത്താവിൻ്റെ വലിയ കൃപയെ ദൈവം സഹായിക്കുന്നല്ലോ. അതോടൊപ്പം തന്നെ ഷാലു എന്ന് പറയുന്ന തലമുറയുള്ള ആരെങ്കിലും ഇന്ന് സൂമിലോ ലൈവിലോ എന്നെ കേൾക്കുന്നുവെങ്കിൽ ഷാലു എന്നാണ് വിളിക്കുന്നത്. അത് വിളിപ്പേരാണോ ഒഫീഷ്യൽ എനിക്ക് അറിയത്തില്ല. ഷാലു എന്നാണ് ഞാൻ വിളിക്കേര് കേൾക്കുന്നത്. തലമുറയുമായിട്ട് ബന്ധപ്പെട്ട് മക്കളില്ല, കുട്ടികളില്ല ബ്രദറെ. മോക്ക് വേണ്ടി പ്രാർത്ഥിച്ചോണ്ട് എന്റെ ചേച്ചി ഇരിക്കുന്നു ബ്രദറെ. ഷാലു എന്നാണ് പേര്? അതെ, ചാലു എന്നാണ് വിളിക്കുന്നത് വീട്ടുപേര്. ഇന്ന് പ്രാർത്ഥിച്ചോണേ. ഇന്ന് യേശുവിൻ്റെ ഷാലു എന്ന് ഡിസംബർ മാസവുമായിട്ട് ബന്ധപ്പെട്ടത് ഷാലു ആരാ? ഡിസംബർ മാസവുമായിട്ട് ബന്ധപ്പെട്ട ഷാലു ഏതാണോ ആ തലമുറയെ ദൈവം സ്പർശിക്കുവാന്ന് പറഞ്ഞത്. ഇൻ ദ നെയിം ഓഫ് ജീസസ്. വാക്തത്വങ്ങളിൽ ദൈവമേ അങ്ങ് വിശ്വസ്തനാണ്, വാക്ക് മാറാത്ത ദൈവമേ, അങ്ങയുടെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നപ്പ. ഏപ്രിൽ മാസം 12-ാം തീയതി ജനിച്ച ഒരു വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ വലിയൊരു പ്രവൃത്തിയെ കർത്താവ് ചെയ്യുവാൻ വേണ്ടി പോകുന്നു. ഏപ്രിൽ 12-ന് ജനിച്ച വ്യക്തിയുടെ ശരീരത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ ഒരു പ്രവൃത്തിയെ കർത്താവ് ഇപ്പോൾ ചെയ്യാൻ വേണ്ടി പോകുന്നു. ഇൻ ദ നെയിം ഓഫ് ജീസസ്.
ആ വ്യക്തി ഇപ്പോൾ തന്നെ യേശുവിൻ്റെ നാമത്തിൽ ആമേൻ പറഞ്ഞ് കർത്താവിൻ്റെ പ്രവൃത്തിയെ സ്വീകരിച്ചു. ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്താലുള്ള നന്മകളെ കാണുന്ന സമയമാണ്. കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സമയമാണ്. നന്ദി യേശുവേ, നന്ദി കർത്താവേ, അങ്ങയുടെ വലിയ അഭിഷേകത്തിനായി സ്തുതിക്കുന്നപ്പ. കർത്താവെ ഓവർഫ്ലോയിങ് കർത്താവ് ഇന്ന് ബാക്കി എല്ലാവരും ഒന്ന് മ്യൂട്ട് ചെയ്ത്, ഞാൻ എല്ലാവരും ഒരുമിച്ച് ഇപ്പം മ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുക. പറയാനുള്ളവരും അല്ലാത്തവരും ഒക്കെ മ്യൂട്ടായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ എപ്പോഴും പറഞ്ഞു, നിങ്ങൾ മറ്റുള്ളവർക്ക് അവസരം നഷ്ടപ്പെടുത്തുന്നവരാകരുത്. നമുക്കൊരു നിമിഷം ഒന്ന് എല്ലാവരെയും ഞാൻ ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കും. ഇന്ന് ലൈവിൽ കാണുന്നവർ, ആലോചന ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ സൂമിലും യൂട്യൂബിലും കാണുന്നവരുണ്ട്. ഇതിൽ രണ്ട് കൂട്ടരെയും കൂടെ ചേർത്താണ് കർത്താവിൻ്റെ ഇടപെടൽ ഉണ്ടാകുന്നത്. ഞാൻ നിങ്ങളെയും ഇവരെയും ബ്ലെസ് ചെയ്ത് പ്രാർത്ഥിക്കുന്ന യേശുവേ, അവരുടെ മേൽ കർത്താവിൻ്റെ വലിയ പ്രവൃത്തി ഉണ്ടാകുന്നല്ലോ. അങ്ങ് ചെയ്ത വലിയ പ്രവൃത്തിക്ക് നന്ദി പറയുന്നപ്പ. നന്ദിയോടെ ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നപ്പ. നമുക്ക് ദൈവികമായിട്ടുള്ള സാക്ഷ്യങ്ങളെ മുന്നോട്ട് കേൾക്കാം. സമയിച്ചിടെ നമുക്ക് മുന്നോട്ട് പോയി എങ്കിലും കർത്താവ് നമ്മളെ സൂക്ഷിക്കുന്നല്ലോ. അതിനു മുമ്പായിട്ട് ഞാൻ കർത്താവിൻ്റെ വേലയിൽ വിതച്ചവരെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. മുന്നോട്ടും വിതയ്ക്കണം. വിതയ്ക്കുന്നവന് കൊയ്യുവാൻ കഴിയത്തുള്ളൂ. വിതയ്ക്കുന്നത് ബ്രദറിന് കൊടുക്കുവല്ല, പകരം ഈ സുവിശേഷം വളരുവാൻ എത്ര പേര് ആഗ്രഹിക്കുന്നു, ആ സുവിശേഷത്തിന് വേണ്ടി വിതയ്ക്കുക. ദൈവമാണ് പ്രതിഫലം തരുന്നത്. സുവിശേഷത്തിൻ്റെ വർധനവ് നിങ്ങളിലും വർധനവിനെ കൊണ്ടുവരും. കർത്താവെ, ഞാൻ അവരുടെ ജോലിയിൽ ബിസിനസ്സിനെ അനുഗ്രഹിക്കുന്നു. വായ്പ മേടിക്കത്തില്ല. എവിടെയെങ്കിലും ഒരു ഫിനാൻഷ്യൽ ക്രൈസിസിലൂടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ആ വിത അവർ ഇല്ലായ്മയിൽ നിന്ന് അവർ വിതയ്ക്കുമ്പോൾ ശൂന്യമായ പടകിനെ നിറച്ച് വല കീറുമാറ് നന്മ കൊടുത്ത കർത്താവേ, ആ സമ്പത്ത് വർദ്ധിക്കട്ടെ. ആ ബിസിനസ് കർത്താവ് എത്ര നാശത്തിലൂടെ പോകുന്ന ബിസിനസ് ആണെങ്കിലും, എത്ര ശത്രുക്കളുള്ള ബിസിനസ് ആണെങ്കിലും, യേശുവിൻ്റെ നാമത്തിൽ വിതയ്ക്കുന്നവൻ്റെ ജീവിതത്തിൽ സ്വർഗ്ഗത്തിൽ നിന്നാണ് നന്മ വരുന്നത്. കർത്താവ് ഇന്ന് അനുഗ്രഹിക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. നന്മയാകട്ടെ, അനുഗ്രഹമാകട്ടെ, അത്ഭുതമാകട്ടെ. ഞങ്ങളിപ്പോൾ റിലീസ് ചെയ്ത് പ്രാർത്ഥിക്കുന്നപ്പോൾ വലിയ സാക്ഷ്യത്തെ അങ്ങ് തുറക്കുന്ന കൃപയ്ക്ക് നന്ദി പറയുന്നു. യേശുവിൻ്റെ അധികാരമുള്ള നാമത്തിൽ തന്നെ ആമേൻ. ഈ സമയത്ത് സാക്ഷ്യമുള്ളവരാരെങ്കിലും ഉണ്ടെങ്കിൽ ചുരുക്കം വാക്കുകളിൽ സാക്ഷ്യം, പ്രാർത്ഥന റിക്വസ്റ്റ് അല്ല, പ്രയർ റിക്വസ്റ്റ് പറയല്ലേ, സാക്ഷ്യമുള്ളവർ ഈ സമയത്ത് വേഗത്തിൽ നിങ്ങളുടെ സാക്ഷ്യങ്ങളെ ഒന്ന് പറഞ്ഞാട്ടെ. ചുരുക്കം വാക്കുകളിൽ ആലോചന ഇടപെട്ടവരുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പറഞ്ഞാട്ടെ. ഉള്ളവരാരെങ്കിലും ഇനി ഉണ്ടെങ്കിൽ നമ്മൾ ഓൾറെഡി ചോദിച്ചായിരുന്നു. ഞാൻ ഇന്ന് സന്ധ്യ എന്ന് പറഞ്ഞൊരു ചേച്ചിക്ക് ശാരീരികമായിട്ട് ശരീരം മുഴുവനും വേദനയെന്ന് പറഞ്ഞ ഉച്ചയ്ക്ക് എന്നെ വിളിച്ചായിരുന്നു. അപ്പോഴും ആ ചേച്ചിക്ക് യൂറിൻ പോകുന്നില്ലായിരുന്നു. അപ്പോഴും ചേച്ചിയുടെ മക്കളോട് പറഞ്ഞില്ല. കാര്യം കൊച്ചുങ്ങളെ വിഷമിപ്പിക്കേണ്ടെന്ന് പറഞ്ഞ് ചേച്ചി പറഞ്ഞില്ല. ചേച്ചി കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, മോളെ എനിക്ക് യൂറിൻ പോകുന്നില്ല, ദേഹം മൊത്തം സഹിക്കാൻ പറ്റാത്ത തരത്തിലുള്ള വേദന, കാരണം ടാബ്ലറ്റ് കഴിച്ചിട്ട് പോലും വേദന എനിക്ക് സഹിക്കാൻ പറ്റുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ പറഞ്ഞു, ചേച്ചി ഒരു കാര്യം ചെയ്യും, ഒരു ഗ്ലാസ് വെള്ളം എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. അങ്ങനെ വെള്ളം എടുത്തു, പ്രാർത്ഥിച്ചു. അപ്പോഴും ഞാൻ കണ്ണടച്ചു. ചേച്ചിയെ തൊട്ട് പ്രാർത്ഥിക്കുന്നത് പോലെ തന്നെ ഇമാജിൻ ചെയ്ത് കണ്ട് ചേച്ചിക്ക് സൗഖ്യമാവുന്നത് കണ്ട് ഞാൻ പറഞ്ഞു, ചേച്ചി കുറച്ച് കഴിയും ചേച്ചി എന്നെ വിളിക്കണേ, ഇതിന്റെ റിസൾട്ട് എനിക്ക് അറിയണമെന്ന് പറഞ്ഞു. അങ്ങനെ ചേച്ചി 1/2 മണിക്കൂർ കഴിഞ്ഞ് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എനിക്ക് യൂറിൻ പോയി, എന്റെ ശരീരത്തിലെ വേദന മുഴുവനും മാറിയെന്ന് പറഞ്ഞു. എല്ലാം നന്ദി യേശുവേ, നന്ദി കർത്താവേ, ഞങ്ങളുടെ വലിയ കൃപ. നിങ്ങൾ ഇതേപോലെ അനേക രോഗികളെ പോയി സൗഖ്യമാക്കണം. രോഗിയെ കാണുമ്പോൾ ചാടി കൈവച്ച് പ്രാർത്ഥിച്ചോണേ. ഏത് പ്രതികൂലത്തിൻ്റെ അകത്ത് നിന്ന് വ്യക്തിക്ക് ഒന്ന് കേട്ട് നോക്കി, ആ സഹോദരി ഭയപ്പെട്ടു പോയി. ആ വേദനയാൽ ഭാരപ്പെട്ട് യൂറിൻ പാസ് ചെയ്യാൻ പറ്റാത്തതും, അതുകൂടാതെ ശരീരത്തിൽ മുഴുവൻ വേദന, ടാബ്ലറ്റ് കഴിച്ചിട്ട് പോലും ഒരു മാറ്റവും ഇല്ല. പക്ഷേ പ്രിയമകൾ യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് വെള്ളം കൊടുത്തിട്ട് ഇമാജിൻ ചെയ്തു സൗഖ്യമാകുന്നത്. വിശ്വാസത്താൽ പറഞ്ഞു, എന്നെ വിളിക്കണം. 1/2 മണിക്കൂർ കഴിഞ്ഞപ്പോഴേക്കും വിളിച്ചു. ഇപ്പോൾ വേദനയും പോയി, യൂറിനും പാസ് ചെയ്തു, ഒരു കുഴപ്പവുമില്ല. യേശു പ്രവർത്തിച്ച അത്ഭുതം. ഇനി അനേകരെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, ഭൂതങ്ങളെ പുറത്താക്കുക. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? എന്റെ മോനെ ഏപ്രിൽ 12-ന് ജനിച്ചതാണ്. പറഞ്ഞു ബ്രദർ ഇപ്പൊ പറഞ്ഞുതരാം, ഞാൻ അത് ഏറ്റെടുക്കുന്നു. ആ ദൂത് ഏപ്രിൽ 12 ഏറ്റെടുത്തോ. വലിയ അത്ഭുതം കർത്താവ് തുറക്കുക കേട്ടോ സിസ്റ്ററെ, യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ? ഹലോ ബ്രദറെ, ഞാൻ റാണിയാണ്. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് സിസ്റ്റർ, പറഞ്ഞോ. ഞാൻ എൻ്റെ ഹസ്ബൻഡിനെ ഒരു 2 കൊല്ലം മുന്നേ ആൻജിയോപ്ലാസ്റ്റി ചെയ്തായിരുന്നു. അതിനുശേഷം എല്ലാ 3 മാസം കൂടുമ്പോഴും ചെക്കപ്പിന് പോകും. അപ്പം മിനിഞ്ഞാന്ന് അന്ന് പുറത്ത് വേദനയും കൈ വേദനയും വന്നായിരുന്നു. അപ്പം ഇന്ന് ഞങ്ങൾ ഹോസ്പിറ്റലിൽ പോയപ്പോൾ ഡോക്ടർ പറഞ്ഞ് ECG എടുക്കണമെന്ന്.
അപ്പം ഞാൻ ECG എടുക്കാൻ ഹസ്ബൻഡ് റൂമിൽ ECG റൂമിലോട്ട് പോയപ്പോൾ ഞാൻ യേശുവിൻ്റെ തിരുരക്തം കൊണ്ട് ECGക്കകത്തൂടെ അത് കഴുകി അത് ഒരു കുഴപ്പവും ഇല്ല എന്നുള്ളത് എനിക്ക് ഇങ്ങനെ തന്നാലും ഞാൻ സാക്ഷ്യം പറഞ്ഞേക്കാമെന്ന് പറഞ്ഞു. ഒരു കുഴപ്പവും ഇല്ല, വേദനയൊന്നുമല്ല. ECG എടുത്തപ്പം വേറെ യാതൊരു കുഴപ്പവും ഇല്ല എന്ന് ഡോക്ടർ പറഞ്ഞു. യേശുവിൻ്റെ നാമത്തിൽ നന്ദി കർത്താവ്. പ്രിയ സഹോദരി പറഞ്ഞ പോലെ തന്നെ വേദനയാലും ബുദ്ധിമുട്ടാലും ഭാരപ്പെട്ടു, പക്ഷേ തീരുമാനമെടുത്തു കർത്താവെ ഞങ്ങൾ അവിടെ കാണും. നമ്മളെ പറഞ്ഞു വിശ്വാസത്തിൻ്റെ വാക്കുകൾ പറയുന്നത് പ്രവർത്തിക്കുന്ന ഒരു കർത്താവുണ്ട് നമ്മുടെ കൂടെ. ആ സഹോദരി അത് സാക്ഷ്യങ്ങളാണ് ഇടയാത്ത് വന്ന് പറയണം. നിങ്ങൾ കേട്ടതുപോലെ ആവർത്തനം 6:7 പറഞ്ഞതുപോലെ നിങ്ങൾ അവയെപ്പറ്റി സംസാരിക്കണം, സൗഖ്യത്തെപ്പറ്റി സംസാരിക്കണം, അത്ഭുതങ്ങളെപ്പറ്റി സംസാരിക്കണം. അവ ഉണ്ടായി വരും. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. ഹലോ ബ്രദർ. പറഞ്ഞു. ഹലോ, എനിക്കൊരു സാക്ഷ്യം പറയാനുണ്ട് ബ്രദർ. പറഞ്ഞു സിസ്റ്ററെ. അതെ, 5ാം ക്ലാസ് പഠിക്കുന്ന ഒരു പെൺകുട്ടിയാണ്. അവള് രാത്രി എല്ലാ ദിവസവും ബെഡിൽ യൂറിൻ പാസ് ചെയ്യും. അപ്പൊ അവളെ അമ്മ എന്നോട് പറഞ്ഞു എന്തോ ഞരമ്പിന് എന്തോ പ്രശ്നമാണെന്നാ ഡോക്ടർ പറഞ്ഞത്. അങ്ങനെ പറഞ്ഞു. അപ്പൊ എനിക്ക് കുറെ ദിവസമായി അവർ പറഞ്ഞത് മുതൽ എന്റെ മനസ്സിൽ ആ കുട്ടിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ അവര് നമ്മളിപ്പോ അമ്പലത്തിലെല്ലാം പോകുന്നത് കൊണ്ട് എനിക്കൊരു വിശ്വാസത്തിന്റെ ഇത് കൊണ്ട് ഞാൻ പ്രാർത്ഥിച്ചില്ല. പക്ഷെ ഇന്നലെ ഇവിടെ എന്റെ അടുക്ക വന്നപ്പോ അപ്പൊ രണ്ടുപേരും ചേട്ടത്തി അനിയത്തിയും വന്നു. അപ്പൊ അങ്ങനെ പറഞ്ഞപ്പോ അനിയത്തി കുട്ടി ഈ ചേട്ടത്തിയെ അവന്റെ മുമ്പിൽ വെച്ചിട്ട് കുറവാക്കി. അവള് ബെഡിലാണ് യൂറിൻ പാസ് ചെയ്യുക, ഭയങ്കര സ്മെല്ലാണ്. അപ്പൊ എന്നോട് ദൈവാത്മാവ് എന്നോട് സംസാരിച്ച് ഇപ്പൊ അവളുടെ തലയിൽ നീ കൈവച്ച് പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു ബ്രദർ. അപ്പൊ ഞാൻ അങ്ങനെ ആ കുട്ടിയുടെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചു. ആ കുട്ടി ഇന്നലെ രാത്രി യൂറിൻ പാസ് ചെയ്തില്ല. ആ അമ്മ എന്നിട്ട് എന്നെ ഇന്ന് വിളിച്ചു പറഞ്ഞു ഇന്നലെ ആതിര യൂറിൻ പാസ് ബെഡിൽ ചെയ്തില്ല, ആന്റി ഇങ്ങനെ പ്രേ ചെയ്തു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നോട് ഇങ്ങനെ കുറെ ദിവസമായിട്ട് ദൈവാത്മാവ് പറഞ്ഞതായിരുന്നു അവൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന്. അങ്ങനെ ഞാൻ ഇന്നലെ പ്രാർത്ഥിച്ചതാന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് സന്തോഷമായി, എനിക്ക് ദൈവം പ്രവർത്തിച്ചത്. ആമേൻ. ഇത് വലിയൊരു കാര്യമാണ്. നിങ്ങൾ കേട്ടെ, ഡോക്ടർ തന്നെ പറഞ്ഞതാണ്, നമ്മൾ ആരും പറഞ്ഞതല്ല, ഡോക്ടർ പറഞ്ഞതാണ് ഞരമ്പിൻ്റെ ഒരു പ്രോബ്ലമാണ്, അതുകൊണ്ടാണ് യൂറിൻ പാസ് ചെയ്യുന്നത്. പക്ഷേ ഉള്ളത്തിൽ പരിശുദ്ധ ഞാൻ പറഞ്ഞു നിങ്ങൾ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, ദൈവരാജ്യം പ്രസംഗിക്കണം. ഇതിൻ്റെ അടയാളമാണ്. ഒത്തിരി തകർന്നവരെ വിടിവിക്കുവാൻ യേശു നിങ്ങളെ ഉപയോഗിക്കും. ആ സഹോദരി എന്ത് ചെയ്തു? ആ മകളെ കൈവച്ചങ്ങോട്ടൊന്ന് പ്രാർത്ഥിച്ചു. ആ അമ്മ തിരിച്ചു വിളിച്ചു, ഇത്രയും നാളായിട്ട് ഡോക്ടർ പറഞ്ഞതാണ് ഞരമ്പിന് വിഷയമാകുന്നത്. അപ്പോൾ എന്താ അവിടെ സംഭവിച്ചെന്നറിയാവോ? ആ ഞരമ്പിൻ്റെ വിഷയത്തെ യേശു തൊട്ടു. ആ മകളുടെ ആ ബുദ്ധിമുട്ടിനെ സൗഖ്യമാക്കി നിങ്ങളുടെ കരത്തെ യേശു ഉപയോഗിച്ചു. ഓ നന്ദി കർത്താവേ. ഇതാണ് ദൈവരാജ്യം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. അനേകർക്ക് വേണ്ടി ഇതേപോലെ പ്രാർത്ഥിച്ച് അവരെ സൗഖ്യമാക്കുക, ദൈവരാജ്യം പ്രസംഗിക്കുക, യേശുവിൻ്റെ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? ബ്രദറെ, എനിക്ക് ഈ പുറത്തിന്റെ ഈ ഷോൾഡറിന്റെ അവിടെ ഭയങ്കര വേദനയായിരുന്നു 2-3 ദിവസമായി. അപ്പൊ ഞാൻ ഇന്ന് ടെസ്റ്റ് ചെയ്യാനും കാര്യങ്ങൾക്കും ഒക്കെ ഹോസ്പിറ്റലിൽ പോയിരിക്കുമായിരുന്നു. എന്റെ റിസൾട്ട് ഫുള്ള് കിട്ടിയിട്ടില്ല. 2 എണ്ണത്തിന്റെ കിട്ടി, 5 എണ്ണത്തിന്റെ കിട്ടാനായിട്ടുണ്ട്. അപ്പൊ ഞാൻ ഇന്ന് ബ്രദർ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അവിടെ കൈ തൊട്ട് പ്രാർത്ഥിച്ച്. പക്ഷെ എന്റെ വേദന ഇപ്പൊ പൂർണ്ണമായിട്ട് ദൈവം സൗഖ്യം തന്നു. നന്ദി കർത്താവേ. നിങ്ങൾ കേട്ടെ, വേദന നിമിത്തം ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്തതിന് റിസൾട്ട് വെയിറ്റ് ചെയ്തുകൊണ്ട് നിൽക്കുമായിരുന്നു. ആ സമയത്താണ് രോഗസൗഖ്യ പ്രാർത്ഥനയിൽ പങ്കുചേർന്നത്. യേശു അത്ഭുതം ചെയ്തു, ആ വേദന പൂർണ്ണ സൗഖ്യമാക്കി. നന്ദി കർത്താവേ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, കർത്താവിൻ്റെ ശക്തമേറിയ നാമത്തിൽ തന്നെ ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? പറഞ്ഞു. വലിയൊരു അത്ഭുതം ഇവിടെ പറഞ്ഞു. എന്റെ ഭർത്താവാണ് അരുൺ ശങ്കർ എന്ന പേര്. ഈ പാർക്കിൻസോൺസിന്റെ രോഗമില്ലേ, വിറയൽ രോഗം. ആ രോഗമായിരുന്നു. 7 വർഷം ഞാൻ മരുന്ന് കുടിക്കുന്നതിന്. ഇപ്പം കാലിനായൊരു ഏകദേശം 10 മിനിറ്റോളം ഞങ്ങൾക്ക് ശ്രദ്ധിക്കുന്നത്. ചുണ്ടും വിരലും അമർത്തി വെച്ചിട്ട് ഇതിനെ ഒരു പറയൊന്നും കാണാനേ ഇല്ല. ഇപ്പം തലച്ചോറിന് ബ്രെയിനൊരു തേയ്മാനം, അതാണ് വിറയലിന്റെ കാരണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓ നിങ്ങൾ കേട്ടെ സിസ്റ്ററെ, 7 വർഷമായിട്ട് വിറയലിന്റെ ബുദ്ധിമുട്ടാണ്. എന്ത് പറ്റി? അസുഖം എന്താണെന്ന് ഡോക്ടർ പറഞ്ഞത്? പാർക്കിൻസോൺസ് ഇല്ലേ, ബെറിയല്. പാർക്കിൻസൺസ്. ഡോക്ടർ എന്താ പറഞ്ഞത്? ഇത് ജീവിതകാലം മുഴുവൻ പിന്നെ വീണാല് കിടന്നാ ഇങ്ങനെ പോക്കേ ഉണ്ടാവും. അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം വീഴ്ചയിൽ വന്നാണ് കൈക്ക് പ്രശ്നം, കടന്നു പോയിരുന്നു. അവിടുന്ന് എന്റെ കർത്താവ് എഴുന്നേൽപ്പിച്ചു. ഇപ്പൊ ഇത് ഞാൻ ഒരു ഏകദേശം 10 മിനിറ്റോളം ഇങ്ങനെ ശ്രദ്ധിക്കുന്നു. കാല് ചുണ്ടും വരലില്ലേ,
ആ മടക്കി ഇങ്ങനെ നേരത്തെ കുത്തി ഇങ്ങനെ ഇരുന്നിട്ട് വർക്കുന്നൊന്നും കാണുന്നേ ഇല്ല, ശ്രദ്ധിച്ചോണ്ടേ ഇരിക്കുന്നു ഞാൻ. ഓ എൻ്റെ യേശുവേ, അങ്ങ് അത്ഭുത മന്ത്രി, അത്ഭുത മന്ത്രി. നിങ്ങൾ നോക്കിയേ, ആ സഹോദരി പറഞ്ഞു കേട്ടില്ലേ, 7 വർഷമായിട്ട് പാർക്കിൻസൺസിൻ്റെ ബുദ്ധിമുട്ടായിരുന്നു, ശരീരത്തിൻ്റെ അകത്ത് വിറയലായിരുന്നു, വല്ലാത്ത ബുദ്ധിമുട്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ രോഗസൗഖ്യ പ്രാർത്ഥന കഴിഞ്ഞ സമയത്ത് ഒരു വിറയലുമില്ല, മുഴുവൻ ചെക്ക് ചെയ്ത് ഒരു ബുദ്ധിമുട്ടുമില്ല. ഡോക്ടർ പറഞ്ഞ ജീവിതകാലം മുഴുവൻ ഇങ്ങനെയാണെന്ന് പറഞ്ഞ കേസാണ്. പക്ഷേ യേശു അത്ഭുതം ചെയ്തിരിക്കുന്നു. ഓ കർത്താവ് സർവശക്തൻ, ദൈവം, അത്ഭുതങ്ങളുടെ ദൈവം. ഗോഡ് ബ്ലെസ് യു സിസ്റ്റർ. ഈ സാക്ഷ്യം എല്ലാവരോടും പറയണം, രോഗികളോട് പറയണം, എന്നെ സൗഖ്യമാക്കി യേശു നിങ്ങളെയും സൗഖ്യമാക്കും എന്ന് പറഞ്ഞ് ധൈര്യമായിട്ട് കൈവച്ചു. ഗോഡ് ബ്ലെസ് യു. യേശു ഇത് നമ്മുടെ നാട്ടിൽ വരുമ്പം ഈ സാക്ഷ്യം പറയണം കേട്ടോ. എവിടെയാ നാട്ടിൽ, കേരളത്തിൽ എവിടെയാ? കണ്ണൂർ ജില്ല മാട്ടുന്ന. അപ്പൊ കണ്ണൂർ വെച്ച് നമുക്ക് സാക്ഷ്യം കേൾക്കാം കേട്ടോ. പറയണം, ധൈര്യത്തോടെ മുന്നിൽ വരണം. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു. ആമേൻ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം പറയുവാൻ? മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവര്? പറഞ്ഞോട്ടെ ബ്രദർ. പറഞ്ഞു, ധൈര്യമായിട്ട് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ ഒരാഴ്ചക്ക് മുമ്പ് ഞാൻ ഒരു സാക്ഷ്യം പറഞ്ഞതാണ്. എൻ്റെ ബ്ലഡ് ഷുഗറിന് കൺസൾട്ട് ചെയ്യാനായിട്ട് പോയപ്പോൾ ഡോക്ടർ അഡ്വൈസ് ചെയ്തത് വയറ്റിൽ ഇഞ്ചക്ഷൻ എടുക്കാനാണ്, കയ്യിൽ എടുക്കണ്ടെന്ന്. അങ്ങനെ വയറ്റിൽ എടുത്തോണ്ടിരുന്നപ്പോൾ ഇപ്പോൾ ഒരാഴ്ചയായിട്ട് എടുത്തോണ്ടിരിക്കുക. ഷുഗറൊക്കെ ഏകദേശം ബ്രദർ പറഞ്ഞ പോലെ കൺട്രോളായി. അപ്പോഴേ കാണാം 2 ദിവസമായിട്ട് വയറിനകത്ത് ഒരു അരണ്ട വേദന. ഞാൻ ഈ ബ്രദർ പറയുന്ന ഈ വചനങ്ങളെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ച് വിശ്വാസത്തോടെ കൽപ്പിച്ചു. പിശാചിനോട് അപ്പാലെ പോ സാത്താനെ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. എൻ്റെ വയറ്റിലെ അകത്തുള്ള വേദനകളെല്ലാം അങ്ങ് മാറി. പിന്നെ കൂടെ ഞാൻ ഈ ആശുപത്രിയിൽ പോകുന്നത് എപ്പോഴും ഞാൻ സ്വപ്നം കാണും. പല ആശുപത്രികളിലും കയറി ഇറങ്ങി നടക്കുന്നതും ആശുപത്രി കിടക്കകളും ഒക്കെ ഞാൻ കാണും. എന്താന്ന് എനിക്കറിയത്തില്ല. ഞാനും അതും ദൈവസന്നിധിയിൽ വെച്ച് എന്നെ സാത്താൻ ഇങ്ങനെ ഇട്ട് പ്രയാസപ്പെടും. കേൾക്കുന്നില്ലല്ലോ ബ്രദറെ. സോറി, ഞാനത് കട്ടായിപ്പോയി, മൈക്ക് കട്ടായി പോയായിരുന്നു. ആ സഹോദരി പറഞ്ഞതുപോലെ തന്നെ പിശാചിൻ്റെ തന്ത്രം. ആ സഹോദരി ഹൃദയത്തിൻ്റെ അകത്ത് ഹോസ്പിറ്റലിൽ കയറി നടക്കുക എന്നുള്ളത് പിശാചിൻ്റെ തന്ത്രമാണ്. യേശുവിൻ്റെ പദ്ധതി സൗഖ്യമാണ്. അതുകൊണ്ടാണ് ഉദരത്തിലെ വേദന യേശു സൗഖ്യമാക്കിയത്. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു, ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. താങ്ക് യു. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. പറഞ്ഞു. 3 ദിവസത്തിന് മുമ്പ് ഒരു 4 മണി കഴിഞ്ഞ സമയത്തിന് പ്രാർത്ഥിക്കുന്നതിന് മുമ്പ് ഒരു സ്വപ്ന വെളിപാട് കിട്ടി എനിക്ക്. എന്താ ഞാൻ രക്തത്തെ യേശുവിന്റെ കാലം ആത്മാവിനാലും ജലത്താലും എനിക്ക് അഭിഷേകം കിട്ടിയതായിട്ട് ഞങ്ങളുടെ സഭയിലെ പാസ്റ്ററിന്റെ തലയിലും കൈവെക്കുന്നതായിട്ടും കണ്ടു. അത് ഞാൻ മുമ്പ് തന്നെ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറഞ്ഞു. ആദ്യത്തെ ദിവസം തന്നെ ഒരു പാമ്പിനെ എഴയുന്നതായിട്ട് ഞാൻ എന്റെ ദൈവം കാണിച്ചു തന്നു സഭയിലെ ഇത്. അത് കഴിഞ്ഞ് അത് പ്രാർത്ഥിച്ച് യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുടൻ കർത്താവിൽ എനിക്ക് അധികാരം ഉണ്ടെന്ന് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അത് പിന്നെ സഭയ്ക്ക് പിന്നെ അങ്ങനെ കണ്ടിട്ടില്ല സഭയെ പറ്റി. പിന്നെ ഇതുപോലെ എനിക്ക് അഭിഷേകം എന്നെ കാണിച്ചു, വെളിപാട് കാണിച്ചു. അത് ഞാൻ കഴിഞ്ഞ ഞായറാഴ്ച പോയപ്പം പാസ്റ്റർ അത് തന്നെ വെളിപാടിനെ പറ്റി പറഞ്ഞ് എന്റെ തലയിൽ ഓടി ഒന്ന് കൈവച്ചു. പാസ്റ്ററെ എനിക്ക് അങ്ങനെ തീർച്ചയായിട്ടും നമ്മൾ ഈ ദിവസങ്ങളിൽ കർത്താവ് നമ്മോട് ഇടപെടുന്നതാണ്. അപ്പോൾ കൂടുതൽ ആത്മാവിലും പരിശുദ്ധാത്മ ശക്തിയിലും ബലപ്പെട്ടോണെ. ദർശനങ്ങളുടെ മേഖലകളെ കർത്താവ് ആഴമായി തുറക്കും. കർത്താവിൻ്റെ നാമത്തിൽ വലിയ പ്രവൃത്തികളെ കാണുവാൻ ദൈവം ഇടയാക്കും കേട്ടോ. ഇനിയും യേശുവിൻ്റെ നാമത്തിൽ കർത്താവിൽ ശക്തിപ്പെടുക കേട്ടോ. ബ്രദറെ പറയട്ടെ? പറഞ്ഞു.
എൻ്റെ പേര് റെനി എന്നാണ്. ഞാൻ തിരുവനന്തപുരത്ത് നിന്ന് വിളിക്കുന്നത്. ഞാൻ കഴിഞ്ഞ മാസം പാസ്റ്ററോട് പറഞ്ഞായിരുന്നു ഇങ്ങനെ എനിക്കൊരു വസ്തു വീടും കൂടെ വിൽക്കാനുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു പ്രാർത്ഥനാ വിഷയം ഇപ്പൊ പറയണ്ടെന്ന് പറഞ്ഞു. അപ്പൊ എന്നിട്ട് പാസ്റ്റർ എൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞു പാസ്റ്റർ 4 പ്രാവശ്യം അത് എൻഡിങ്ങിലോട്ട് വന്നു, അത് നടന്നില്ല എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്റർ പറഞ്ഞു ഒരു അത്ഭുത സാക്ഷ്യമാക്കി അത് ആ വിഷയം തീർക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പൊ പാസ്റ്ററുടെ ഒരു വചനം പറയുമായിരുന്നു മർക്കോസ് 11 നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ വിശ്വസിക്കുക, അത് എന്നാൽ ലഭിക്കും എന്ന്, അത് ഉണ്ടാകുമെന്ന്. ഞാൻ ആ വചനം തന്നെ അത് ഉണ്ടാകട്ടെ ഉണ്ടാകട്ടെ എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അപ്പൊ ഒരു ദിവസം ഞാൻ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ കാണുക, രാത്രി കിടന്നപ്പോൾ എൻ്റെ വയറിൽ വലിയൊരു ബൈബിൾ ഇരിക്കുന്നു. ആ ബൈബിളിൽ എനിക്ക് അക്ഷരം കാണാം, പക്ഷെ അതിൽ നിന്ന് ഒരു വചനം എൻ്റെ ചെവിയിലോട്ട് വന്നിട്ട് പറഞ്ഞു നീ ലഭിച്ചു എന്ന് കരുതുക എന്ന്. ആ വാചകത്തിൽ തന്നെ എൻ്റെ അടുത്തോട്ട് വന്നിങ്ങനെ പറയും. അത് കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി ദൈവം അതിൽ പ്രവർത്തിച്ചു എന്ന്. 3-ാമത്തെ ദിവസം വന്ന് കണ്ടവര് തന്നെ തിരിച്ചു വന്ന് പെട്ടെന്ന് 2 ആഴ്ചക്കുള്ളിൽ അത് എഴുതാൻ ഞങ്ങൾക്ക് പറ്റും. ഞാനതൊരു സാക്ഷ്യമാക്കിയിട്ട് വസ്തു പറഞ്ഞ് ഒരു സാക്ഷ്യമാക്കി തീർക്കട്ടെ എന്ന്. ശരിക്കും അത് എനിക്കൊരു സാക്ഷ്യമാക്കി തന്നെ ദൈവം തീർത്തു തന്നു. നന്ദി യേശുവേ, അങ്ങ് പ്രവർത്തിച്ച വലിയ കൃപയ്ക്ക് നന്ദി. വലിയൊരു ഭാരമായ വിഷയമായിരുന്നു. കർത്താവ് ദർശനത്തിലൂടെ അതിനെ കാണിച്ച് ആ വിഷയത്തെ സാക്ഷ്യമാക്കി മാറ്റി. ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകുമെന്ന വചനത്താൽ അത് തുറന്നു. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. വലിയ പ്രവർത്തികൾ ഇനിയും കർത്താവ് ചെയ്യും യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യമുള്ളവർ? വേഗത്തിൽ പറഞ്ഞാട്ടെ. ഗോഡ് ബ്ലെസ് യു സിസ്റ്ററെ. മറ്റാരെങ്കിലും ഉണ്ടോ സാക്ഷ്യം? ഇല്ല എങ്കിൽ നമുക്ക് ഒരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങൾ ഏറ്റു പറയാവേ. ആരുമില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമുക്കൊരുമിച്ച് വിശ്വാസ പ്രഖ്യാപനങ്ങളെ ഏറ്റു പറഞ്ഞ് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ വചനം പറഞ്ഞ ലഭിച്ചു എന്ന് വിശ്വസിപ്പിൻ എന്നാൽ ഉണ്ടാകും. യൂട്യൂബിലും ഫേസ്ബുക്കിലും ഒക്കെ കാണുന്നവർ ഈ മാസം സെപ്റ്റംബർ മാസം 2025 സെപ്റ്റംബർ മാസം UK ലണ്ടനിൽ നമുക്ക് ഈസ്റ്റ് ഹാമിൽ നമ്മുടെ പ്രാർത്ഥന നടക്കുന്നു. 27-ാം തീയതി ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണി മുതൽ 5 മണി മുതൽ നിങ്ങൾ ലൈവിൽ കാണുന്നവർ, പ്രത്യേകിച്ച് ഞാൻ യൂട്യൂബിലൊക്കെ ഇതിന് ശേഷം കാണുന്നവർ, നിങ്ങളുടെ സുഹൃത്തുക്കളോ നിങ്ങളോ ആ പ്രാർത്ഥനയിൽ പങ്കുചേരാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ദൈവം നിങ്ങളെ തൊടും. രോഗികളായി ഭാരപ്പെടുന്നവർ കൂട്ടിക്കൊണ്ടുവരിക. യേശു അവരെ സൗഖ്യമാക്കും. തകർന്നിരിക്കുന്ന വ്യക്തി ഏത് ഭാഷക്കാരായിക്കോട്ടെ, ഏത് രാജ്യക്കാരായിക്കോട്ടെ കൂട്ടിക്കൊണ്ടുവരിക. ദൈവം അവരെ പ്രവചനാത്മാവിൽ സ്പർശിക്കുവാൻ ഇടയായിത്തീരും. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വൻ കൃപകളാൽ വലിയ കാര്യങ്ങളെ കർത്താവ് ചെയ്യും. ദൈവത്തിൻ്റെ വലിയ പ്രവൃത്തിക്കായി സ്തുതിക്കുന്നു. വൻ കാര്യങ്ങളെ നിങ്ങളുടെ സാക്ഷ്യങ്ങളും താഴെ ഈ കാണുന്ന പ്രെയർ ലൈൻ നമ്പറുകളിലേക്ക് നിങ്ങളുടെ സാക്ഷ്യങ്ങൾ അയയ്ക്കുക. അവർ ചിലപ്പോൾ നിങ്ങൾ വിളിച്ചാൽ കിട്ടത്തില്ലായിരിക്കും, ചിലപ്പോൾ അവരും തിരക്കിലാണ്. ദൈവം വലിയതായി നമ്മളെ വർദ്ധിപ്പിക്കുന്നു. അതുകൊണ്ട് പരാതികളൊന്നും പറയരുതേ. പ്രെയർ ലൈനിലേക്ക് ഒരു സഹോദരങ്ങളോടും പരാതി പറയരുതേ. അവരുടെ മാക്സിമം നിങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കുന്നു, നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അവർക്ക് വേണ്ടിയും പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഞാൻ ഒത്തിരി സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവർ പറയാറുണ്ട് പ്രെയർ ലൈനിൽ നിൽക്കുന്ന സഹോദരങ്ങൾ വളരെ അനുഗ്രഹമാണ്. അവർ ഒത്തിരി ആശ്വാസവും അനേകരെ ബലപ്പെടുത്തുന്നു, അനേകരെ അവർ ശക്തീകരിക്കുന്നു, അനേകരോട് ശുശ്രൂഷ അവർ ചെയ്യുന്നു. ഗോഡ് ബ്ലെസ് യു. അവർക്ക് വേണ്ടി പ്രത്യേകം നിങ്ങൾ പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ.